ഇനി നമ്മുടെ പേജിനകത്ത് നമ്മൾ കൊടുക്കുന്ന മെറ്റാ ഡിസ്ക്രിപ്ഷൻ ഞാൻ പറഞ്ഞില്ലേ, പേജിനകത്ത് കൊടുക്കുന്ന നമ്മുടെ പേജിനകത്ത് കൊടുക്കുന്ന ഒരു മെറ്റാ ഡിസ്ക്രിപ്ഷൻ നമുക്ക് സ്വീകാര്യമല്ലാത്ത, അല്ലെങ്കിൽ നമ്മുടെ പേജിനകത്ത് നമ്മൾ കൊടുക്കുന്ന മെറ്റാ ഡിസ്ക്രിപ്ഷൻ ഏതെങ്കിലും വിധത്തിൽ ഗൂഗിളിന് സ്വീകാര്യമല്ലെങ്കിലും നമ്മുടെ പേജിനകത്തുള്ള ഏതെങ്കിലും കണ്ടന്റ് എടുക്കാനാണ് സാധ്യത. ഇനി ഈ മെറ്റാ ഡിസ്ക്രിപ്ഷൻ്റെ ചില വൈരുദ്ധ്യങ്ങൾ ഞാൻ പറയാം. അത് കുറച്ചുകൂടെ ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മനസ്സിലാകുന്ന ഒരു ഏരിയയാണ്. എന്താണ് വൈരുദ്ധ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ പേജിനെ പറ്റി വേറെ ഏതെങ്കിലും സൈറ്റിനകത്ത് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിച്ചു. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളിപ്പോൾ softloom.com എന്നുള്ള വെബ്സൈറ്റ്, അല്ലെങ്കിൽ പോട്ടെ ajeesh.com എന്ന് പറയുന്ന വെബ്സൈറ്റ്, ഈ വെബ്സൈറ്റിനകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ നമ്മളെ പേജുമായിട്ട് ബന്ധപ്പെട്ടൊരു ഡിസ്ക്രിപ്ഷനായിരിക്കും നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതിന് റെലവൻ്റ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷനായിട്ട് ഗൂഗിളിന് എടുക്കാൻ ആയിട്ടുള്ള ഒരു കണ്ടൻറ്റും പേജിനകത്തില്ല. നമുക്കറിയാം മെറ്റാ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടില്ലെന്നുണ്ടെങ്കിലോ കൊടുത്തിരിക്കുന്ന മെറ്റാ ഡിസ്ക്രിപ്ഷൻ ഓക്കെ അല്ലെങ്കിലോ പേജിനകത്തുള്ള കണ്ടൻറ്റ് എടുക്കും അല്ലേ. എന്നാൽ ചില സിറ്റുവേഷനിൽ നമ്മളെ വെബ്സൈറ്റിനെ പറ്റി വളരെ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള, വിശ്വാസ്യത വളരെ കൂടിയ ചില വെബ്സൈറ്റുകൾ നമ്മളെപ്പറ്റി എന്തെങ്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിച്ചു. ഫോർ എക്സാമ്പിൾ, വിക്കിപീഡിയക്കകത്തോ അല്ലെങ്കിൽ വലിയ BBC പോലെയൊക്കെയുള്ള ന്യൂസ് വെബ്സൈറ്റിനകത്തോ നമ്മളെപ്പറ്റി എന്തെങ്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ട്. അതായത് എന്താ പറഞ്ഞത്, ajeesh.com എന്ന് പറയുന്നത് കോട്ടയത്തുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഇന്ന സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റാണ്, അല്ലെങ്കിൽ ഇന്ന സർവീസുമായിട്ടോ ഇന്ന പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു വെബ്സൈറ്റ് ആണെന്ന് നമ്മുടെ വെബ്സൈറ്റിനെ പറ്റി വളരെ ആധികാരികത കൂടിയ ഒരു സൈറ്റിനകത്ത്, ഫോർ എക്സാമ്പിൾ എങ്ങനെ വിക്കിപീഡിയയോ അല്ലെങ്കിൽ എന്താണ് BBC പോലെയോ ഇന്ത്യ ടൈംസ് പോലെയൊക്കെയുള്ള ഒരു വലിയ ന്യൂസ് വെബ്സൈറ്റിനകത്ത് എഴുതിയിട്ടുണ്ടെന്ന് വിചാരിച്ചു. ഗൂഗിൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഡിസ്ക്രിപ്ഷനെ നമ്മളെ വെബ്സൈറ്റിൻ്റെ ഡിസ്ക്രിപ്ഷനായിട്ട് കാണിക്കുന്ന ചില സിറ്റുവേഷനുകളുണ്ട്. നമുക്ക് മെറ്റാ ഡിസ്ക്രിപ്ഷൻ കൊടുത്തില്ലെങ്കിലോ പേജിനകത്ത് സെൻറ്റൻസ് ആയിട്ട് ഒന്നും എടുക്കാതിരിക്കുന്ന സിറ്റുവേഷനിലോ നമ്മൾക്ക് ഒരു ടെസ്റ്റും ഇല്ല, പക്ഷേ നമ്മളെ വെബ്സൈറ്റിലേക്ക് പോയിൻ്റ് ചെയ്യുന്ന ഹൈ ട്രസ്റ്റി ആയിട്ടുള്ള ഒരു ലിങ്കോ ഡിസ്ക്രിപ്ഷനോ ഒരു വെബ്സൈറ്റിനകത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ കൊടുത്തേക്കുന്ന ഡിസ്ക്രിപ്ഷൻ ഗൂഗിൾ എടുക്കുന്ന ഒരു രീതിയും ഗൂഗിളിനുണ്ട്. കുറച്ചുകൂടെ വിശദമായിട്ട് നമ്മൾ അടുത്ത മെറ്റാ ടാഗ് പഠിക്കുമ്പോഴത്തേക്ക് അതിനെക്കുറിച്ച് പഠിക്കും. അപ്പം മെറ്റാ ഡിസ്ക്രിപ്ഷൻ ടാഗിനെ പറ്റിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മെറ്റാ ഡിസ്ക്രിപ്ഷൻ ടാഗിനെ പറ്റി പറയുമ്പോൾ യൂണീക്ക്നെസ്, അതിനകത്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്കോ ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്കോ ഒന്നും വരാൻ പാടില്ല. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞ ഞാനൊരു പോയിന്റ് പറഞ്ഞാണ്, ആദ്യമായിട്ട് മെറ്റാ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുമ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കീവേഡ് ഒരു പ്രാവശ്യം കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ആരെങ്കിലും പറഞ്ഞേ, അപ്പോൾ ആ പോയിന്റ് ഒന്ന് പറഞ്ഞേ, ആൻസി പറഞ്ഞേ. ഒരു പേജിന് മെറ്റാ ഡിസ്ക്രിപ്ഷൻ നമ്മൾ ഫസ്റ്റ് ടൈം കൊടുക്കുമ്പോൾ ഫോക്കസ് ചെയ്യുന്ന കീവേഡ് ഒരു പ്രാവശ്യം കൊടുക്കുന്നത് നല്ലതാണ്. പറഞ്ഞു നോക്കി ആൻസി. മെറ്റാ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുമ്പോൾ കീവേഡ് ഒരു പ്രാവശ്യം കൊടുക്കുന്നത്, നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കീവേഡ് ഒരു പ്രാവശ്യം കൊടുക്കുന്നത് വളരെ നല്ലതാണ്. എന്നാൽ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കൂടുതൽ നമ്മളെ കീവേഡുകളുടെ വേറെ വേരിയൻസോ അടുത്തടുത്ത് കുറേ കൂടുതൽ കീവേഡ്സോ കൊടുക്കുന്നത് ഉചിതമല്ല. എന്നാൽ നമ്മളെ കീവേഡ് തന്നെ കൊടുക്കാൻ നമുക്കൊരു മടിയുണ്ട്, കീവേഡ് കൊടുക്കണ്ട, അങ്ങനെ ഒരു ഇതുവരും ഒരു നാച്ചുറൽ ആയിട്ടുള്ള രീതിയിലുള്ള കീവേഡല്ല. കാരണം നമ്മൾ കൊടുക്കുന്ന കീവേഡ് ഒരു നീളം കൂടിയ കീവേഡ്, ഒരു 3-4 വേർഡ്സ് ഒക്കെ ഉള്ള ഒരു കീവേഡാണ്, അല്ലെങ്കിൽ 5 വേർഡ്സുള്ള ഒരു നീളം കൂടിയ കീവേഡ്സാണ് വെച്ചോ. നീളം കൂടിയ കീവേഡുകളെ ലോങ് ടൈൽഡ് കീവേഡ് എന്ന് പറയും, എഴുതി വെച്ചോളൂ. ലോങ് ടൈൽഡ് കീവേഡ്. പിന്നെ ഒരു അവസരത്തിൽ വിശദമായിട്ട് പറഞ്ഞുതരാം. ലോങ് ടൈൽഡ് കീവേഡ് എന്ന് പറഞ്ഞ സംഗതി വെച്ച് കഴിഞ്ഞാൽ സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഉള്ള ഒരു സർവീസിനെ നമ്മൾ ഓഫർ ചെയ്ത് കാണിക്കുന്ന കീവേഡാണ് ലോങ് ടൈൽഡ് കീവേഡ്. ഉദാഹരണത്തിന് ഇപ്പം കേരള ടൂർ പാക്കേജസ് എന്നൊരു കീവേഡ് എടുക്കാം. ആ കീവേഡിൻ്റെ ലോങ് ടൈൽഡ് കീവേഡ് എന്ന് പറയുമ്പോൾ കേരള ടൂർ പാക്കേജസ് ഫ്രം മുംബൈ, അതൊരു ലോങ് ടൈൽഡ് കീവേഡാണ്. കേരള ടൂർ പാക്കേജസ് ഫ്രം കൊൽക്കത്ത, ലോങ് ടൈൽഡ് കീവേഡാണ്. അതിൻ്റെ പ്രത്യേകത, അത്രയും നീളം കൂടിയ കീവേഡുകളിൽ സെർച്ച് ചെയ്യാൻ വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടാകത്തുള്ളൂ. എന്നാൽ ചെറിയ കീവേഡുകളെ അപേക്ഷിച്ച് നമുക്ക് റാങ്ക് ചെയ്ത് വരാൻ വളരെ സാധ്യത പെട്ടെന്ന് എളുപ്പത്തിൽ നടക്കും. ലോങ് ടൈൽഡ് കീവേഡുകളുടെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് അങ്ങനെ സെർച്ച് ചെയ്ത് വരുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് കൊൽക്കത്തയിലുള്ള ആൾക്കാർ കേരള ടൂർ പാക്കേജ് എടുക്കാൻ വേണ്ടി കേരള ടൂർ പാക്കേജസ് ഫ്രം കൊൽക്കത്ത എന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളെ പേജിന് റാങ്ക് ചെയ്യിച്ച് പെട്ടെന്ന്, പക്ഷെ അവിടെ സെർച്ച് ചെയ്യുന്ന വോളിയൂം കുറവായിരിക്കും, പിന്നെ കുറച്ച് ആൾക്കാർ മാത്രമേ വിസിറ്റ് ചെയ്യാൻ സാധ്യത ഉണ്ടാവുള്ളൂ. പക്ഷേ ആ കീവേഡ് നമ്മുടെ വെബ്സൈറ്റ് ടോപ്പിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും എൻക്വയറി കിട്ടാനുള്ള ചാൻസ് കൂടുതലുമായിരിക്കും. അപ്പോൾ ലോങ് ടൈൽഡ് കീവേഡ് എന്ന് പറയുമ്പോൾ സ്പെസിഫിക് ആയിട്ട്, ഇപ്പോൾ ഞാൻ വേറൊരു ഉദാഹരണം പറയാം. ഉദാഹരണം നോക്കി, പേറ്റൻറ്റ് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്ന ഒരു കമ്പനിയുടെ കീവേഡ്, പേറ്റൻറ്റ് രജിസ്ട്രേഷൻ കമ്പനി അല്ലെങ്കിൽ പേറ്റൻറ്റ് രജിസ്ട്രേഷൻ സർവീസ് എന്ന് പറഞ്ഞൊരു കീവേഡ്, പേറ്റൻറ്റ് രജിസ്ട്രേഷൻ സർവീസ്. ഉദാഹരണത്തിന് പേറ്റൻറ്റ് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്ന ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ കീവേഡാണ് പേറ്റൻറ്റ് രജിസ്ട്രേഷൻ സർവീസ്. അപ്പോൾ ആ കീവേഡിനെ ജനറലായിട്ട് ഒരുപാട് ആൾക്കാർ സെർച്ച് ചെയ്യാനുണ്ടാവും. എന്നാൽ പേറ്റൻറ്റ് രജിസ്ട്രേഷൻ സർവീസസ് കൊച്ചി എന്നൊരു കീവേഡ്, അതിന് നമുക്ക് ലോങ് ടൈൽഡ് കീവേഡ് എന്ന് പറയാം. എന്താണ് അതിൻ്റെ പ്രത്യേകത? കൊച്ചിയിൽ നിന്ന് പേറ്റൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാൾ സെർച്ച് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു കീവേഡാണ്.
അപ്പോൾ അവിടെ നീളം കൂടിയ കീവേഡ്, അപ്പം നമ്മൾ അങ്ങനെ നീളം കൂടിയ കീവേഡൊക്കെ കൊടുക്കുന്ന സിറ്റുവേഷനിൽ ലോങ് ടൈൽഡ് കീവേഡ്സ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു ചമ്മലായിരിക്കും. എന്താ, മെറ്റാ ഡിസ്ക്രിപ്ഷനായിട്ട് ഇത്രയും നീളം കൂടിയ കീവേഡ് കൊടുക്കണ്ട. അവിടെ നമ്മൾ അങ്ങനെ കീവേഡ് കൊടുക്കാൻ നമുക്കൊരു മനസ്സില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, സിനോനിം ഉപയോഗിക്കാം. നമ്മളെ കീവേഡിന് ആ കീവേഡ് അങ്ങനെ തന്നെ ഉപയോഗിക്കാതെ അതിൻ്റെ അർത്ഥം വരുന്ന വേറെ വാക്കുകൾ ഉപയോഗിക്കാം എന്നുള്ളത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. എന്നിരുന്നാലും ഒന്നിൽ കൂടുതൽ പ്രാവശ്യം കീവേഡുകൾ മെറ്റാ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ പോർഷനകത്ത് കൊടുക്കുന്നത് അഡ്വൈസബിൾ അല്ല, അതൊരു നല്ല പ്രാക്ടീസ് അല്ല എന്നുള്ളത്. ഇനി മെറ്റാ ഡിസ്ക്രിപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ ആൻസിയെ കൊണ്ട് പറഞ്ഞ പോയിന്റ് ഓർമ്മയുണ്ടല്ലോ. ആദ്യമായിട്ടൊരു പേജിനെ ഒപ്റ്റിമൈസ് ചെയ്യുമ്പോൾ നമ്മളുടെ ഫോക്കസ് ചെയ്യുന്ന കീവേഡ് മെറ്റാ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുക്കുന്നത് നല്ലതാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അത് നമുക്ക് റാങ്കിങ്ങിനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും, നല്ല യൂസ്ഫുൾ ആയിരിക്കും. ക്ലിക്സ് കിട്ടാൻ, CTR റേറ്റ് മെച്ചപ്പെടാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, ഒരു കീവേഡ് കൊടുത്ത് നമ്മളൊരു പേജിനെ ഒപ്റ്റിമൈസ് ചെയ്ത് ആ കീവേഡിന് നമ്മൾ പേജ് റാങ്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ കുറച്ച് നാൾ കഴിയുമ്പം നമുക്ക് ആ മെറ്റാ ഡിസ്ക്രിപ്ഷനെ കുറച്ചുകൂടെ മോഡിഫൈ ചെയ്ത് കുറച്ചുകൂടെ കൺവിൻസിങ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു മാർക്കറ്റിംഗ് രീതിയിലൊക്കെ മാറ്റുന്നത് കുറച്ചുകൂടെ നല്ലതാണ്. എഴുതി വെക്കണം, നമ്മളെ പേജിന് മെറ്റാ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുമ്പോൾ ഫോക്കസ് ചെയ്യുന്ന കീവേഡ് ഉൾപ്പെടുത്തിയാണ് ആദ്യം നമ്മൾ റെഡിയാക്കുന്നതെങ്കിലും ആ കീവേഡ് നമ്മൾ റാങ്ക് ചെയ്ത് വരുന്നു. പക്ഷേ ബെറ്റർ റാങ്കിങ് അല്ല, ഏറ്റവും ടോപ്പിൽ റാങ്കിങ് ഒന്നും അല്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ആ കീവേഡ് നമുക്ക് ഇംപ്രഷൻസ് കിട്ടുന്നുണ്ടാവും, പക്ഷേ ക്ലിക്സ് വളരെ കുറച്ചായിരിക്കും കിട്ടുന്നുണ്ടാവുക. അന്നേരം നമുക്ക് എന്ത് ചെയ്യാം? മെറ്റാ ഡിസ്ക്രിപ്ഷനെ കുറച്ചുകൂടെ മോഡിഫൈ ചെയ്ത് അട്രാക്റ്റീവ് ആക്കുന്നതിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഇപ്പം പറഞ്ഞ സംഗതികൾ നിങ്ങൾക്ക് ആർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. ഞാൻ വിശദീകരിച്ചു. എക്സാമ്പിൾ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, കമ്പ്യൂട്ടർ ഷോപ്പ് ഇൻ കൊച്ചി എന്നൊരു കീവേഡ് അല്ലേ, കമ്പ്യൂട്ടർ ഷോപ്പ് ഇൻ കൊച്ചി എന്നുള്ള കീവേഡിന് വേണ്ടി നമ്മളൊരു പേജിനെ ഒപ്റ്റിമൈസ് ചെയ്യണം. അപ്പോൾ അതിന് മെറ്റാ ഡിസ്ക്രിപ്ഷനകത്ത് കമ്പ്യൂട്ടർ ഷോപ്പ് ഇൻ കൊച്ചി എന്നുള്ള കീവേഡ് നമ്മൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ചു, ഒപ്റ്റിമൈസ് ചെയ്തു. എന്നിട്ട് നമ്മൾ കുറച്ച് നാൾ, ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞപ്പോൾ കമ്പ്യൂട്ടർ ഷോപ്പ് ഇൻ കൊച്ചി എന്നുള്ളൊരു കീവേഡിന് നമുക്ക് ഇംപ്രഷൻസ് കിട്ടുന്നുണ്ട്. സെർച്ച് കൺസോളിനകത്ത് നമുക്ക് ഇംപ്രഷൻ കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ ആരൊക്കെയോ കമ്പ്യൂട്ടർ ഷോപ്പ് ഇൻ കൊച്ചി എന്ന് അടിക്കുമ്പോൾ നമ്മുടെ പേജ് ഗൂഗിളിനകത്ത് കാണിക്കുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ചിലപ്പോൾ നമ്മൾ സെർച്ച് കൺസോളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ അല്ലെങ്കിൽ ഗൂഗിൾ എടുത്തിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ പേജ് ഫസ്റ്റ് പേജിൽ ഒരു 4ാമത്തെ 5ാമത്തെ പൊസിഷനിൽ കാണിക്കുന്നു, അല്ലെങ്കിൽ 4ാമത്തെ പൊസിഷനിൽ കിടക്കണമെന്ന് വിചാരിച്ചോ. അപ്പം അങ്ങനെ ഒരു 4ാമത്തെ പൊസിഷനിലോട്ടൊക്കെ വരുന്ന തുടങ്ങുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ടാവും? ഇംപ്രഷൻസ് കിട്ടുന്നുണ്ടാവും. അപ്പോൾ പുതിയൊരു വാക്ക് കിട്ടി, ഇംപ്രഷൻ. ചിലപ്പോൾ ഞാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടാവും. ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായിക്കൊള്ളുക, ഏതെങ്കിലും ഒരു കീവേഡിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ പേജ് ഗൂഗിൾ സെർച്ച് റിസൾട്ടിനകത്ത് കാണിച്ചാൽ ആ കീവേഡിന് നമുക്കൊരു ഇംപ്രഷൻ കിട്ടി എന്നാണ് അർത്ഥം. റിപ്പീറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ പറഞ്ഞ വെബ്സൈറ്റ് കമ്പ്യൂട്ടർ ഷോപ്പ് ഇൻ കൊച്ചി എന്നുള്ളൊരു കീവേഡിന് 1ാമത്തെ പേജിൽ 3ാമത്തെ 4ാമത്തെ പൊസിഷനിൽ റാങ്ക് ചെയ്യുമ്പോൾ, ലിസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ടാവും? ഓരോ ആൾക്കാർ സെർച്ച് ചെയ്യുമ്പോഴും സെർച്ച് റിസൾട്ടിനകത്ത് നമ്മൾ വെബ്സൈറ്റ് കാണിച്ചാൽ നമുക്കൊരു ഇംപ്രഷൻ കിട്ടുന്നുണ്ടാവും. അല്ല, ഇപ്പോൾ 5 പേര് ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരത്തിനിടയ്ക്ക് 5 പേര് കമ്പ്യൂട്ടർ ഷോപ്പ് ഇൻ കൊച്ചി എന്ന് അടിച്ചു. അപ്പോഴൊക്കെയും നമ്മളെ വെബ്സൈറ്റ് ഗൂഗിളിനകത്ത് ഇൻഡെക്സ് ചെയ്ത് കാണിച്ചു. അപ്പോൾ നമുക്ക് ആ കീവേഡ് നമുക്ക് എത്ര ഇംപ്രഷൻ കിട്ടി? 5 ഇംപ്രഷൻ കിട്ടി. 5 പ്രാവശ്യവും കാണിച്ചെങ്കിൽ നമുക്ക് 5 ഇംപ്രഷൻ കിട്ടി. അപ്പോൾ നമ്മൾ അങ്ങനെ ഇംപ്രഷൻ കിട്ടുന്നുണ്ട്. ഉദാഹരണത്തിന് കമ്പ്യൂട്ടർ ഷോപ്പ് ഇൻ കൊച്ചി എന്നുള്ളൊരു കീവേഡ് നമ്മൾ 4ാമത്തെ പൊസിഷനിൽ എത്തിയിട്ടുണ്ട്. ആ ഒരു മാസത്തിൽ നമുക്ക് ഒരു 250 ഇംപ്രഷൻ കിട്ടി. കമ്പ്യൂട്ടർ ഷോപ്പ് ഇൻ കൊച്ചി എന്നുള്ളൊരു കീവേഡിന് ഒരു മാസത്തിനുള്ളിൽ 250 ഇംപ്രഷൻ കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആൻസിക്ക് മനസ്സിലായത്? എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചു നോക്കി. ഒരു കൂടെ റിപ്പീറ്റ് ചെയ്യാം. ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യണോ? ഒരു മാസത്തിനുള്ളിൽ ക്ലിയർ ആയില്ല. ഓക്കെ, ഒരു മാസത്തിനുള്ളിൽ കമ്പ്യൂട്ടർ ഷോപ്പ് ഇൻ കൊച്ചി എന്നുള്ളൊരു കീവേഡിന് നമുക്ക് 250 ഇംപ്രഷൻസ് കിട്ടി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നതെന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ. എന്താണ് അതുകൊണ്ട് മീൻ ചെയ്യണത്? യെസ്, മെഡിക്കി, അത്രേ ഉള്ളൂ. അതായത് ഒരു മാസത്തിനുള്ളിൽ 250ഓളം ആൾക്കാർ ഗൂഗിളിനകത്ത് എന്ത് ചെയ്തു? കമ്പ്യൂട്ടർ ഷോപ്പ് ഇൻ കൊച്ചി എന്ന് അടിച്ചപ്പോഴൊക്കെയും നമ്മളെ പേജ് ഗൂഗിളിനകത്ത് വിസിബിൾ ആയിരുന്നു, ഇൻഡെക്സ് ചെയ്ത് കാണിച്ചു, 250 പ്രാവശ്യം കാണിച്ചു എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? നമുക്ക് 4ാമത്തെ പറഞ്ഞോ ആരാ? അത് ഫസ്റ്റ് പേജിൽ തന്നെ കാണിച്ചു എന്ന് തന്നെയല്ലേ സാർ? ഫസ്റ്റ് പേജിലാണ് ഒരാൾ റിസൾട്ട് നിൽക്കുന്നത്. അപ്പം നല്ല ക്വസ്റ്റ്യൻ ആണ് അത്. ഒരാൾ കമ്പ്യൂട്ടർ ഷോപ്പ് ഇൻ കൊച്ചി എന്ന് അടിച്ചു. അപ്പോൾ നമ്മൾ 4ാമത്തെ ക്വസ്റ്റ്യനാണ് കിടക്കുന്നത്. ഫസ്റ്റ് പേജ് കിടക്കണമെങ്കിൽ നമുക്ക് എന്തായാലും 10 എത്ര പ്രാവശ്യം സെർച്ച് ചെയ്യുന്നുണ്ടോ അത്രയും ഇംപ്രഷൻ കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ് കാണിക്കുന്നുണ്ടെങ്കിൽ. ഇനി നോക്കി, നമ്മുടെ പേജ് കമ്പ്യൂട്ടർ ഷോപ്പ് ഇൻ കൊച്ചി എന്നുള്ളൊരു കീവേഡിന് 2nd പേജിലാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇംപ്രഷൻ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര പേരാണോ സെർച്ച് ചെയ്തിട്ട് ഗൂഗിളിൻ്റെ 2ാമത്തെ പേജിലേക്ക് വരുന്നത് അത്ര ഇംപ്രഷനാണ് കിട്ടുക. ക്ലിയർ ആയോ? ഇപ്പോൾ അജീഷിൻ്റെ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ടുണ്ടാവും.
റിപ്പീറ്റ് ചെയ്യാം. ഒന്നാമത്തെ പേജിൽ നമ്മളെ വെബ്സൈറ്റിൻ്റെ പേജ് ലിസ്റ്റ് ചെയ്ത് കാണിക്കുമ്പോൾ എത്ര പേര് സെർച്ച് ചെയ്യുമ്പോഴാണോ ഒന്നാമത്തെ പേജിനകത്ത് കാണിച്ചത് അത്രയും ഇംപ്രഷൻ കിട്ടും. എന്നാൽ നമ്മളെ പേജ് അൺഫോർച്ചുനേറ്റ്ലി നമ്മളെ വെബ്സൈറ്റ് എന്ത് ചെയ്തില്ല, ഒന്നാമത്തെ പേജിലോട്ട് എത്തിയില്ല, രണ്ടാമത്തെ പേജിലാണ് കിടക്കുന്നത്. ഉദാഹരണത്തിന് ഒരു 15ാമത്തെ പൊസിഷനാണ് നമ്മൾ കിടക്കുന്നത്. ഉദാഹരണത്തിന് കമ്പ്യൂട്ടർ ഷോപ്പിൽ കൊച്ചി നടിക്കുമ്പോൾ നമ്മുടെ വെബ്സൈറ്റ് രണ്ടാമത്തെ പേജിലാണ് കിടക്കുന്നതെങ്കിൽ അവിടെ ഒന്നാമത്തെ പേജിനകത്ത് 350 വന്നിട്ട് പോയി കഴിഞ്ഞാൽ ഇംപ്രഷൻ കിട്ടൂല. ആ 350 പേരിൽ ഒരു 10-25 പേര് ആ കീവേഡ് സെർച്ച് ചെയ്തിട്ട് ഗൂഗിളിനകത്തുള്ള രണ്ടാമത്തെ പേജിൻ്റെ റിസൾട്ടിലോട്ട് പോയാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, ഇംപ്രഷൻ കിട്ടത്തുള്ളൂ. അതിൽ എത്ര പേര് പോയോ, ഉദാഹരണത്തിന് 15 ഇംപ്രഷൻ കിട്ടിയെന്ന് വെച്ചോ, അപ്പോൾ 15 പേര് പോയെന്നാണ് അർത്ഥം രണ്ടാമത്തെ പേജ് കിടക്കുമ്പോൾ. ഈ പൊസിഷനും നമ്പർ ഓഫ് ഇംപ്രഷനും എത്ര അതിൽ ക്ലിക്ക് കിട്ടിയെന്നുള്ള കണക്കുമൊക്കെ നമ്മൾ പഠിക്കുന്ന സെർച്ച് കൺസോളിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സെർച്ച് കൺസോൾ പഠിക്കുമ്പോൾ ഡീറ്റെയിൽഡ് ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ അതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കോൺടെസ്റ്റിലേക്ക് തിരിച്ചു പോകാം. ഒരു മാസത്തിനുള്ളിൽ നമുക്ക് എന്ത് കിട്ടി, 250 ഇംപ്രഷൻ കിട്ടി. ഏത് കീവേഡിന്, കമ്പ്യൂട്ടർ ഷോപ്പിൽ കൊച്ചി എന്നുള്ളൊരു കീവേഡിന്. പക്ഷേ അവിടെ നമ്മൾ ആവറേജ് പൊസിഷൻ നോക്കുമ്പോൾ 4 കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ 4ാമത്തെ പൊസിഷനിലാണ് കിടക്കുന്നത്. 250ഓളം ഇംപ്രഷൻസ് കിട്ടി. അതിൻ്റെ അർത്ഥം 250ഓളം പേര് ഒരു മാസത്തിനുള്ളിൽ ഗൂഗിളിനകത്ത് കമ്പ്യൂട്ടർ ഷോപ്പിൽ കൊച്ചി എന്നൊക്കെ സെർച്ച് ചെയ്തപ്പോഴൊക്കെയും നമ്മുടെ പേജ് ഗൂഗിളിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു, ഇംപ്രഷൻ കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ കിട്ടിയ ക്ലിക്ക് ഒരു 4 ക്ലിക്കാണ് ആകെ കിട്ടിയത്. അപ്പോൾ 4 പേര് ക്ലിക്ക് ചെയ്ത് വെബ്സൈറ്റിലേക്ക് വന്നുള്ളൂ എന്നാണ് അർത്ഥം. ഇതുവരെ എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? നിതിൻ, ഇതുവരെ ഓക്കെ ആണോ? മനസ്സിലായി. നിതിൻ്റെ അടുത്ത് ഓക്കെയാണ്. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ മെറ്റാ ഡിസ്ക്രിപ്ഷനെ മോഡിഫൈ ചെയ്യാം. നമ്മളെ മെറ്റാ ഡിസ്ക്രിപ്ഷൻ എവിടെ കാണിക്കും? നമ്മളെ മെറ്റാ ഡിസ്ക്രിപ്ഷൻ ഗൂഗിളിൻ്റെ സ്നിപ്പറ്റിനകത്ത് കാണിക്കും. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ ഷോപ്പ് എന്ന് പറയുന്ന ഈ വെബ്സൈറ്റിനകത്ത് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഷോപ്പിൻ കൊച്ചി എന്നുള്ളൊരു കീവേഡിന് ലിസ്റ്റ് ചെയ്യുന്ന ആ പേജിനെ ഞാൻ സെലക്ട് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ആദ്യം ആ ഷോപ്പ് ഓണറിൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങളുടെ ഷോപ്പിലേക്ക് കുറച്ച് സെയിൽസ് കൂട്ടുന്ന അല്ലെങ്കിൽ കുറച്ച് കച്ചവടം നടക്കുന്നതിലേക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ഓഫർ കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ ഷോപ്പുകാർ പറഞ്ഞു, ഓക്കെ, ഒരു ചെറിയൊരു ഓഫർ കൊടുക്കാം, എന്താ സീസണൽ ഓഫർ കൊടുക്കാം, എന്താ ദീപാവലി പ്രമാണിച്ച് ഇന്ന മാസത്തിൽ അല്ലെങ്കിൽ ഒരു 15 ദിവസം ഒരു ചെറിയ റിഡക്ഷൻ കൊടുക്കാം, അല്ലെങ്കിൽ ഒരു സ്ക്രാച്ച് കാർഡ് കൊടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ലാപ്ടോപ്പ് വാങ്ങിക്കുന്ന ആൾക്കാർ, കമ്പ്യൂട്ടർ ഷോപ്പ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ കമ്പ്യൂട്ടറും ലാപ്ടോപ്പൊക്കെ വിൽക്കുന്നുണ്ടാവും. അപ്പോൾ ലാപ്ടോപ്പ് വാങ്ങിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരു 500 രൂപ വിലയുള്ള ഒരു ഹെഡ്സെറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു കോർഡ്ലെസ് മൗസ് കൊടുക്കാം. കമ്പ്യൂട്ടർ വാങ്ങിക്കുന്ന ആൾക്കാർക്ക് ഒരു UPS വേണമെങ്കിൽ ഫ്രീ ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ഹെഡ്സെറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു കോർഡ്ലെസ് മൗസ് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു പെൻ ഡ്രൈവ് കൊടുക്കാം, ഇല്ലേ, ഒരു 300-400 രൂപ വരെയുള്ള ഒരു അഡീഷണൽ സാധനം കൊടുക്കാം, എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ഡിസ്കൗണ്ട് കൊടുക്കാം. അപ്പോൾ അതിന് അവർ സന്നദ്ധരായി. അപ്പോൾ മനസ്സിലാക്കണം, നമ്മുടെ പൊസിഷൻ ഇപ്പോൾ എവിടെയാണ്? 4ാമത്തെ പൊസിഷനാണ് കിടക്കണേ. നമ്മൾ കമ്പ്യൂട്ടർ ഷോപ്പിൻ കൊച്ചി എന്നുള്ള ഫോക്കസിങ് കീവേഡ് ഒരു പ്രാവശ്യം ഉൾപ്പെടുത്തി റാങ്ക് ചെയ്ത് അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്ത് 4ാമത്തെ പൊസിഷൻ കിടക്കേണ്ടത് നമുക്ക് 250ഓളം ഇംപ്രഷൻ കിട്ടി. പക്ഷേ ക്ലിക്സ് 3-4 കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കമ്പ്യൂട്ടർ ഷോപ്പിൻ്റെ ഓണറിൻ്റെ അടുത്ത് ചോദിച്ച് ആ ഡിസിഷൻ മേക്കർ പറഞ്ഞു, ഓക്കെ, സെയിൽസ് നടക്കുകയാണെങ്കിൽ ബ്രഹ്മദാസേ അതിനകത്ത് നമുക്ക് ഓരോ ലാപ്ടോപ്പിൻ്റെ കൂടെയും വേണമെങ്കിൽ ഒരു 250 രൂപയുടെ ഒരു കോർഡ്ലെസ് മൗസ് അല്ലെങ്കിൽ ഒരു 500 രൂപയുടെ കോർഡ്ലെസ് മൗസ് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ഹെഡ്സെറ്റ് കൊടുക്കാം, അങ്ങനെ ഒരു ഇത് കൊടുക്കാൻ അവർ ബില്ലിംഗ് ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ പേജിൻ്റെ മെറ്റാ ഡിസ്ക്രിപ്ഷൻ എടുത്ത് മോഡിഫൈ ചെയ്തു. എന്താ മോഡിഫൈ ചെയ്തത്, ഈ ഒരു ദീപാവലി സീസണിൽ നിങ്ങൾക്കൊരു അഷ്വേർഡ് ഗിഫ്റ്റ് ഉണ്ട്, അത് ഹെഡ്സെറ്റോ ഇത്ര രൂപ വരെയുള്ള ഒരു അഷ്വേർഡ് ഗിഫ്റ്റ് 100% നിങ്ങൾക്ക് കിട്ടും എന്നുള്ള രീതിയിൽ കൊടുക്കും. അതായത് അവിടെ കൊടുക്കുന്ന ഡിസ്ക്രിപ്ഷൻ്റെ അർത്ഥം ഇങ്ങനെ വരും, ദീപാവലി പ്രമാണിച്ച് നമ്മൾ ലാപ്ടോപ്പ് വാങ്ങിക്കുന്ന ആൾക്കാർക്ക്, നമ്മളെ കയ്യിൽ നിന്ന് ലാപ്ടോപ്പ് വാങ്ങിക്കുന്ന ആൾക്കാർക്ക് ഒരു ഇന്ന കമ്പനിയുടെ അല്ലെങ്കിൽ ബോട്ട്സിൻ്റെ ഒരു ഹെഡ്സെറ്റും, അല്ലെങ്കിൽ ഒരു അല്ലെങ്കിൽ എന്താ മൗസൊക്കെ വരുന്ന കമ്പനി ഏതാണ്, മൈക്രോസോഫ്റ്റിൻ്റെ ഒരു കോർഡ്ലെസ് മൗസും അങ്ങനെയൊക്കെ കൊടുക്കുന്നു എന്ന് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തു. അപ്പോൾ എന്താ സംഭവിക്കുക, ഒരാൾ ഗൂഗിളിനകത്ത് കമ്പ്യൂട്ടർ ഷോപ്പിനെ സെർച്ച് ചെയ്തു, ഇല്ലേ, ആദ്യം കാണിക്കുന്ന റിസൾട്ട് ചിലപ്പം ഓക്സിജൻ പോലെയുള്ള റിസൾട്ടായിരിക്കും, രണ്ടാമത് കാണിക്കുന്ന വേറൊരു ഷോപ്പ് കാണിച്ചു, മൂന്നാമതാണ് നമ്മൾ കിടക്കുന്നത്, അല്ലെങ്കിൽ 4ാമതാണ് നമ്മൾ കിടക്കുന്നത്. അവരുടെ ശ്രദ്ധ നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അവർ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താ കിടക്കുക, ഓക്കെ, നമ്മൾ ദീപാവലി പ്രമാണിച്ച് ഓഫർ കൊടുക്കുന്നുണ്ട്. ഇത് കമ്പ്യൂട്ടർ ഷോപ്പ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് വരുന്ന ആൾക്കാരെ പോലെയല്ല. ഒരു മോഡലിന് വേണ്ടി സെർച്ച് ചെയ്യുന്ന ഒരാളിനെ ആലോചിച്ച് നോക്കി, ഒരു HP-യുടെ അല്ലെങ്കിൽ ഒരു സോണി വയോ എന്ന് പറയുന്ന മോഡലിനെ സെർച്ച് ചെയ്ത് വരുന്ന ഒരാളിന് നമ്മൾ കൊടുക്കുന്ന ഡിസ്ക്രിപ്ഷനകത്ത് ഈ ദീപാവലി പ്രമാണിച്ച് നിങ്ങൾ സോണി വയോ ലാപ്ടോപ്പ് നമ്മളിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഒരു ഹെഡ്സെറ്റ് ഫ്രീ ആയിട്ട് കിട്ടും, ഫ്രീ ഓഫ് കോസ്റ്റ് കിട്ടും, 500 രൂപ വിലയുള്ള ഹെഡ്സെറ്റ് കിട്ടും, അല്ലെങ്കിൽ കോർഡ്ലെസ് മൗസ് കിട്ടും. അങ്ങനെയൊക്കെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുമ്പോൾ അവർ സോണി വയോ ലാപ്ടോപ്പിന് വേണ്ടിയിട്ടാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്തത്. ആദ്യം കിടക്കുന്ന റിസൾട്ട് ആമസോൺ, രണ്ടാമത് കിടക്കുന്ന റിസൾട്ട് ഫ്ലിപ്കാർട്ട്, മൂന്നാമത് കിടക്കുന്ന റിസൾട്ട് എന്താ ഓക്സിജൻ, 4ാമതാണ് നമ്മളെ ഷോപ്പിൻ്റെ റിസൾട്ട് കിടക്കുന്നത്. പക്ഷേ അവിടെ എന്തുണ്ട്, ഒരു ഓഫർ എഴുതി വെച്ചിട്ടുണ്ട്, ഇല്ലേ? ആ ഓഫർ വായിക്കുന്ന ആൾക്കാർ എന്തിനുള്ള സാധ്യത ഉണ്ടാകും,
ക്ലിക്ക് ചെയ്ത് നമ്മളെ വെബ്സൈറ്റിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ടാവും. പിടികിട്ടുന്നുണ്ടോ? ആർക്കെങ്കിലും മനസ്സിലാവാതുണ്ടോ ഇപ്പോൾ പറഞ്ഞ പോയിന്റ്? നമ്മളെ മെറ്റാ ഡിസ്ക്രിപ്ഷൻ നമ്മൾക്ക് എന്തെങ്കിലും അട്രാക്റ്റീവായിട്ടുള്ള ഓഫറോ എന്തെങ്കിലും കൊടുത്ത് പിന്നെ മോഡിഫൈ ചെയ്യാം എന്നാണ് ഞാൻ പറഞ്ഞത്. ആദ്യം നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും ചെയ്യുക? കീവേഡ് റാങ്ക് ചെയ്യുന്നതിലേക്ക് വേണ്ടിയുള്ള രീതിയിൽ കീവേഡ് ഉൾപ്പെടുത്തിയോ അല്ലെങ്കിൽ സിനോനിം ഉപയോഗിച്ചോ ഒപ്റ്റിമൈസ് ചെയ്യുക. എന്നാൽ നമ്മൾ ലിസ്റ്റ് ചെയ്ത് വന്നു, നമുക്ക് ഒരുപാട് ഇംപ്രഷൻ കിട്ടുന്നുണ്ട്, ക്ലിക്കിലേക്ക് കൺവേർട്ട് ചെയ്യുന്നില്ല. നമുക്ക് എന്ത് കിട്ടിയാലേ കാര്യം നടക്കുള്ളൂ? ക്ലിക്ക് കിട്ടി വെബ്സൈറ്റിലേക്ക് വിസിറ്റ് വന്നാൽ മാത്രമേ പ്രോഡക്റ്റ് സെലക്ട് ചെയ്ത ആൾക്കാർ പർച്ചേസ് ചെയ്യത്തുള്ളൂ അല്ലെങ്കിൽ എൻക്വയറി നടത്തത്തുള്ളൂ എന്ന് നമുക്കറിയാം. അല്ലാതെ സെർച്ച് റിസൾട്ടിൽ മാത്രം കാണിച്ചിട്ട് വലിയ കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പോൾ നമ്മുടെ പേജിനകത്തേക്ക് വരാൻ ശ്രമിക്കുന്ന ആൾക്കാർ, നമ്മുടെ വെബ്സൈറ്റിനകത്തേക്ക് വരാൻ ശ്രമിക്കുന്ന ആൾക്കാർക്ക് നമ്മളെ പേജിനകത്ത് കൊടുത്തേക്കുന്ന മെറ്റാ ഡിസ്ക്രിപ്ഷൻ ഒരു അട്രാക്ഷൻ കൂട്ടുന്നതാകയാൽ നമ്മൾ കൊടുക്കുന്ന മെറ്റാ ഡിസ്ക്രിപ്ഷനകത്ത് എന്തെങ്കിലും ഒരു ഓഫർ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്തിനുള്ള സാധ്യത ഉണ്ടാകും? നമ്മളുടെ വെബ്സൈറ്റിലേക്ക് അവർ ക്ലിക്ക് ചെയ്ത് വരാനുള്ള സാധ്യത കൂടും. അവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മളെ മെറ്റാ ഡിസ്ക്രിപ്ഷൻ അട്രാക്റ്റീവ് ആക്കുന്നതിലൂടെ അല്ലെങ്കിൽ ഇംപ്രവൈസ് ചെയ്ത് വീണ്ടും എഴുതി കൊടുക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മളെ പേജിൻ്റെ അട്രാക്റ്റീവ്നെസ് കൂട്ടാം. നമുക്കവിടെ CTR റേറ്റ് കൂട്ടാം. എന്താണ് CTR റേറ്റ്? ക്ലിക്ക് ത്രൂ റേറ്റ്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും ക്ലിക്ക് ത്രൂ റേറ്റ് അല്ലേ? നമുക്ക് ഇത്ര ഇംപ്രഷൻ കിട്ടുമ്പോൾ അതിന് ഇത്ര ക്ലിക്കിലോട്ട് കൺവേർട്ട് ആകുന്നു എന്ന് പറയുന്ന ക്ലിക്ക് ത്രൂ റേറ്റ് മെച്ചപ്പെടുത്താൻ നമ്മളത് ഹെൽപ്പ് ചെയ്യും. എന്താ ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മളുടെ മെറ്റാ ഡിസ്ക്രിപ്ഷനകത്ത് നമുക്ക് എന്തെങ്കിലും ഓഫറോ ആൾക്കാരെ അട്രാക്ട് ചെയ്യാനുള്ള എന്തെങ്കിലും ഓഫറോ അല്ലെങ്കിൽ എന്തെങ്കിലും ആഡ് ഓണോ അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഡിസ്കൗണ്ടോ ഒക്കെ കൊടുക്കാനായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഡിസ്ക്രിപ്ഷനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇനി മെറ്റാ ഡിസ്ക്രിപ്ഷൻ മോഡിഫൈ ചെയ്യുന്നതുകൊണ്ടുള്ള വേറെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പേജിൻ്റെ ക്യാച്ച് എടുത്ത് നോക്കാതെ തന്നെ ഗൂഗിളിനകത്ത് നമ്മൾ പേജ് ഇൻഡെക്സ് ചെയ്ത് കാണിക്കുമ്പോൾ നമ്മൾ റീസെൻ്റായിട്ട് കൊടുത്ത മെറ്റാ ഡിസ്ക്രിപ്ഷൻ അവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ മെറ്റാ ഡിസ്ക്രിപ്ഷൻ കൊടുത്തതിന് ശേഷം അത് ക്യാച്ചായി എന്നുള്ളതൊക്കെ നമുക്ക് വിശദീകരിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അതൊരു വലിയ സംഭവം തന്നെയാണ് മെറ്റാ ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ നമ്മൾ മെറ്റാ ഡിസ്ക്രിപ്ഷനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മെറ്റാ ഡിസ്ക്രിപ്ഷനെ പറ്റി നമ്മൾ ഇന്നലെ പഠിച്ചു തുടങ്ങിയതാണ്. ഒരു പേജിന് മെറ്റാ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുമ്പോൾ 155 to 160 ക്യാരക്ടേഴ്സ് കൊടുക്കാമെന്നും മെറ്റാ ഡിസ്ക്രിപ്ഷൻ ഒരു ബ്ലോഗ് പോസ്റ്റിനും ആർട്ടിക്കിളിനൊക്കെയാണ് കൊടുക്കണമെങ്കിൽ 150ക്കുള്ളിൽ ലിമിറ്റ് ചെയ്യണമെന്നും അതിൻ്റെ പിക്സൽ വിഡ്ത്ത് ലിമിറ്റേഷൻ 1024 ആണെന്നും നമ്മുടെ പേജിന് ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള മെറ്റാ ഡിസ്ക്രിപ്ഷനാണ് കൊടുക്കേണ്ടതെന്നും അത് യുണീക്ക് ആയിരിക്കണം. വേറെ പേജിനകത്ത് കൊടുത്തിരിക്കുന്ന മെറ്റാ ഡിസ്ക്രിപ്ഷനുകളോ പേജിൻ്റെ കണ്ടൻറ്റുകളോ വരാൻ പാടില്ല. എന്നാൽ അതേ സെയിം പേജിനകത്തുള്ള കണ്ടൻറ്റ് ആകാമെന്ന് പഠിച്ചു. പിന്നെ ഇന്ന് നമ്മൾ പുതുതായിട്ട് പഠിച്ചതാണ്, ഇന്ന് പുതുതായിട്ട് റീസെൻ്റായിട്ട് ജോയിൻ ചെയ്ത ആളിന് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പഠിപ്പിച്ച കാര്യം റിപ്പീറ്റ് ചെയ്യണത്. ശ്രദ്ധിക്കണം. പറഞ്ഞ കാര്യം നോക്കി, നമ്മളൊരു മെറ്റാ ഡിസ്ക്രിപ്ഷൻ കൊടുത്തില്ലെങ്കിലോ കൊടുത്തിരിക്കുന്ന മെറ്റാ ഡിസ്ക്രിപ്ഷൻ പേജിന് അല്ലെങ്കിൽ ആ പേജിന് റെലവൻ്റ് അല്ലാതെ വരികയോ ചെയ്തു കഴിഞ്ഞാൽ ഗൂഗിൾ ആ മെറ്റാ ഡിസ്ക്രിപ്ഷനെ സ്വീകരിച്ചില്ലെന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ എടുത്തു കാണിക്കാൻ ചാൻസ് ഉള്ളത്? നമ്മളെ പേജിനകത്തുള്ള കണ്ടൻറ്റ് എടുത്ത് കാണിക്കാൻ സാധ്യതയുള്ളത്. പേജിനകത്ത് ഏതെങ്കിലും ഒരു കണ്ടൻറ്റ് ഡിസ്ക്രിപ്ഷൻ എടുത്ത് കാണിക്കാനാണ് അവിടെ സാധ്യതയുള്ളത്. ആ എടുത്ത് കാണിക്കുന്ന ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് നമ്മളെ പേജിനകത്തുള്ള ഏതെങ്കിലും ഒരു ഡിസ്ക്രിപ്ഷൻ എടുത്ത് കാണിക്കുന്നതിനുള്ള സാധ്യത കൂടുതലുള്ളത് എവിടെയാണ്? ഏത് കണ്ടൻറ്റ് എടുത്ത് കാണിക്കാനാണ് സാധ്യത ഏറ്റവും കൂടുതൽ? ഐശ്വര്യ പറഞ്ഞു നോക്കി. പേജിനകത്തുള്ള കണ്ടൻറ്റ് മെറ്റാ ഡിസ്ക്രിപ്ഷൻ്റെ പകരമായിട്ട് ഗൂഗിൾ എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എടുത്ത് കാണിക്കാൻ സാധ്യതയുള്ളത് ഏത് കണ്ടൻറ്റ് പോർഷനാണെന്ന് ഞാൻ പറഞ്ഞു? ഐശ്വര്യ രാജ്. ഫസ്റ്റ് സെൻറ്റൻസ്, അതായത് പേജിൻ്റെ തുടക്കത്തിലുള്ള സെൻറ്റൻസ് ആണ് ഏറ്റവും കൂടുതൽ ആ പേജിന് റിലവൻ്റ് ആണെങ്കിൽ അതെടുത്ത് കൊടുക്കാനാണ് ഏറ്റവും ചാൻസ് കൂടുതലുള്ളത്. പിന്നെ ഞാൻ ലാസ്റ്റ് പറഞ്ഞ എന്താണ്, നമ്മൾ മെറ്റാ ഡിസ്ക്രിപ്ഷൻ കൊടുത്ത് ഫോക്കസിങ് കീവേഡ് ഒരു പ്രാവശ്യം കൊടുത്ത് ഒപ്റ്റിമൈസ് ചെയ്തതിന് ശേഷം കീവേഡിന് നമ്മൾ ഗൂഗിളിനകത്ത് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ടോപ്പിലോട്ടൊന്നും വരുന്നില്ല. അത് കാരണം നമുക്ക് ക്ലിക്സ് ഒന്നും കിട്ടുന്നില്ല. പകരം നമ്മളെ പേജിനെ മെറ്റാ ഡിസ്ക്രിപ്ഷൻ നമ്മൾ കുറച്ചുകൂടെ മോഡിഫൈ ചെയ്ത് അതിനകത്ത് എന്തെങ്കിലും ഓഫറോ കാര്യങ്ങളോ കൊടുക്കാനുണ്ടെങ്കിൽ അതങ്ങനെ മോഡിഫൈ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ കൂടുതൽ CTR റേറ്റ്, കൂടുതൽ ക്ലിക്സ് നമുക്ക് കിട്ടാൻ അത് ഹെൽപ്പ് ചെയ്യും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നമ്മൾ മെറ്റാ ഡിസ്ക്രിപ്ഷൻ ഇമ്പ്രൂവ് ചെയ്ത് നമുക്ക് CTR റേറ്റ് ഇമ്പ്രൂവ് ചെയ്യാനുള്ളൊരു മാർഗ്ഗം ഞാൻ പറഞ്ഞല്ലോ. ഇതേപോലെ CTR ഇമ്പ്രൂവ് ചെയ്യാനുള്ള വേറെ എന്തെങ്കിലും മാർഗ്ഗം നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുണ്ടോ? റിപ്പീറ്റ് ചെയ്യാം. നമ്മളെ പേജ് ഗൂഗിളിനകത്ത് ഇൻഡെക്സ് ചെയ്യുന്നുണ്ട്, 4ാമത്തെ 5ാമത്തെ പൊസിഷന് കിടപ്പുണ്ട്. അതിൻ്റെ ക്ലിക്ക് ചെയ്യാനുള്ള സാധ്യത CTR റേറ്റ് അല്ലേ, കൂടുതൽ ക്ലിക്സ് ഒന്നാമത്തെ പൊസിഷനിൽ കിടക്കുന്ന ആൾക്കാർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ക്ലിക്ക് കിട്ടാൻ ചാൻസ് ഉള്ളത്. അത് കഴിഞ്ഞ് 2ാമത്തെ. എന്നാൽ നമ്മൾ 4ാമതാണ് കിടക്കുന്നത്. ആ സമയത്തും അത്യാവശ്യത്തിന് ക്ലിക്ക് കിട്ടാനുള്ള എന്തെങ്കിലും ഒരു സാധ്യത നിങ്ങളുടെ സൈഡിൽ നിന്ന് പറയാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. ആർക്കെങ്കിലും പറയാമോ? മനസ്സിൽ തോന്നുന്നു പറഞ്ഞോ, കുഴപ്പമില്ല. ഫ്രീ ഹോം ഡെലിവറി കാണിച്ചാൽ അത് ഞാൻ പറഞ്ഞാണെങ്കിൽ ഒരു ഓഫർ തന്നെയാണ്, നല്ല ഓഫർ തന്നെയാണ്. അതായത് നമുക്ക് ഇപ്പോൾ ഫുഡ് ഐറ്റം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഫ്രീ ഹോം ഡെലിവറി, അല്ലെങ്കിൽ നോക്കി അതിനെ കോൾ ടു ആക്ഷൻ എന്നൊക്കെ പറയും. കോൾ ടു ആക്ഷൻ എന്താണ്? നമുക്കവിടെ നമുക്ക് നോക്കി ഒരു പ്രോഡക്റ്റിൻ്റെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 10% റിഡക്ഷൻ. ആമസോണിലൊക്കെ കണ്ടിട്ടില്ലേ? സിറ്റി ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 10% റിഡക്ഷൻ കിട്ടും എന്നൊക്കെ പറഞ്ഞ് കാണിക്കണം. അത് നല്ലത് തന്നെയാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ ഓഫറിനകത്ത് കാണിക്കാൻ പറ്റുന്നതാണ്. ഈ ഓഫർ കാണിക്കുന്നത് പോലെ തന്നെ
നമ്മൾ പഠിച്ചതുമായിട്ട് കണക്ട് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും വേറൊരു സംഗതിയാണെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ സംഭവം കറക്റ്റ് തന്നെയാണ്. അത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ഓഫർ തന്നെയാണ്. വേറെ ഗൂഗിൾ ആഡ്സ് വഴി നമുക്ക് CTR റേറ്റ് കൂട്ടാൻ പറ്റും. CTR ഇതിപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഓർഗാനിക് ലിസ്റ്റിങ്ങിൻ്റെ കാര്യവും SEOയുടെ കാര്യവുമാണ്. ഗൂഗിൾ ആഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പേയ്മെൻറ്റ് കൊടുത്ത് നമ്മളെ പേജിനെ റാങ്ക് ഗൂഗിൾ ആഡ്സ് ആണ് നമ്മൾ ചെയ്യാൻ പോണതെങ്കിൽ ഈ ഓപ്റ്റിമൈസേഷനും കാര്യങ്ങളൊന്നും വലുതായിട്ട് വെബ്സൈറ്റിനകത്ത് വലുതായിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് അതിൻ്റെ പേജിനെ ആഡ്സ് ക്രിയേറ്റ് ചെയ്ത് പൈസ ഡംപ് ചെയ്ത് കൊടുക്കുക. ഗൂഗിളിനകത്തേക്ക് പൈസ അടച്ചു കൊടുക്കുന്നതനുസരിച്ച് നമ്മൾ പേജ് കാണിക്കും. നമ്മൾ ഗൂഗിൾ ആഡ്സിനകത്ത് പൈസ കൂടുതൽ കൊടുക്കുന്നത് അനുസരിച്ച് നമ്മളുടെ വെബ്സൈറ്റിനകത്തുള്ള CTR റേറ്റ് കൂട്ടാൻ വെച്ച് കഴിഞ്ഞാൽ പെയ്ഡായിട്ട് നമ്മൾ ക്ലിക്സ് കൂട്ടാൻ പറ്റും. പക്ഷേ ഓർഗാനിക്കായിട്ടുള്ള ലിസ്റ്റിങ്ങിനെ പറ്റിയും ഓർഗാനിക്കായിട്ട് നമ്മളെ പേജിനെ ലിസ്റ്റ് ചെയ്ത് റാങ്ക് ചെയ്ത് അതിൻ്റെ പ്രത്യേകത എന്താ? ഓർഗാനിക്കായിട്ട് റാങ്ക് ചെയ്യുമ്പോൾ ഉള്ള പ്രത്യേകത നമ്മൾക്ക് അതൊരു സേവിങ്സ് ബാങ്ക് പോലെയാണ്. നമുക്ക് ഓർഗാനിക്കായിട്ട് ലിസ്റ്റ് ചെയ്ത് അവിടെ തന്നെ കിടക്കുന്ന ഒരുപാട് ക്ലിക്സും വിസിറ്റൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് പൈസയൊന്നും പോകുന്നില്ലല്ലോ. നേരെ മറിച്ച് ആഡ്വേർഡ്സ് വഴി ചെയ്യുമ്പം ഓരോ ക്ലിക്ക് കിട്ടുമ്പോഴും നമ്മളെ കയ്യിൽ നിന്ന് പൈസ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെ ഒരു വ്യത്യാസം അതിനകത്തുണ്ട്. ഓക്കെ, വേറെന്തെങ്കിലും പറഞ്ഞോ. ഏകദേശം നിങ്ങൾ അവിടെ അടുത്തെത്തി. ഞാൻ നേരത്തെ സ്നിപ്പറ്റിനെ പറ്റി പറഞ്ഞപ്പോഴത്തേക്ക് 1-2 അഡ്വാൻസ് സ്നിപ്പറ്റിനെ പറ്റി പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? അഡ്വാൻസ് സ്നിപ്പറ്റ് എന്തൊക്കെയാ? ഉദാഹരണം പറഞ്ഞേ, ഓർക്കുന്നുണ്ടോ? ഐശ്വര്യ പറഞ്ഞു നോക്കിയേ, അഡ്വാൻസ് സ്നിപ്പറ്റിനകത്ത് എന്തൊക്കെ വരും? ബ്ലഡ് ക്രംബ് വരും. അത് വലിയ അട്രാക്ഷൻ ഉള്ളല്ലോ, ആരും ശ്രദ്ധിക്കാത്തൊരു സാധനമാണ്. പക്ഷേ ശ്രദ്ധിക്കുന്ന വേറെ പല കാര്യങ്ങളും ഞാൻ പറഞ്ഞായിരുന്നു അഡ്വാൻസ് സ്നിപ്പറ്റിനകത്ത്. മെഡിക്കൽ സ്റ്റാർ റേറ്റിംഗ്. അപ്പം നമ്മളെ പേജിനകത്ത് നമുക്ക് സ്റ്റാർ റേറ്റിംഗ് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ എന്തിനുള്ള സാധ്യത ഉണ്ടാകും? ആൾക്കാരുടെ ശ്രദ്ധ അവിടെ വരാം, ക്ലിക്ക് ചെയ്യാം. ഇനി അജീഷ് പറഞ്ഞ പോയിന്റിലേക്ക് തന്നെ വരാം. അജീഷ് പറഞ്ഞത് അവിടെ എന്തെങ്കിലും ഒരു ഇമേജ് പോലെ എന്തെങ്കിലും കൊടുക്കണം. ആ ഇമേജാണ് ഞാൻ ഇന്നലെ പറഞ്ഞ തംബ്നെയിൽ. ഓർക്കുന്നുണ്ടോ? അപ്പം നമ്മളെ പേജ് ലിസ്റ്റ് ചെയ്ത് കാണിക്കുമ്പോൾ ആ പേജുമായിട്ട് ബന്ധപ്പെട്ട ഒരു അട്രാക്റ്റീവ് തംബ്നെയിൽ, അത് ഇമേജ് കടത്തി വരുന്നതാണ്. അപ്പോൾ തംബ്നെയിൽ നമ്മൾ സ്നിപ്പറ്റിൻ്റെ കൂടെ കാണിക്കാൻ നമുക്ക് സാധിച്ചു. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ എനിക്ക് സ്റ്റാർ റേറ്റിംഗ് കാണിക്കാൻ സാധിച്ചു. എന്തിനുള്ള സാധ്യത ഉണ്ടാവും? ക്ലിക്ക് ത്രൂ റേറ്റ് കൂടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ക്ലിക്സ്, ഇംപ്രഷൻ, CTR റേറ്റ് അങ്ങനെയുള്ള സംഗതി അതിൽ നിന്ന് മെച്ചപ്പെടുത്താനുള്ള സാധ്യത, ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ധാരണ കിട്ടി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും നമുക്ക് അടുത്ത ഫേസിലേക്ക് കടക്കാം. ഓക്കെ, നമ്മൾ ഇനി അടുത്ത് പഠിക്കാൻ പോകുന്ന മെറ്റാ ഡിസ്ക്രിപ്ഷൻ. ഇനി മെറ്റാ ഡിസ്ക്രിപ്ഷനെ പറ്റി എഴുതിക്കുന്നതിൻ്റെ അവിടെ നിങ്ങൾ 2 ലൈൻ വരി വിടുക. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ എഴുതി ചേർക്കാം. ഇന്നലെ ടൈറ്റിലിൻ്റെ അവിടെ ഒരു വരി വിട്ടിട്ട് മാറ്റി എഴുതിയില്ലേ? നമ്മൾ പിന്നീട് എഴുതി ചേർത്ത് എന്തായിരുന്നു? രണ്ടാമത് എഴുതി ചേർത്തത് ടൈറ്റിലൊക്കെ യുണീക്ക് ആയിരിക്കണം അല്ലേ? പറഞ്ഞോ, ഹാൻഡ് റൈസ് ചെയ്താരാ? ഉറപ്പായിട്ടും. അയ്യോ, അങ്ങനെ ഒരു ഡൗട്ട് ഇനി വരല്ലേ, ഇങ്ങനെ വരല്ലേ? നോക്കി ഞാൻ കാണിച്ചത്. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തായാലും അങ്ങനെ ഒരു ഡൗട്ട് വന്ന സ്ഥിതിക്ക് തംബ്നെയിൽ എന്ന് പറയുന്നത് നമ്മൾ ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്യുമ്പോൾ ഓക്കെ, സെർച്ച് ചെയ്യുമ്പോൾ കണ്ടോ, ഇതാണ് നമ്മളെ പേജിൻ്റെ ഫേവിക്കോൺ കണ്ടോ? ഫേവിക്കോൺ ഇതാണ്. തംബ്നെയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ചില റിസൾട്ടൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഇതുപോലെ കാണിക്കും. ഇതാണ്, ദിസ് ഈസ് തംബ്നെയിൽ. അപ്പോൾ യൂട്യൂബിൻ്റെ ഒക്കെ വീഡിയോ മിക്കതിടുമ്പോഴും തംബ്നെയിൽ കാണിക്കും കണ്ടോ? ദിസ് ഈസ് തംബ്നെയിൽ. അപ്പോൾ നമ്മൾക്ക് ഉദാഹരണത്തിന് നോക്കിയേ, കുറച്ച് അട്രാക്റ്റീവ് ആയിട്ട് ഉള്ള സാധനം കാണിച്ചു നോക്കിയാൽ നമ്മൾക്ക് പാലട പായസം. ഓക്കെ, അങ്ങനെ ഞാൻ സെർച്ച് ചെയ്യും. ഓക്കെ, പാലട പായസം എന്ന് ഞാൻ സെർച്ച് ചെയ്തു, അല്ലെങ്കിൽ പാലട പായസം റെസിപ്പി എന്ന് സെർച്ച് ചെയ്തു. നോക്കിയേ, ഇവിടുത്തെ പ്രത്യേകത നോക്കി നല്ല അട്രാക്റ്റീവായിട്ടുള്ള തംബ്നെയിൽ അവിടെ വരുന്നത് കൊണ്ട് എന്ത് വരാം? ആൾക്കാരുടെ ശ്രദ്ധ അവിടെ വരാം. ഇത് കൂടാഞ്ഞിട്ട് ഇവിടെ നിന്നുണ്ട് റേറ്റിംഗ് ഒക്കെ കാണിച്ചിട്ടുണ്ടോ? കണ്ടോ? അപ്പോൾ ഇതുപോലെ പാലട പായസത്തിൻ്റെ റെസിപ്പി ബ്ലോഗുകൾ പബ്ലിഷ് ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്യും? നല്ല റേറ്റിംഗ് ഒക്കെ കാണിക്കുന്ന രീതിയിൽ ഈ അഡ്വാൻസ് SEO ചെയ്ത് സ്റ്റാർ റേറ്റിംഗ് കാണിക്കാൻ ശ്രമിക്കും. അതുപോലെ തന്നെ അതിനകത്ത് ഇതുപോലെ അട്രാക്റ്റീവായിട്ടുള്ള തംബ്നെയിൽ കാണിക്കാൻ ശ്രമിക്കും. ഈവൻ ഇവരുടെ റെസിപ്പി മോശമാണെങ്കിലും ഈ അട്രാക്റ്റീവായിട്ടുള്ളൊരു ഇമേജ് മാത്രം മതി എന്ത് ചെയ്യാൻ? ആൾക്കാരല്ലേ പാലടയുടെ പടം കാണിക്കുമ്പോൾ അതിനകത്ത് നല്ല കശുവണ്ടിയും മുന്തിരി ഒക്കെ ഇങ്ങനെ വറുത്തിട്ടേക്കണത് കാണുമ്പോൾ നല്ല അട്രാക്റ്റീവായിട്ടുള്ള രീതിയിലാണ് കാണുന്നതെങ്കിൽ ആൾക്കാർ പെട്ടെന്ന് ക്ലിക്ക് ചെയ്ത് ആ റെസിപ്പി ബ്ലോഗ് കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയില്ലേ രൂപേഷ്? തംബ്നെയിൽ ചോദിച്ചോ, എന്താ ചോദിച്ചോന്ന്? തംബ്നെയിൽ ഈ തംബ്നെയിൽ ഓപ്പോസിറ്റ്, ഐ മീൻ ഇപ്പോൾ ഫെവിക്കോൺ ലെഫ്റ്റ് സൈഡിൽ വരുന്നുണ്ടെങ്കിൽ തംബ്നെയിൽ ഓൺ ദി റൈറ്റ് സൈഡ് ആണോ? അങ്ങനെയാണോ? ഐ മീൻ തംബ്നെയിൽ നിങ്ങൾ നോക്കൂ, തംബ്നെയിൽ എന്ന് പറയുന്നത് ഇതാണ്, ഫെവിക്കോൺ ഇതാണ്. അല്ല, അത് മനസ്സിലായി. ഞാൻ ചോദിക്കുന്നത് തംബ്നെയിൽ ഈ ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ മാത്രമേ വരുള്ളൂ, അല്ല അത് റൈറ്റ് സൈഡിൽ അതായത് ഇപ്പോഴത്തുള്ള ഗൂഗിളിൻ്റെ ഒരു റാങ്കിങ് രീതി, അവരുടെ സ്നിപ്പറ്റ് രൂപീകരിക്കുന്ന രീതി അനുസരിച്ച് ഇവിടെയാണ് വരുന്നത്.
ഈ റൈറ്റ് സൈഡിലാണ് വരുന്നത്. ഇനി ഞാനിപ്പോൾ റൈറ്റ് സൈഡിലേ വരത്തുള്ളൂ എന്ന് പറഞ്ഞു നിർത്തിയെന്ന് വെച്ചോ, നാളെ രാവിലെ ഇവർ കയറി ഇതിൻ്റെ സ്നിപ്പറ്റ് ലിസ്റ്റ് ചെയ്യുന്ന രീതിയിൽ മാറ്റങ്ങൾ വരുത്തിയാൽ ഞാൻ അത് പിന്നെ 3 ദിവസം കഴിഞ്ഞിട്ട് രൂപേഷ് സെർച്ച് ചെയ്തിട്ട് സാറേ എനിക്ക് തമ്പനയിൽ ഇവിടെ അല്ലല്ലോ സാറ് പറഞ്ഞ കണക്ക് റൈറ്റ് സൈഡിലല്ല കാണിക്കുന്നത്, ലെഫ്റ്റ് സൈഡിലാണ് കാണിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദിയല്ലെന്ന് പറഞ്ഞു. കാരണം ഈ ഒരു സ്നിപ്പറ്റ് ഒരു 1.5 വർഷം മുമ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫേവിക്കോൺ ഇവിടെ കാണിക്കില്ലായിരുന്നു, സൈറ്റിൻ്റെ നെയിം ഇവിടെ കാണിക്കില്ലായിരുന്നു. അതൊക്കെ നേരത്തെ 1.5 വർഷം മുമ്പ് വരെയൊക്കെ മൊബൈലിൽ സെർച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് കാണിക്കുന്ന ഈ ഫേവിക്കോൺ ഏകദേശം ഒരു 1.5 വർഷക്കാലമായിട്ടാണ് സിസ്റ്റത്തിൽ സെർച്ച് ചെയ്യുന്ന ആൾക്കാർക്ക്, അതായത് ലാപ്ടോപ്പിലൊക്കെ സെർച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് കാണിച്ച് തുടങ്ങിയത്. അതിന് മുമ്പ് ഈ ഫേവിക്കോൺ ഇവിടെ കാണിക്കില്ലായിരുന്നു. പിടികിട്ടിയോ? അങ്ങനെ നിരന്തരം മാറ്റങ്ങൾ അവർ വരുത്തുന്നുണ്ട്. ആ മാറ്റങ്ങൾ ഇടയ്ക്ക് നേരത്തെ ഒരു ഫൈറ്റുകളിലൊക്കെ എന്നുള്ളത് മാറ്റാനായിട്ടുള്ള ശ്രമം നടത്തി ഇതിൻ്റെ വീതി കുറച്ചുകൂടെയൊക്കെ കൂട്ടി, എന്നിട്ട് വീണ്ടും കുറച്ചു. എന്താ കൂട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ SEO ചെയ്യുന്ന നമ്മളെപ്പോലെയുള്ള ആൾക്കാർക്കൊക്കെ അത് കൃത്യമായിട്ട് മനസ്സിലാവും. ഇവരാദ്യം ഇതിൻ്റെ വീതി കൂട്ടിയപ്പോൾ നേരത്തെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നേരത്തെ ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്യുമ്പോൾ ഈ റൈറ്റ് സൈഡിലൊക്കെ പരസ്യം കാണിക്കുമായിരുന്നു. ഇടക്കാലത്ത് മുതലാണ് അത് കാണിക്കാതായത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്നിപ്പറ്റിൻ്റെ വീതി കൂട്ടിയെന്ന് പറഞ്ഞാൽ ഒഫീഷ്യലി അവർ ഡിക്ലെയർ ചെയ്തില്ല, വെറുതെ ടെസ്റ്റ് അടിച്ച് നോക്കി. എന്നിട്ട് എന്ത് ചെയ്തു, റൈറ്റ് സൈഡിലുള്ള പരസ്യങ്ങളൊക്കെ അവർ എടുത്തു കളഞ്ഞു. പരസ്യങ്ങൾ ഈ സൈഡിൽ കാണിക്കുമായിരുന്നു. പിന്നീടാണ് ഇതുപോലെയുള്ള കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിസൾട്ടുകളും റിലേറ്റഡ് സെർച്ചുകളും പീപ്പിൾ സെർച്ച് ചെയ്യുന്ന പല സംഗതികളൊക്കെ റിലേറ്റഡ് ആയിട്ട്. ഇപ്പം പാലട പായസം സെർച്ച് ചെയ്യുന്ന ആൾക്കാരൊക്കെ എന്തൊക്കെ സെർച്ച് ചെയ്യാറുണ്ട്, എരിശ്ശേരി, സദ്യ, അട എന്നൊക്കെ സെർച്ച് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞ് ഗൂഗിൾ വേറെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ സൈഡിലൊക്കെ കാണിക്കുന്നുണ്ടാവും. ഇനി പാലട പായസം എന്ന് പറയുമ്പോൾ തന്നെ അതിനെപ്പറ്റിയുള്ള വിക്കിപീഡിയയിലൊക്കെയുള്ള ചില ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ടാവും, അതിൻ്റെ പിക്ചർ കാണിക്കുന്നുണ്ടാവും. ഇതൊക്കെ ഈ സൈഡിൽ കൊണ്ടുവരുന്ന രീതിയിൽ വന്നപ്പോൾ അത് വീണ്ടും സ്നിപ്പറ്റ് വീതി കൂട്ടാനുള്ള ഒരു ശ്രമം അവർ പിൻവലിച്ചു. അവർ ശരിക്കും ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തില്ല, വെറുതെ പരീക്ഷണങ്ങളൊക്കെ നടത്തിയതിനു ശേഷം വീണ്ടും മാറ്റി. പക്ഷെ അവർക്ക് റൈറ്റ് സൈഡിൽ പരസ്യം കാണിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ മാറ്റി. അപ്പം ഇടയ്ക്കിടയ്ക്ക് അവർ വരുത്തുന്നതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ അങ്ങനെ ഒന്ന് ധരിച്ചു വെക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ അത് മാറ്റം വരുത്താം. ഇപ്പോൾ എന്തായാലും തമ്പനെയിൽ എന്നുള്ള സംഗതിയെ പറ്റി മനസ്സിലായല്ലോ. അപ്പോൾ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ, നമ്മളെ വെബ് പേജിൻ്റെ CTR റേറ്റ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾക്ക് നല്ല പൊസിഷനിലേക്കാണ് റാങ്ക് ചെയ്ത് കിടക്കണമെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഓഫറോ, നേരത്തെ പറഞ്ഞ കണക്ക് ഫ്രീ ഹോം ഡെലിവറി അങ്ങനെയൊക്കെയുള്ള ഓഫർ, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഇത്ര ശതമാനം ഇത്, അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ഓഫർ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കൊടുക്കാം, ഓഫറായിട്ട് ഡിസ്ക്രിപ്ഷനായിട്ട് എഴുതി കൊടുക്കാം. രണ്ടാമത്തേത് CTR റേറ്റ് കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഘടകമാണ് നേരത്തെ നമ്മൾ ഐശ്വര്യ പറഞ്ഞ കണക്ക് എന്താണ്, സ്റ്റാർ റേറ്റിംഗ് കൊടുക്കാം, തമ്പനെയിൽ കൊടുക്കാം, ഇല്ലേ? ഇനി അവിടെ അതേ കാറ്റഗറിക്കകത്ത് വരുന്ന വേറൊരു സംഗതിയാണ് ഇവൻ്റൊക്കെ ആഡ് ചെയ്യാം. ഇന്നലെ ഞാൻ അഡ്വാൻസിനെ പറ്റി പറഞ്ഞപ്പോഴത്തേക്ക് പറയാതെ പോയ ഒരു ഏരിയയാണ് ഇവൻറ്റ്സ്. ഉദാഹരണത്തിന് ഇവൻ്റൊക്കെ കണ്ടക്ട് ചെയ്യുന്ന ഒരു കമ്പനിയുടെ വെബ് പേജ് ഗൂഗിളിനകത്ത് ഇൻഡെക്സ് ചെയ്യുമ്പോൾ, ഉദാഹരണത്തിന് ജർമ്മനി സർക്കസ് അല്ലെങ്കിൽ ജംബോ സർക്കസ് എന്ന് പറയുന്ന ഒരു കമ്പനി ജംബോ സർക്കസ് നടത്തുന്നതിനെ പറ്റിയുള്ള പേജാണ് ഗൂഗിളിനകത്ത് ഇൻഡെക്സ് ചെയ്യിക്കേണ്ടത്. ആരെങ്കിലും ഗൂഗിളിനകത്ത് ജംബോ സർക്കസ് എന്ന് അടിക്കുമ്പോൾ അവരുടെ ജംബോ സർക്കസിൻ്റെ ഇവൻറ്റ് പേജ് ഗൂഗിളിനകത്ത് ഇൻഡെക്സ് ചെയ്ത് കാണിക്കുകയും അടുത്ത് ജംബോ സർക്കസ് ഇപ്പോൾ എവിടെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്, അടുത്ത് എവിടെ കളിക്കുന്നു എന്നൊക്കെ ഉള്ളതൊക്കെ ആൾക്കാർക്ക് അറിയണം, താല്പര്യമുണ്ടെന്ന് വിചാരിച്ചോ. നമുക്ക് എന്ത് ചെയ്യാം, ഇവൻറ്റ് പേജ് ഒപ്റ്റിമൈസ് ചെയ്തിട്ട് ആ ഇവൻറ്റിനകത്ത് ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ, ഡീറ്റെയിൽ ആയിട്ടുള്ള മാർക്കപ്പ് എഴുതി കൊടുത്ത് ഇപ്പം കോഴിക്കോടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, അടുത്ത ആഴ്ച ഇത് എറണാകുളത്തുള്ള മറൈൻ ഡ്രൈവിൽ, അല്ലെങ്കിൽ അടുത്ത മാസം ഇത്രാം തീയതി മുതൽ ഇത്രാം തീയതി വരെ, അല്ലെങ്കിൽ നവംബർ മാസം 25-ാം തീയതി മുതൽ ഡിസംബർ 10 വരെ മറൈൻ ഡ്രൈവിലാണ്. ഈ ഡിസംബർ 20 മുതൽ അടുത്ത ക്രിസ്മസ് സീസണൊക്കെയും തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ടം മൈതാനത്താണ്. അങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാം. അങ്ങനെ ഇവൻ്റ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അത് പ്രത്യേക മാർക്കപ്പാണ്. അത് സെർച്ച് ചെയ്ത് വരുന്ന ആൾക്കാർക്ക് നമ്മൾ ഇവൻറ്റ് കാണിക്കുമ്പോൾ തന്നെ അടുത്ത് എവിടെയാണ് ഇവൻറ്റ് നടക്കാൻ പോണത്, അടുത്ത് എവിടെയാണ് സർക്കസിൻ്റെ അടുത്ത ഷോ, ഏത് സിറ്റിയിലാണ്, ഏത് മൈതാനത്താണെന്നൊക്കെ ഉള്ളത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പറ്റും. അത് അഡ്വാൻസ് സ്നിപ്പറ്റിനകത്തുള്ള ഒരു ഉദാഹരണമാണ്. ഇനി വേറൊരു ഉദാഹരണം പറയാം. ഇപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ്ങിൻ്റെ ഒരു ഇവൻറ്റ് പേജ് എന്നാണ് നമ്മളെ അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്, അവിടെ എഴുതി കൊടുക്കാം. അത് പേജിനകത്ത് തന്നെ ഗൂഗിളിനകത്ത് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ട്രെയിനിങ് പേജ് ഇൻഡെക്സ് ചെയ്യുമ്പോൾ തന്നെ കാണിക്കുന്ന രീതിയിൽ നമുക്ക് മോഡിഫൈ ചെയ്യാം. അടുത്ത ട്രെയിനിങ്, അതിൻ്റെ അടുത്ത ട്രെയിനിങ്. അപ്പം സെർച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാം, അവിടെ നിന്ന് തന്നെ മനസ്സിലാക്കി, ഓക്കെ അവർ ഡിസംബറിൽ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അതിലാണ് നമുക്ക് ഇനി അടുത്ത അഡ്മിഷൻ എടുക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്ന ഒരാളിന് ക്ലിക്ക് ചെയ്ത് വെബ് പേജിലേക്ക് വന്ന് അതിന് വേണ്ടിയുള്ള എൻക്വയറി നടത്താം. അപ്പം നമ്മുടെ പേജിലേക്ക് CTR റേറ്റ് കൂട്ടാനുള്ള മാർഗ്ഗങ്ങളിൽ ചിലതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത സ്റ്റാർ റേറ്റിംഗ്, തമ്പനെയിൽ, അതുപോലെ തന്നെ ഇവൻ്റ് മാർക്കപ്പ് ആഡ് ചെയ്യുക. ഇതൊക്കെ ക്ലിക്ക് ത്രൂ റേറ്റ് കൂട്ടാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അവിടുത്തെ പ്രത്യേകത എന്താണ്, ചിലപ്പോൾ നമ്മൾ 3-ാമത്തെ 4-ാമത്തെ പൊസിഷനിലാണ് കിടക്കുന്നതെങ്കിൽ കൂടെയും ആൾക്കാരുടെ ശ്രദ്ധ എങ്ങോട്ട് വരും, സ്റ്റാർ റേറ്റിംഗ് ഉള്ള നമ്മുടെ റിസൾട്ടിലേക്ക് വരികയാണെങ്കിൽ അവിടെ ക്ലിക്ക് നടക്കുകയും അതുവഴി നമ്മുടെ വെബ്സൈറ്റിലേക്ക് ക്ലിക്സ് കിട്ടുകയും വിസിറ്റ് കിട്ടുകയും CTR റേറ്റ് കൂടുകയും ചെയ്യും, ഇല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ
അടുത്ത മെറ്റാ ടാഗിലേക്കാണ് കിടക്കുന്നത്. അപ്പം മെറ്റാ ഡിസ്ക്രിപ്ഷനെ പറ്റി നമുക്ക് പറയാൻ പറ്റിയ ബേസിക് ആയിട്ടുള്ള പല കാര്യങ്ങളും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ഇനി പുതിയൊരു മെറ്റാ ടാഗിനെ പറ്റിയാണ് പരിചയപ്പെടുക. അടുത്ത് നമ്മൾ പഠിക്കുന്ന മെറ്റാ ടാഗാണ് കീവേഡ് മെറ്റാ ടാഗ്. കീവേഡ് മെറ്റാ ടാഗ് ഞാനേ നോട്ട് പാഡ് എടുത്തിട്ട് കീവേഡ് മെറ്റാ ടാഗ് എഴുതി കാണിക്കാം. കീവേഡ് മെറ്റാ ടാഗ് എങ്ങനെയാണ് വരുന്നതെന്ന് കാണിക്കാം. പേജുകളിൽ ഇപ്പം വലുതായിട്ട് ആൾക്കാർ ഉപയോഗിക്കാറില്ല. അത് വളരെ ശ്രദ്ധാപൂർവ്വം മനസ്സിലാക്കേണ്ടതുണ്ടാണ്. ഒരു സെക്കൻഡ് ഞാൻ റെക്കോർഡ് ചെയ്തതിനകത്ത് നമ്മുടെ ഇത് കാണിക്കണം. ഡിസ്പ്ലേ ക്യാപ്ചർ കൊടുക്കണം, എന്നാലേ ഇത് കാണിക്കുള്ളൂ. ഓക്കെ, നമ്മൾ നോട്ട് പാഡ് കാണിക്കും. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നോട്ട് പാഡ് കാണാമല്ലോ. ഓക്കെ, കീവേഡ് മെറ്റാ ടാഗ് എങ്ങനെയാണ് എഴുതുന്നത്? മെറ്റാ ഡിസ്ക്രിപ്ഷൻ ഞാൻ ടാഗ് ഇനി എഴുതി കാണിക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? അത് എഴുതി കാണിക്കണം. മെറ്റാ ഡിസ്ക്രിപ്ഷൻ ഒരിക്കൽ കൂടെ മെറ്റാ ഡിസ്ക്രിപ്ഷനാണ് എഴുതുന്നത് കേട്ടോ. മെറ്റാ ഡിസ്ക്രിപ്ഷൻ, മെറ്റാ നെയിം ഈസ് ഈക്വൽ ടു എങ്ങനെയാണ് ഇന്നലെ പഠിച്ച ആൾക്കാർ ഓർമ്മിക്കേണ്ടെന്ന് നോക്കിയൊക്കെ. ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എവിടെ കിടക്കണം? എൻ്റെ ലാപ്ടോപ്പ് മാറിയതുകൊണ്ട് എങ്ങനെ ഈസ് ഈക്വൽ ടു ഇൻവെർട്ടർ കോമയാണ് വേണ്ടത്. ഇൻവെർട്ടർ കോമ എവിടെ കിടക്കണം? എൻ്റെ ലാപ്ടോപ്പിനകത്ത് ഇൻവെർട്ടർ കോമ എവിടെ കിടക്കണം എന്ന് പറഞ്ഞാൽ പഴയ ലാപ്ടോപ്പ് ആയതുകൊണ്ട് എനിക്ക് എവിടെയോ കിടപ്പുണ്ട്. എൻ്റെ ഇൻവെർട്ടർ കോമ കിടക്കുന്നിടത്ത് ശരിക്കും ഇപ്പോൾ ഇതാണ് പറഞ്ഞത് അറ്റ് അപ്പോൾ അറ്റ് കൊടുക്കുന്നിടത്ത് ഇൻവെർട്ടർ കോമ ചോദിക്കാം. കൊള്ളാം, നമ്മൾ തണുക്കാം ഇല്ലേ? അപ്പോൾ മെറ്റാ നെയിം ഈസ് ഈക്വൽ ടു ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇൻവെർട്ടർ കോമ ക്ലോസ് ചെയ്യണം. എന്നിട്ട് കണ്ടന്റ് ഈസ് ഈക്വൽ ടു ഇൻവെർട്ടർ കോമയ്ക്കകത്ത് എന്ത് ചെയ്യണം? നമ്മളെ ഉദാഹരണത്തിന് ബെസ്റ്റ് SEO കമ്പനി, അപ്പോൾ അങ്ങനെ ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതി കൊടുക്കുക അല്ലേ? ബെസ്റ്റ് കമ്പനി, ബെസ്റ്റ് SEO കമ്പനി ഇൻ കൊച്ചി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കൊടുക്കാം. അപ്പോൾ അവിടെ നമുക്ക് കുറച്ചുകൂടി അട്രാക്റ്റീവ് ഒക്കെ ആക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആദ്യം ഉദാഹരണത്തിന് സോഫ്റ്റ് ആണ് കൊടുക്കാം. സോഫ്റ്റ് ഇങ്ങനെ കൊടുത്തിട്ട് ബെസ്റ്റ് SEO കമ്പനി കൊച്ചി ക്യാപിറ്റൽ കൊടുക്കും അല്ലേ എന്നൊക്കെ പറഞ്ഞ് നമുക്കിങ്ങനെ ഡിഫിനിഷൻ ഇങ്ങനെ കൊച്ചി ഇത്രയും കൊടുത്തിട്ട് നമുക്കിങ്ങനെ സെൻറ്റൻസ് ഇങ്ങനെ എഴുതിപ്പോൾ ഒരു പേജാണെങ്കിൽ എത്ര കൊടുക്കാൻ പാടുള്ളൂ? 155 to 160 ക്യാരക്ടേഴ്സ് കൊടുത്തിട്ട് ഇൻവെർട്ടർ കോമ ക്ലോസ് ചെയ്യണം. അവിടെ എന്തായാലും ഇത് എഴുതി കാണിച്ചാൽ നന്നായിക്കോട്ടെ. എഴുതി കാണിച്ചപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇവിടെ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ക്ലോസ് ചെയ്യാം. മെറ്റാ ഡിസ്ക്രിപ്ഷൻ കഴിഞ്ഞിട്ട് ഇൻവെർട്ടർ കോമ കഴിഞ്ഞിട്ട് ക്ലോസ് ചെയ്യാം. സോ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇവിടെ ഡബിൾ കോട്ടാണ് കൊടുക്കണമെങ്കിൽ, ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിടത്ത് ഇവിടെ ഡബിൾ കോട്ടാണ് കൊടുക്കണമെങ്കിൽ ഇവിടെയും ഡബിൾ കോട്ട് തന്നെ കൊടുക്കണം. ആൾക്കാർക്ക് തെറ്റിപ്പോകാൻ ചാൻസ് ഉള്ള സംഗതിയാണ്. ഇനി നമ്മൾ ഇവിടെ സിംഗിൾ കോട്ടാണ് കൊടുക്കണം വെച്ചോ, കുഴപ്പമൊന്നുമില്ല. സിംഗിൾ കോട്ടാണ് ഇവിടെ കൊടുക്കണമെങ്കിൽ ഇവിടെയും സിംഗിൾ കോട്ട് കൊടുത്ത് ക്ലോസ് ചെയ്യണം. ഇവിടെയും സിംഗിൾ കോട്ട് തന്നെ കൊടുക്കണം. ഇവിടെ ഡബിൾ കോട്ട് കൊടുത്തിട്ട് ഇവിടെ സിംഗിൾ കോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആകെ കൂടെ കുളവും അത് ഇൻവാലിഡ് ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന മെറ്റാ ഡിസ്ക്രിപ്ഷൻ ബലത്തിൽ അങ്ങനെ ഒരു മെറ്റാ ഡിസ്ക്രിപ്ഷൻ ഇല്ലാതായിട്ട് വരും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ഏതെങ്കിലും രീതിയിൽ മെറ്റാ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുമ്പോൾ ചീറ്റി പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഗൂഗിൾ എന്ത് ചെയ്യും? പേജിൻ്റെ ബോഡി പോർഷനകത്തുള്ള സെൻറ്റൻസുകൾ എടുത്ത് മെറ്റാ ഡിസ്ക്രിപ്ഷന് പകരമായിട്ട് നമ്മുടെ സമ്മറി പോർഷനിൽ കാണിക്കാൻ ഗൂഗിളിന് ഒരു പ്രത്യേക ഇതാണുള്ളത്. അതുകൂടാതെ ചില സിറ്റുവേഷനിൽ നമ്മുടെ വെബ്സൈറ്റിനെ പറ്റി വേറെ ഏതെങ്കിലും വെബ്സൈറ്റിൽ നിന്ന് മെൻഷൻ വരുന്നുണ്ടെങ്കിൽ, വേറെങ്കിലും വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനത്തെ വെബ്സൈറ്റ്? ഹൈ അതോറിറ്റിയുള്ള വിക്കിപീഡിയ അല്ലെങ്കിൽ BBC പോലെയൊക്കെയുള്ള വലിയ സൈറ്റുകളിൽ നമ്മളെപ്പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡിസ്ക്രിപ്ഷൻ എടുത്ത് ഈ നമ്മുടെ പേജിൻ്റെ സ്നിപ്പറ്റിൻ്റെ ഭാഗത്ത് ഡിസ്ക്രിപ്ഷൻ്റെ ഭാഗമായിട്ട് കാണിക്കുന്ന ശീലവും ഗൂഗിളിനുണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ അതിൻ്റെ വേറൊരു പോയിന്റ് ഞാൻ അടുത്ത് പഠിക്കും. അപ്പോൾ മെറ്റാ ഡിസ്ക്രിപ്ഷൻ എങ്ങനെയാണ് എഴുതുന്നത് മനസ്സിലായല്ലോ? മുമ്പോട്ട് പോകാമല്ലോ. കീവേഡ് മെറ്റാ ടാഗ് പഠിപ്പിക്കട്ടെ? ഓക്കെ അല്ലേ എല്ലാവരും? ഓക്കെ. അപ്പോൾ നമ്മൾ കീവേഡ് മെറ്റാ ടാഗ് എങ്ങനെയാണ് എഴുതുക? ഇതേപോലെ തന്നെയാണ് മെറ്റാ നെയിം ഈസ് ഈക്വൽ ടു ഇൻവെർട്ടർ കോമയ്ക്കകത്ത് കീവേഡ്സ് ഇങ്ങനെ കൊടുത്തിട്ട് കീവേഡ്സിൻ്റെ ടാഗ് ക്ലോസ് ചെയ്യണം. സ്പേസ് കണ്ടന്റ് ഈസ് ഈക്വൽ ടു ഇൻവെർട്ടർ കോമയ്ക്കകത്ത് നമ്മളെ കീവേഡ്സ്. ഉദാഹരണത്തിന് SEO കമ്പനി കൊച്ചി കോമ SEO സർവീസസ് കൊച്ചി, ഇങ്ങനെ നമുക്ക് കീവേഡുകൾ കോമയിട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ തെറ്റുപറ്റാൻ ചാൻസ് ഉള്ളതും ഒരു കാര്യം മനസ്സിലാക്കുക. പണ്ടൊക്കെ ചില ആൾക്കാർ കീവേഡ് മെറ്റാ ടാഗ് കൊടുക്കുമ്പോൾ SEO കമ്പനി കൊച്ചിയാണ് നമ്മുടെ ഫോക്കസിങ് കീവേഡ് എങ്കിൽ അവരെന്ത് ചെയ്യും? SEO കമ്പനി കൊച്ചി അങ്ങനെയൊക്കെ ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആൾക്കാരുടെ പ്രാക്ടീസ് ഏരിയയ്ക്കകത്ത് ഒരുപാട് ഡിഫക്റ്റുകളും പോരായ്മകളും പ്രശ്നങ്ങളും വരികയൊക്കെ ചെയ്തപ്പോൾ അത് കൂടാഞ്ഞിട്ട് ഒരു കൂട്ടം ആൾക്കാർ ഇതിനെ മിസ്യൂസ് ചെയ്യാൻ തുടങ്ങി. കീവേഡ് മെറ്റാ ടാഗിനകത്ത് അവർക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള SEO കമ്പനി അല്ലെങ്കിൽ SEO ഫേം കൊച്ചി ഇങ്ങനെ അവർക്ക് ആവശ്യമുള്ളത് ആവശ്യമില്ലാത്തതായിട്ടുള്ള ഒരുപാട് കീവേഡുകൾ ഇങ്ങനെ കുത്തി നിറയ്ക്കാൻ തുടങ്ങിയപ്പോൾ ഗൂഗിൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ കീവേഡ് മെറ്റാ ടാഗ് റാങ്കിങ്ങിനകത്ത് ഉപയോഗിക്കേണ്ട എന്ന് തീരുമാനിച്ചു. വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ
ഈ കീവേഡ് മെറ്റാ ടാഗ് ഇപ്പം പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ, ഇതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാരൊന്നും ഉപയോഗിക്കാറില്ല. പിന്നെ എന്തിനാണ് സാർ ഇത് പറയാൻ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ നമ്മൾ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ചില വെബ്സൈറ്റിനകത്തൊക്കെ ഇത് കിടക്കുന്ന കാണാൻ പറ്റും. ചില ടീമിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്ത് പോകും. പ്രത്യേകിച്ച് നമ്മളൊരു ജൂനിയർ എസ് ആയിട്ടൊക്കെ ഒരു ടീമിൻ്റെ കൂടെ ഒരു സീനിയർ എസ് കൂടെയൊക്കെ ജോയിൻ ചെയ്ത് വർക്ക് ചെയ്ത് പോകുമ്പോൾ നമ്മൾ മെറ്റാ ടാഗ് കൊടുക്കുന്നുണ്ടാവില്ല. പക്ഷേ അവരെന്ത് ചെയ്യും, ചോദിക്കും എന്താണ് കീവേഡ് മെറ്റാ ടാഗ് കൊടുക്കാത്തത്. അപ്പം നമ്മൾ പറയും കീവേഡ് മെറ്റാ ടാഗ് ഇപ്പോൾ ഗൂഗിൾ ഉപയോഗിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ആ സീനിയറും ആൾക്കാരുള്ള ടീം ലീഡർ, പ്രോജക്റ്റ് മാനേജർ പോലുള്ള ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അപ്പോൾ അവർ തർക്കിക്കാനൊക്കെ വരും. വെറുതെ തർക്കിക്കാൻ വരുന്ന രീതി ചിലപ്പോൾ അവിടെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനൊരു കീവേഡ് മെറ്റാ ടാഗ് ഉപയോഗിക്കുന്നില്ല എന്ന് ഗൂഗിൾ ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ഒരു ബ്ലോഗുണ്ട്. കീവേഡ് മെറ്റാ ടാഗ് ഗൂഗിൾ യൂസ് ചെയ്യുന്നില്ല എന്ന് ഗൂഗിൾ തന്നെ ഒഫീഷ്യലി പറഞ്ഞിരിക്കുന്ന ഒരു ബ്ലോഗ് പോസ്റ്റ് ഉണ്ട്. അത് അതാണ് ജസ്റ്റ് ഒന്ന് കാണിക്കാം. കീവേഡ് മെറ്റാ ടാഗ് അത് ഗൂഗിളിനകത്ത് പബ്ലിഷ് ചെയ്ത് വന്ന ഒരു ഒഫീഷ്യൽ ബ്ലോഗ് പോസ്റ്റാണ്. എന്ന് പറഞ്ഞാൽ 2009 സെപ്റ്റംബർ മാസത്തിൽ 2009 കീവേഡ് മെറ്റാ ടാഗ് ഗൂഗിൾ റാങ്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞ്, ഇത് ഗൂഗിളിൻ്റെ ഒഫീഷ്യൽ ബ്ലോഗാണ്. ഗൂഗിൾ സെർച്ച് സെൻറ്റർ എന്ന് പറയാം, അല്ലെങ്കിൽ ഗൂഗിൾ വെബ് മാസ്റ്റർ സെൻറ്റർ എന്നാണ് ഇതിൻ്റെ പഴയ പേരായിരുന്നത്. പിന്നെന്താണ്, developers.google.com ഇപ്പോഴും കിടക്കുന്നുണ്ട് ഈ ആർട്ടിക്കിൾ. ഈ ആർട്ടിക്കിളിൻ്റെ പ്രത്യേകത എന്താണ്, ഗൂഗിൾ ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ഒരു ആർട്ടിക്കിളാണ്. ഈ ആർട്ടിക്കിളിനകത്ത് ഗൂഗിൾ എന്ത് പറയുന്നുണ്ട്, ഗൂഗിൾ ഡസ് നോട്ട് യൂസ് ദി കീവേഡ് മെറ്റാ ടാഗ് ഇൻ വെബ് റാങ്കിങ് എന്ന് പറയുന്നുണ്ട്. വെബ്സൈറ്റുകളെ ഗൂഗിളിനകത്ത് റാങ്ക് ചെയ്യാൻ വേണ്ടി അവർ എന്ത് ഉപയോഗിക്കുന്നില്ല ഇപ്പം, കീവേഡ് മെറ്റാ ടാഗ്. അതായത് എന്നാൽ സ്റ്റാർട്ടർ ഗൈഡ് തുടങ്ങിയ സമയത്ത് ഗൂഗിൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത സ്റ്റാർട്ടർ ഗൈഡ് ഡോക്യുമെൻറ്റിനകത്ത് വളരെ പ്രാധാന്യത്തോടു കൂടി കൊടുത്തിരുന്ന ഒരു മെറ്റാ ടാഗ് ആയിരുന്നു കീവേഡ് മെറ്റാ ടാഗ്. അതിനകത്ത് കീവേഡ് മെറ്റാ ടാഗിൻ്റെ സാമ്പിളും കീവേഡ് മെറ്റാ ടാഗ് എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ പിൽക്കാലത്ത് എന്ത് സംഭവിച്ചു, വെബ്സൈറ്റിൻ്റെ SEO ചെയ്യുന്ന വെബ് മാസ്റ്റേഴ്സ് ഇത് കണ്ടമാനം ദുരുപയോഗപ്പെടുത്താൻ തോന്നിയതുപോലെയൊക്കെ ആൾക്കാർ കീവേഡ് മെറ്റാ ടാഗ് കൊടുക്കുക, ലോകത്തുള്ള എല്ലാ കീവേഡുകളും കുത്തി നിറച്ച് കൊടുക്കുക, അതിനൊരു നിവൃത്തിയില്ലാതെ, അല്ലെങ്കിൽ അത് അങ്ങനെ കീവേഡ് മെറ്റാ ടാഗിനകത്ത് കീവേഡ് സ്റ്റഫിംഗ് പോലുള്ള ആക്ടിവിറ്റിയും കണ്ടമാനം കീവേഡ് ഉപയോഗിക്കുക, മോശപ്പെട്ട അല്ലെങ്കിൽ രീതിയിൽ ആ മെറ്റാ ടാഗിനെ ഉപയോഗപ്പെടുത്തുക, ദുരുപയോഗപ്പെടുത്താൻ ശ്രമിക്കുക, അങ്ങനെയൊക്കെ ഒരു ആൾക്കാരുടെ പ്രാക്ടീസ് ഏരിയ വിപുലമായി വന്നപ്പോൾ ഗൂഗിളിന് മനം നൊന്ത് ഗൂഗിൾ തന്നെ എന്ത് ചെയ്തു, കീവേഡ് മെറ്റാ ടാഗ് റാങ്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കേണ്ട എന്ന് തീരുമാനിച്ചു. ശരിക്കും പറഞ്ഞാൽ ഇവർ ഒഫീഷ്യലി ഇത് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് 2009 എൻ്റെ ഒരു കണക്ക് പ്രകാരം 2008 ഒക്ടോബർ മാസത്തിലാണ് ഇത് കീവേഡ് മെറ്റാ ടാഗ് ഉപയോഗിക്കാതിരിക്കാൻ ഗൂഗിൾ തീരുമാനമെടുക്കുന്നതും ഒഫീഷ്യലി ഉപയോഗിക്കാതിരിക്കുന്നതും. നിങ്ങൾ ആ ഡേറ്റ് എഴുതി വയ്ക്കേണ്ട, ഈ ഗൂഗിൾ ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ഡേറ്റ് എഴുതിയാൽ മതി. മറ്റേത് ഒഫീഷ്യലി ഞാൻ പറഞ്ഞതല്ല, എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ, എൻ്റെ പഴയകാല റിസർച്ചുകളിൽ ഞാൻ കണ്ടെത്തിയിരിക്കുന്നതും എനിക്ക് മനസ്സിലായിട്ടുള്ളതും ഒക്ടോബർ, കൃത്യ ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്ടോബർ 8 മുതൽ ഗൂഗിൾ കീവേഡ് മെറ്റാ ടാഗ് ഉപയോഗിക്കാതെ വന്നു. അല്ലെങ്കിൽ ഗൂഗിൾ ഒക്ടോബർ 8 തൊട്ട് മുമ്പ് വരെ കീവേഡ് മെറ്റാ ടാഗ് റാങ്കിങ്ങിന് ഉപയോഗിക്കുമായിരുന്നു. 8 മുതലൊക്കെ റാങ്കിങ്ങിന് വേണ്ടി കീവേഡ് മെറ്റാ ടാഗ് ഉപയോഗിക്കാത്ത സിറ്റുവേഷൻ, അല്ലെങ്കിൽ 8 മുമ്പ് അല്ലെങ്കിൽ 8 തൊട്ട് മുമ്പുള്ള ദിവസം മുതൽ ഉപയോഗിക്കാതെ വന്നു എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. പക്ഷേ സെപ്റ്റംബർ മാസം 2009 ആയപ്പോഴാണ് ഗൂഗിൾ ഒഫീഷ്യലി ഇതിനെ ഡിക്ലെയർ ചെയ്തതും പുറത്ത് വിട്ടതും എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ കീവേഡ് മെറ്റാ ടാഗ് നമ്മൾ ജസ്റ്റ് ഞാൻ അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ രീതി കാണിച്ചു തന്നേ ഉള്ളൂ. അതിപ്പോൾ ഉപയോഗിക്കാറില്ല, അതുകൊണ്ട് അതിൻ്റെ തൊല്ലയില്ല. ഇനി എപ്പോഴെങ്കിലും ഒരു ആൾ തർക്കിക്കണം, കീവേഡ് മെറ്റാ ടാഗ് നിങ്ങൾ എന്തുകൊണ്ട് കൊടുത്തില്ല എന്ന് പറഞ്ഞ് തർക്കിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒഫീഷ്യൽ ബ്ലോഗ് പോസ്റ്റ് എടുത്ത് കാണിക്കാം. ഞാൻ പല സമയങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി, മാറ്റ് കെറ്റ്സ് എന്ന് പറഞ്ഞ ഒരാളിനെ പറ്റി പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഗൂഗിളിൻ്റെ വെബ് സ്പാം ടീം ഹെഡാണ് മാറ്റ് കെറ്റ്സ്. ഇതാണ് അദ്ദേഹം. അപ്പം നേരത്തെ ഗൂഗിളിനകത്ത് ഉണ്ടായിരുന്ന വെബ് സ്പാം ടീമിൻ്റെ ഹെഡായിരുന്നു മാത്യു കെറ്റ്സ്. 2013-14 കാലഘട്ടത്തോടു കൂടി പുള്ളി ഒരു ലോങ് ലീവ് എടുത്ത് ഗൂഗിളിനകത്തുനിന്ന് ലീവിലേക്ക് പോയി. പിന്നെ പ്രത്യക്ഷപ്പെട്ടത് US ഗവൺമെൻറ്റിൻ്റെ US ഡിജിറ്റൽ പ്രോജക്റ്റിനകത്താണ്. ഇപ്പം ട്രംപ് വന്നതുകൊണ്ട് ഇനി വീണ്ടും നീണ്ടു തന്നെ പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ ഗൂഗിളിനകത്തുനിന്ന് ലീവ് എടുത്ത് പോയി മുങ്ങിയിട്ട് US ഗവൺമെൻറ് സൈറ്റിലേക്ക് പോയ ഒരാൾ കൂടിയാണ് മാറ്റ് കെറ്റ്സ് എന്നത്. ഒരു ഭയങ്കര വിശേഷപ്പെട്ട ഒരു സംഗതിയാണ്, ഇല്ലേ? എപ്പോഴും നമ്മളെ സ്ഥലങ്ങളിലും ഗവൺമെൻറ് ജോബ് വേണോ പ്രൈവറ്റ് ജോബ് വേണോ എന്നുള്ളത് വലിയ ചർച്ചാ വിഷയമാണ്. എപ്പോഴും നമ്മളെ പാരൻസ് എന്ത് പറയും, നിങ്ങൾ പഠിച്ച് ഒരു ഗവൺമെൻറ് ജോബ് നേടുക. കാരണം എന്താണ്, സെക്യൂർ ആകും എന്നുള്ളതാണ് ഒരു കാഴ്ചപ്പാട്. സെക്യൂരിറ്റിക്കാണ് നമ്മുടെ സൊസൈറ്റി എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടാണ് പാരൻസ് എപ്പോഴും ഗവൺമെൻറ് ജോബ് നേടാൻ വേണ്ടി പറയാം. ചില ആൾക്കാർ പറയും, എനിക്ക് ഗവൺമെൻറ് ജോബ് ആണെങ്കിൽ ഇത്ര സാലറിയിലേ കിട്ടുള്ളൂ, ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇത്ര വരുമാനമല്ലേ ഉള്ളൂ. പ്രൈവറ്റിലൊക്കെ ആണെങ്കിൽ ഒരുപാട് കാശ് സമ്പാദിക്കാമായിരുന്നു, ഒരുപാട് ബിസിനസ് ചെയ്യാനുള്ള ഫ്രീഡം കിട്ടും. അപ്പോൾ അവിടെ സെക്യൂരിറ്റിയും ഫ്രീഡവും തമ്മിലാണ് നമ്മൾ പ്രൈവറ്റ് ജോബിനെയും
നമ്മൾ ഗവൺമെൻറ് ജോബിനെയൊക്കെ കമ്പയർ ചെയ്യുക. ആ കണക്കിന് ഫ്രീഡം അല്ലെങ്കിൽ ഗൂഗിൾ പോലെയുള്ള ഏറ്റവും വലിയ കമ്പനികളുടെ തലപ്പത്ത് നിന്ന് റിസൈൻ ചെയ്ത് അല്ലെങ്കിൽ ആ ജോബിൽ നിന്ന് മാറി ഗവൺമെൻറ് ജോബിലേക്ക് പോയ ഒരു വ്യക്തി കൂടിയാണ് മാറ്റ് കട്സ്. പുള്ളി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാമിലിയായിട്ടൊക്കെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ ഉള്ള ആഗ്രഹം കൊണ്ടാണ് ലീവ് എടുത്ത് മാറി നിന്നതും ഗവൺമെൻറ്റിലേക്ക് പോയോ എന്നാണ് പുള്ളി പറയാറുള്ളത്. പല ബ്ലോഗുകളിലൊക്കെ പുള്ളി അത് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പം തിരിച്ചു വരാം. നമ്മൾ മെറ്റാറ്റാഗുകളിൽ കീവേഡ് മെറ്റാറ്റാഗാണ് ഇപ്പോൾ പഠിച്ചത്. വളരെ വിശദീകരിച്ച് അതിനെക്കുറിച്ച് എഴുതി പഠിക്കുകയൊന്നും വേണ്ട. കീവേഡ് മെറ്റാറ്റാഗ് ജസ്റ്റ് മനസ്സിലാക്കിയിരുന്നാൽ മതി. ഇങ്ങനൊരു സാധനം ഉണ്ടായിരുന്നു. എന്താ സംഭവിച്ചത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ആൾക്കാർ ഇതിനെ ദുരുപയോഗപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ ഗൂഗിൾ തന്നെ റാങ്കിങ്ങിന് വേണ്ടി അത് ഉപയോഗിക്കാത്ത രീതിയിലേക്ക് മാറ്റി. ഇത്രയും ക്ലിയർ ആണോ? നമുക്ക് അടുത്ത മെറ്റാറ്റാഗിലേക്ക് പോകാം. ഓക്കെ ആണോ? ഓക്കെയാണ് സർ. ഓക്കെയാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ അടുത്ത് നമ്മൾ പഠിക്കുന്ന മെറ്റാറ്റാഗ് ഇപ്പം കീവേഡ് മെറ്റാറ്റാഗ് പോലെ അല്ല കേട്ടോ, കുറച്ച് ഇമ്പോർട്ടൻസ് ഉള്ള മെറ്റാറ്റാഗാണ്. ഇതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയണേ. മെറ്റാ ഡിസ്ക്രിപ്ഷൻ ടാഗ് എഴുതി കാണിച്ചതും കീവേഡ് മെറ്റാറ്റാഗ് എഴുതി കാണിച്ചതും ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയാണ്. അടുത്ത് നമ്മൾ പഠിക്കുന്നത് മെറ്റാറ്റാഗ് റോബോട്ട്സ് മെറ്റാറ്റാഗ്. എഴുതുന്ന രീതി ഇങ്ങനെയാണ്. അത് ഞാൻ എഴുതുന്ന രീതി പറഞ്ഞുതരാം. മെറ്റാ നെയിം ഈസ് ഈക്വൽ ടു റോബോട്ട്സ് എന്ന് കൊടുത്ത് ഇങ്ങോട്ട് കോമ ക്ലോസ് ചെയ്യണം. കണ്ടന്റ് ഈസ് ഈക്വൽ ടു ഇങ്ങോട്ട് കോമയ്ക്കകത്ത് ഇൻഡെക്സ് ഫോളോ. ഇങ്ങനെയാണ് റോബോട്ട്സ് മെറ്റാറ്റാഗിൻ്റെ ഡിഫോൾട്ട് വാല്യൂ വരിക. അപ്പോൾ ആദ്യം ഞാൻ സ്ക്രീൻ കാണാനല്ലോ എല്ലാവർക്കും. മെറ്റാ നെയിം ഈസ് ഈക്വൽ ടു റോബോട്ട്സ്, കണ്ടന്റ് ഈസ് ഈക്വൽ ടു ഇൻഡെക്സ് ഫോളോ എന്നാണ്. എന്താണ് ഈ റോബോട്ട്സ് മെറ്റാറ്റാഗിൻ്റെ പ്രത്യേകത? ചിലപ്പോൾ ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്ന സമയത്ത് എന്താണ് റോബോട്ട്സ് മെറ്റാറ്റാഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയും നിയമങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇവിടെ നമ്മൾ സിംഗിൾ കോട്ട് ഡബിൾ കോട്ടാണ് കൊടുക്കണമെങ്കിൽ ഡബിൾ കോട്ടിൽ ഇവിടെ എൻഡ് ചെയ്യണം. ഇവിടെയും ഡബിൾ കോട്ട് തന്നെ കൊടുക്കണം. അത് കോമൺ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ റോബോട്ട്സ് മെറ്റാറ്റാഗ് ആയാലും ഡിസ്ക്രിപ്ഷൻ മെറ്റാറ്റാഗ് ആയാലും നമ്മൾ ഡബിൾ കോട്ടാണ് ഉപയോഗിച്ച് തുടങ്ങുന്നെങ്കിൽ ഡബിൾ കോട്ടിൽ തന്നെ എൻഡ് ചെയ്യണം, അല്ലെങ്കിൽ അത് ഇൻവാലിഡ് ആയിട്ട് മാറും. ഓക്കെ, നമ്മൾ എന്താണ് റോബോട്ട്സ് മെറ്റാറ്റാഗ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അഭിമുഖീകരിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ട ആൻസർ ഇങ്ങനെയാണ്. നമ്മളെ പേജിനെ ക്രോൾ ചെയ്യാൻ വരുന്ന ബോർഡ്സിന് നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന മെറ്റാറ്റാഗാണ് റോബോട്ട്സ് മെറ്റാറ്റാഗ് എന്ന് പറയാം. റിപ്പീറ്റ് ചെയ്യാം. നമ്മളെ പേജിനെ ക്രോൾ ചെയ്യാൻ വരുന്ന ബോർഡ്സിന് നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന മെറ്റാറ്റാഗാണ് റോബോട്ട്സ് മെറ്റാറ്റാഗ് എന്ന് വിശദീകരിക്കാം. പറഞ്ഞു നോക്കിയേ, ആൻസി പറഞ്ഞു നോക്കിയേ. നമ്മളെ പേജിനെ ക്രോൾ ചെയ്യാൻ വരുന്ന ബോർഡ്സിന് നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന മെറ്റാറ്റാഗാണ് റോബോട്ട്സ് മെറ്റാറ്റാഗ്. പറഞ്ഞു നോക്കിയേ. പേജിനെ ക്രോൾ ചെയ്യാൻ വരുന്ന ബോർഡ്സിന് നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന മെറ്റാറ്റാഗാണ് റോബോട്ട്സ് മെറ്റാറ്റാഗ്. ഓക്കെ, ഫൈൻ. അപ്പം അവിടെ മനസ്സിലാക്കേണ്ടത് നമുക്ക് നിർദ്ദേശങ്ങൾ എന്ന് പറയുമ്പം നമ്മളെ പേജിനെ ക്രോൾ ചെയ്യേണ്ട എന്നൊരു നിർദ്ദേശം നമുക്കുണ്ടെന്ന് വിചാരിച്ചോ. ഉദാഹരണത്തിന് നമ്മളെ പേജിനെ ഗൂഗിൾ ക്രോൾ ചെയ്യേണ്ട എന്നുള്ള നിർദ്ദേശമാണ് നമുക്കുള്ളത് എങ്കിൽ നമ്മൾ ഈ മെറ്റാറ്റാഗ് എഴുതുമ്പം എന്ത് കൊടുക്കണം? ഇവിടെ നോ ഇൻഡെക്സ് എന്ന് കൊടുത്താൽ നോ ഇൻഡെക്സ്. ഇങ്ങനെയുള്ളൊരു മെറ്റാറ്റാഗ് പ്രതിഷ്ഠിച്ചിട്ടുള്ള ഒരു പേജിനകത്തേക്ക് ഗൂഗിളിൻ്റെ വെബ് ക്രോളേഴ്സ് അടക്കം ഒരു വെബ് ക്രോളേഴ്സും കടക്കുകയോ ക്രോൾ ചെയ്യുകയോ ക്യാച്ച് ചെയ്യുകയോ ഇൻഡെക്സ് ചെയ്യുകയോ ചെയ്യത്തില്ല. പിടികിട്ടിയോ? അപ്പം നമുക്ക് വന്നു അത് നമ്മൾ SEO ചെയ്ത് റാങ്ക് ചെയ്യിക്കാനല്ലേ നോക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഇത് കൊടുക്കുക? ചിലപ്പോൾ ചില സിറ്റുവേഷനിൽ നമ്മളെ വെബ്സൈറ്റിനകത്ത് 25 പേജ് ഉണ്ടെങ്കിൽ അതിൽ ചില പേജുകൾ ഇൻഡെക്സ് ചെയ്യേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് നമുക്ക് എത്താം. ഉദാഹരണത്തിന് ഒരു പ്രൈവസി പോളിസി പേജ് ഉണ്ടെന്ന് വെച്ചോ. ഉദാഹരണത്തിന് ajeesh.com എന്നുള്ള വെബ്സൈറ്റിനകത്ത് 25 പേജാണ് മൊത്തം ഉള്ളത്. അതിലൊരു പേജ് പ്രൈവസി പോളിസി പേജാണ്. ആ പ്രൈവസി പോളിസി പേജ് ഗൂഗിളിനകത്ത് ഇൻഡെക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇൻഡെക്സ് ചെയ്യേണ്ടാത്ത ഒരു പേജ് ഉണ്ടെങ്കിൽ ആ പേജിനകത്ത് പോയി നമുക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ നോ ഇൻഡെക്സ് എന്ന് കൊടുക്കാം. ഇനി ആ കോൺടെക്സ്റ്റ് മനസ്സിലായോ? അടുത്തൊരു പോയിന്റ് പറയട്ടെ, ഒരു എക്സാമ്പിൾ. ഇത് ഓക്കെ ആണെങ്കിൽ മുമ്പോട്ട് പോവാം. ഒന്നും കൂടി ഒന്ന് പറയാമോ? ഓക്കെ, ഞാൻ പറയാമല്ലോ. നോക്കി, നമ്മൾ റോബോട്ട്സ് മെറ്റാറ്റാഗ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഡിഫൈൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പേജിന് ക്രോൾ ചെയ്യാൻ വരുന്ന ബോട്ടുകളില്ലേ, ഗൂഗിൾ ബോട്ടുകളൊക്കെ ഉള്ള വെബ് ക്രോളേഴ്സിന് നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന മെറ്റാറ്റാഗാണ് റോബോട്ട്സ് മെറ്റാറ്റാഗ്. അത്രയും മനസ്സിലായല്ലോ? അവിടെ കൊടുക്കുന്ന നിർദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പേജിനെ ക്രോൾ ചെയ്യണോ ചെയ്യണ്ടേ, ഇൻഡെക്സ് ചെയ്യണോ എന്നുള്ള നിർദ്ദേശം, ഇൻഡെക്സ് ചെയ്യണോ ഇൻഡെക്സ് ചെയ്യണ്ടേ എന്നുള്ള നിർദ്ദേശം. ഉദാഹരണത്തിന് ആദ്യം കിടക്കുന്ന മെറ്റാറ്റാഗ് ഇതിൻ്റെ ഡിഫോൾട്ട് വാല്യൂ ആണ് എന്ന് പറഞ്ഞാൽ ഈ മെറ്റാറ്റാഗ് ഇങ്ങനെ തന്നെ കിടന്നാലും ഈ മെറ്റാറ്റാഗെ ഉപയോഗിച്ചില്ലെങ്കിലും ഇതിൻ്റെ ഡിഫോൾട്ട് വാല്യൂ എന്താണ്? നമ്മളെ പേജിനെ ക്രോൾ ചെയ്യാൻ ഇൻഡെക്സ് ചെയ്യാനുള്ള ഇത് നമ്മൾക്ക് പെർമിഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ടെന്നാണ്. അതായത് മെറ്റാറ്റാഗ് നമ്മളെ ഒരു പേജിനകത്ത് ഈ മെറ്റാറ്റാഗ് ഉപയോഗിച്ചില്ലെന്ന് വെച്ചോ. അപ്പോൾ അതിൻ്റെ ഡിഫോൾട്ട് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡെക്സ് ചെയ്തോളാനും അതിൽ നിന്ന് പോകുന്ന ലിങ്കുകളെ ഫോളോ ചെയ്യാനുള്ള നിർദ്ദേശമാണ് അവിടെ ഉള്ളത്. എന്നാൽ നമ്മളൊരു പേജിനകത്ത് ഉദാഹരണത്തിന് ajeesh.com എന്നുള്ള വെബ്സൈറ്റിനകത്ത് എന്തുണ്ട്? ഒരു പ്രൈവസി പോളിസി എന്നുള്ള പേജുണ്ട്. ആ പേജ് തൽക്കാലം ഗൂഗിൾ ക്രോൾ ചെയ്യുകയോ ക്യാച്ച് ചെയ്യുകയോ ഇൻഡെക്സ് ചെയ്യുകയോ ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ
ഇതുപോലെ ഒരു മെറ്റാ ടാഗ് അതിനെ രൂപപ്പെടുത്തി കൊടുത്താൽ എന്ത് കൊടുത്താൽ മതി? നോ ഇൻഡെക്സ് എന്നൊരു പേജ്, ഏത് പേജിനകത്ത്? നമ്മുടെ പ്രൈവസി പോളിസി പേജിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിൾ അതിൻ്റെ ഇട്ടാ വെട്ടത്ത് പോലും വരത്തില്ല. ആ പേജിനെ ക്രോൾ ചെയ്യുകയോ ക്യാച്ച് ചെയ്യുകയോ ഇൻഡെക്സ് ചെയ്യുകയോ ചെയ്യത്തില്ല. കിട്ടിയോ? ഓക്കെ അല്ലേ? എന്നാൽ വേറൊരു കോൺടെസ്റ്റ് പറഞ്ഞുതരാം. ഓക്കെ, നമ്മളിപ്പം ഐശ്വര്യ.com എന്നുള്ള വെബ്സൈറ്റ് തയ്യാറാക്കി, ഐശ്വര്യയുടെ വെബ്സൈറ്റ് റെഡിയാക്കിയിരിക്കുകയാണ്. ഐശ്വര്യ ആ വെബ്സൈറ്റ് ഒരു ഇനാഗുറേഷൻ വെച്ചിട്ടുണ്ട്. ഡിസംബർ 1-ാം തീയതിയാണ് ഇനാഗുറേഷൻ വെച്ചേക്കണേ. ഡിസംബർ 1-ാം തീയതി ഒരു വിശിഷ്ട വ്യക്തി വന്ന് അതിനെ ഇനാഗുറേറ്റ് ചെയ്യുമ്പോൾ മാത്രം ആ വെബ്സൈറ്റ് ഗൂഗിളിനകത്ത് ഇൻഡെക്സ് ചെയ്താൽ മതി. അതുവരെ ആ പേജിനകത്ത് കുറേ ചേഞ്ചുകൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഐശ്വര്യ. ഇപ്പോൾ എന്ത് ചെയ്യണം? സൈറ്റ് ലൈവാണ്, എന്നാലും അതിനകത്തുള്ള പേജുകളും കണ്ടൻറ്റും ഒക്കെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഓപ്റ്റിമൈസേഷൻ നടക്കുന്നുണ്ട്, കണ്ടൻറ്റുകൾ ആഡ് ചെയ്യുന്നുണ്ട്, ഡിസൈനിലുള്ള മോഡിഫിക്കേഷൻ നടക്കുന്നുണ്ട്. അങ്ങനെ തകൃതിയിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് ഇത് ലോഞ്ച് ചെയ്യുന്നുണ്ട്? ഡിസംബർ 1-നാണ് ലോഞ്ച് ചെയ്യുന്നത്. അതിനുശേഷം മാത്രം പേജ് ഗൂഗിളിനകത്ത് വിസിബിൾ ആവുകയും പബ്ലിക്കായിട്ട് ആൾക്കാർക്ക് കിട്ടാൻ തുടങ്ങിയാൽ മതി. വെബ്സൈറ്റ് ഓപ്പൺ ആക്കാൻ URL അടിച്ചു കഴിഞ്ഞാൽ കിട്ടും, പക്ഷേ തൽക്കാലം ഗൂഗിളിനകത്ത് അത് ഇൻഡെക്സ് ചെയ്യേണ്ട, ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് അവൈലബിൾ ആകണ്ട എന്നാണ് ഐശ്വര്യയുടെ ഉദ്ദേശം അല്ലെങ്കിൽ നിർദ്ദേശമെങ്കിൽ ഐശ്വര്യക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ ഒരു മെറ്റാ ടാഗ് എടുത്ത് ആ വെബ്സൈറ്റിനകത്ത് എല്ലാ പേജിനകത്തും കൊണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്തുള്ള ഒരു പേജും ഗൂഗിൾ ക്രോൾ ചെയ്യത്തില്ല. ഇപ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടിയോ? പക്ഷേ ഡിസംബർ 1-ാം തീയതി ഇനാഗുറേഷൻ നടക്കുന്നതിന് മുമ്പായിട്ട് ഐശ്വര്യക്ക് എന്ത് ചെയ്യാം? ഈ മെറ്റാ ടാഗിനെ എടുത്ത് ഈ നോ അങ്ങ് കളഞ്ഞാൽ മതി. എല്ലാ പേജിനകത്തും പോയി നോ അങ്ങ് എടുത്ത് കളഞ്ഞാൽ മതി. ഇത് കോമൺ ആയിട്ട് ഒരു സ്ഥലത്താണ് വിളിച്ചിരിക്കണേ, ഒരു ഹെഡർ എന്നുള്ള പോർഷനകത്താണ് വിളിച്ചിരിക്കണമെങ്കിൽ ഇത് ആ ഹെഡറിനകത്ത് പോയിട്ട് നോ മാത്രം റിമൂവ് ചെയ്ത് കളഞ്ഞാൽ എല്ലാ പേജിനകത്തും ഇൻഡെക്സ് എന്നുള്ള ഓപ്ഷനിലേക്ക് വരും. അപ്പോൾ നോ ഇൻഡെക്സ് ഇത് രണ്ടുമാണ് ഞാൻ ഇപ്പോൾ ചർച്ച ചെയ്തത്. ഇനി ഫോളോ ചർച്ച ചെയ്യാം. അതിനു മുമ്പേ നിങ്ങൾക്ക് ഇൻഡെക്സിനെ പറ്റി നോ ഇൻഡെക്സിനെ പറ്റി ഒരു ധാരണ കിട്ടിയിട്ടുണ്ടോ എന്ന് പറയണം. ഓക്കെ ആണോ? ഓക്കെ. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിനകത്തുള്ള ഏതെങ്കിലും പേജ് ഗൂഗിൾ ക്രോൾ ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ ആ പേജിനകത്ത് നോ ഇൻഡെക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ പേജിൻ്റെ പരിസരത്ത് പോലും ആര് വരത്തില്ല? വെബ് ക്രോളേഴ്സ് വരികയോ അതിനെ ക്രോൾ ചെയ്യുകയോ ക്യാച്ച് ചെയ്യുകയോ ചെയ്യത്തില്ല. അങ്ങനെ നമ്മളെ പേജിനെ ക്രോൾ ചെയ്യണ്ട എന്നുള്ള നിർദ്ദേശം കൊടുക്കാം, ക്രോൾ ചെയ്തോളൂ എന്നുള്ള നിർദ്ദേശം കൊടുക്കാം. ഇനി രണ്ടാമത്തെ നിർദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോളോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ പേജിൽ നിന്ന് പാസ് ചെയ്യുന്ന എല്ലാ ലിങ്കും ഫോളോ ലിങ്കായിട്ടുള്ള നിർദ്ദേശമാണ് നമ്മൾ കൊടുത്തേക്കുന്നത് എന്നാണ് എൻ്റെ അർത്ഥം. അതായത് ഈ ആദ്യം കിടക്കുന്ന മെറ്റാ ടാഗ് കിടക്കുന്ന എല്ലാ പേജിനകത്തുനിന്നും എല്ലാ ലിങ്കുകളും ഇക്വിറ്റി പാസ് ചെയ്യുന്ന ലിങ്കുകളായിരിക്കും എന്നാണ് എൻ്റെ അർത്ഥം. എന്നാൽ നമുക്ക് അവിടെ ആ പേജിനകത്ത് 25 ലിങ്ക് ഉണ്ട്. അതെല്ലാം ഇക്വിറ്റി പാസ് ചെയ്യുന്ന ലിങ്കായി നിലനിർത്തുകയും ഒരു ലിങ്കിന് മാത്രം ഇക്വിറ്റി പാസ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ ആ ലിങ്ക് കൊടുക്കുന്നിടത്ത് പോയി നമ്മൾ എന്ത് ചെയ്താൽ മതി? നോ ഫോളോ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഫാത്തിമ പറഞ്ഞു നോക്കിയേ, വാട്ട് ഈസ് മീൻ ബൈ നോ ഫോളോ ലിങ്ക്? ഫാത്തിമ ഉണ്ട് അവിടെ. വാട്ട് ഈസ് മീൻ ബൈ നോ ഫോളോ ലിങ്ക് എന്ന് ചോദിച്ചാൽ എങ്ങനെ ആൻസർ പറയും? ഫാത്തിമ പോയോ? ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ കേട്ടോ. ഞാൻ ചോദിച്ചത് വാട്ട് ഈസ് മീൻ ബൈ നോ ഫോളോ ലിങ്ക്? വാട്ട് ഈസ് മീൻ ബൈ നോ ഫോളോ ലിങ്ക്? നോ ഫോളോ ലിങ്ക് എന്ന് പറഞ്ഞാൽ എന്തെന്നാണ് ഞാൻ ചോദിച്ചത്. കൊള്ളാം, ഇടുക്കി. യു സ്റ്റാൻഡ് അപ്പ്. എന്താണിത്? ഇനി രതീഷ് പറഞ്ഞു നോക്കിയേ, എന്താണ് വാട്ട് ഈസ് മീൻ ബൈ നോ ഫോളോ ലിങ്ക്? നമ്മുടെ ഇക്വിറ്റി പാസ് ചെയ്യണ്ടെന്നുള്ള ഒരു കേസിൽ നമ്മൾ ആ പെർട്ടിക്കുലർ പേജിന്റെ ഇതിൽ നോ ഫോളോ കൊടുക്കണം. അതെ, അത്രേ ഉള്ളൂ. നമ്മളെ പേജിൽ നിന്ന് നമ്മളൊരു പേജ് വേറൊരു പേജിലേക്ക് ലിങ്ക് കൊടുക്കുമ്പോൾ നമ്മളെ പേജിന്റെ പവർ അഥവാ ഇക്വിറ്റി പാസ് ചെയ്യേണ്ട എന്നുള്ള നിലയ്ക്ക് ഹൈപ്പർ ലിങ്ക് കൊടുക്കുന്ന ടാഗിനകത്ത് നമ്മൾ എന്ത് കൊടുത്താൽ മതി? RL നോ ഫോളോ കൊടുത്താൽ മതി. എല്ലാവരും ക്ലാപ്പ് ചെയ്ത് കൊടുക്കൂ, മിടുക്കൻ. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടല്ലോ. ഇത് ഫാത്തിമ പറയാതിരുന്നത്, ഫാത്തിമ കുറച്ച് 1-2 ക്ലാസ്സൊന്നും മിസ്സാക്കി. അപ്പോൾ മിസ്സാക്കുമ്പോൾ എന്താ സംഭവിക്കുക? മിസ്സാക്കുമ്പം ഇതുപോലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല പോയിന്റുകളും മിസ്സാവും. ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യുകയൊക്കെ ചെയ്തു. പെട്ടെന്നൊരു ക്വസ്റ്റ്യൻ വന്നു, വാട്ട് ഈസ് മീൻ ബൈ നോ ഫോളോ ലിങ്ക്? പറയാതിരുന്നു കഴിഞ്ഞാൽ അത്യന്തം മോശമാണ്, വളരെ മോശമാണ്. നോ ഫോളോ ലിങ്ക് പറഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മൾ ആരാണ് നിങ്ങളെ പഠിപ്പിച്ച് വിട്ടതെന്ന് ചോദിക്കും. അപ്പോൾ ഫാത്തിമ എന്ത് പറയും? ഫാത്തിമ പോയാ? ഫാത്തിമ മിസ്സായ ക്ലാസിന്റെ വീഡിയോ ഒക്കെ അയച്ചത് കണ്ടില്ലായിരുന്നോ? ഫോണിലൊക്കെ നെറ്റ് കട്ടായി പോകുന്നുണ്ട്, അതാണ് ഇടക്കിടക്ക് കേൾക്കുന്നുള്ളൂ. അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞതൊക്കെ വെറുതെ ശങ്കൂതിയതായിരുന്നു. ഫാത്തിമയുടെ ഞാൻ ചോദിച്ചത്, ഫാത്തിമ 1-2 ക്ലാസ് മിസ്സാക്കിയില്ലേ? അതിന്റെ വീഡിയോസ് വല്ലതും കണ്ടിരുന്നോ? അത് കിട്ടിയിട്ടില്ല. കൊള്ളാം. ഇവിടെ ക്ലാസ്സിന്റെ ഇന്നലെ പോയിട്ടുള്ള വീഡിയോ കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? ഇനി നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സിലുള്ള ആൾക്കാർക്ക് മാത്രം ലിങ്ക് കൊടുത്താൽ മതിയെന്നാണ്
മുകളിൽ നിന്നുള്ള നിർദ്ദേശം എല്ലാം മുകളിലുള്ള ആൾക്കാരാണ് തീരുമാനിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇപ്പം അത് ഞാൻ തന്നെ പറഞ്ഞു മേടിച്ചാണ് കേട്ടോ. നിങ്ങൾ ഓൺലൈൻ അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ നെറ്റ് പോകാനോ കട്ടാവാനൊക്കെ ചാൻസ് ഉള്ളതുകൊണ്ട് വീഡിയോ ക്ലാസ്സായിട്ട് റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് കൊടുത്തേ പറ്റുമോ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞ് പെർമിഷൻ വാങ്ങിച്ചിരിക്കുന്നതാണ്. ഓഫ്ലൈൻ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർക്കൊന്നും ക്ലാസ് റെക്കോർഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഇവിടെ നിന്ന് മുകളിൽ നിന്നുള്ള നിർദ്ദേശം. അപ്പം നിങ്ങൾക്ക് നേരത്തെ ഈ ക്ലാസ്സിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഇന്നലത്തെ ക്ലാസ് പോയിട്ട് ബാക്കി ഏതെങ്കിലും ക്ലാസ് ലിങ്ക് കിട്ടാത്തതുണ്ടോ? കിട്ടാത്തതുണ്ടോ? മിനിഞ്ഞാന്ന് ഞാൻ പറഞ്ഞില്ലേ, മിനിഞ്ഞാന്ന് ഞാനല്ലല്ലോ ക്ലാസ് എടുത്ത സമയത്ത് റെക്കോർഡിങ് അത് എല്ലാം കൂടെ അതിൻ്റെ എക്കോയൊക്കെ ആയിട്ട് കയറി വന്ന് നിങ്ങൾക്ക് അത് അയച്ചു തന്നാൽ നിങ്ങൾ എന്നെ പ്രാകും. കാരണം അതിൻ്റെ സൗണ്ടൊന്നും നേരെ കിട്ടിയിട്ടില്ല, അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. ഇന്നത്തെ റെക്കോർഡ് നമ്മൾ എടുത്തു നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ വേറെ ലാപ്ടോപ്പിൽ നിന്നാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ സൗണ്ട് നോയ്സൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതല്ലാതെ ഇന്നലത്തെയും മിനിഞ്ഞാന്നതും അല്ലാത്ത ബാക്കി വീഡിയോസൊക്കെ ഞാൻ അയച്ചു തന്നിട്ടില്ലേ? ആർക്കെങ്കിലും അത് കിട്ടാത്തുണ്ടോ? ഇല്ലല്ലോ, എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫാത്തിമയ്ക്ക് മാത്രം കിട്ടിയില്ലേ? എന്നാ ഓൺലൈൻ മോഡ് ഇന്നാണ് ആക്കിയിരിക്കുന്നത്. ആ, നന്നായി. ഓക്കെ, ഞാനേ നിങ്ങളെ ക്ലാസ് കഴിഞ്ഞിട്ട് എൻ്റെ നമ്പർ അതിനകത്തുണ്ടാവും. നമ്പർ എഴുതി കൊടുത്തിട്ടുണ്ടോ ഫാത്തിമ? ഫസ്റ്റ് ക്ലാസ് ഞാൻ നമ്പർ തന്നിട്ടുണ്ടാവുമല്ലോ. ആ നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ ഇവരുടെ ഗ്രൂപ്പിനകത്തുനിന്ന് നേരത്തെ ഉണ്ടായിരുന്ന ഗ്രൂപ്പിനകത്തുനിന്ന് ലിങ്കുകൾ ഉണ്ടാകും. ഞാൻ അതിനെ കോപ്പി ചെയ്ത് അയച്ചുതരാം കേട്ടോ. സമയം കിട്ടുമ്പം ഉറപ്പായിട്ട് അത് കാണുക. അല്ലെങ്കിൽ കണ്ടോ, ഇപ്പം കണ്ടോ, ഇവിടെയുള്ള എല്ലാവരും ആൻസർ പറയും. ഏത് നോ ഫോളോ ലിങ്ക് എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും പറഞ്ഞിരിക്കും. ഫാത്തിമ പറഞ്ഞപ്പോഴത്തേക്ക് അത് എന്താണ് ശരിക്കും ചിരിയാണ് പറഞ്ഞത്. ആരും കയറാത്ത ലിങ്ക് അല്ല നോ ഫോളോ ലിങ്ക് എന്ന് പറഞ്ഞാൽ. നമ്മളെ പേജിൽ നിന്ന് ഒരു ലിങ്ക് വേറൊരു പേജിലേക്ക് പോകുന്നു, അവിടെ നിന്ന് ഇക്വിറ്റി പാസ് ചെയ്യേണ്ട, നമ്മളെ പവർ പാസ് ചെയ്യേണ്ട ലിങ്ക് വഴി നമ്മളെ പവർ പാസ് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ REL നോ ഫോളോ എന്നുള്ള ആട്രിബ്യൂട്ട് ആഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ആട്രിബ്യൂട്ട് ആഡ് ചെയ്തിട്ടുള്ള നോ ഫോളോ ആട്രിബ്യൂട്ട് ആഡ് ചെയ്തിട്ടുള്ള ലിങ്കുകളെയാണ് എന്ത് പറയുക? നോ ഫോളോ ലിങ്ക് എന്ന് പറയുക. ഞാൻ പഠിപ്പിക്കുന്നത് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വളരെ ക്ലാരിറ്റിയോടുകൂടിയല്ലേ മനസ്സിലാക്കാൻ ഞാൻ പഠിപ്പിക്കുക. ഇതിനേക്കാളും കുറച്ചുകൂടെ ക്ലാരിറ്റി ആയിട്ട് പഠിപ്പിക്കേണ്ടി വരുമോ ഇനി? എന്താണ് അഭിപ്രായം? ഞാൻ പറയുന്നത് പഠിപ്പിക്കുന്നത് ക്ലിയർ അല്ലേ എന്നാണ് ചോദിക്കണേ. ക്ലിയർ ആവുന്നുണ്ട്. ക്ലിയർ ആണ്. ഓക്കെ, മിഷാൽ ഉണ്ടോ അവിടെ? മിഷാൽ നോ ഫോളോ ലിങ്ക് പഠിപ്പിച്ചപ്പോഴത്തേക്ക് ഉണ്ടായിരുന്നിട്ടുണ്ടോ? ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം നോ ഫോളോ ലിങ്കുകളുടെ ഒരു സംഗതിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോ ഫോളോ ലിങ്കിനെ പറ്റിയല്ല നമ്മൾ REL മെറ്റാ ടാഗിനെ പറ്റി റോബോട്ട്സ് മെറ്റാ ടാഗിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റോബോട്ട്സ് മെറ്റാ ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പേജിനെ ക്രോൾ ചെയ്യാൻ വരുന്ന ബോർഡ്സിന് നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ഒരു മെറ്റാ ടാഗ് ആണെന്ന് പറഞ്ഞു. അവിടെ ഇൻഡെക്സ് നോ ഇൻഡെക്സിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തു. ഫോളോ, അപ്പോൾ നമ്മുടെ പേജിൽ നിന്ന് പോകുന്ന ലിങ്ക് ഒന്നും നമുക്ക് ഇക്വിറ്റി പാസ് ചെയ്യേണ്ട, ഒരു ലിങ്ക് വഴിയും ഇക്വിറ്റി പാസ് ചെയ്യേണ്ട. ഉദാഹരണത്തിന് ajeesh.com എന്നുള്ള വെബ്സൈറ്റിനകത്തുള്ള ഒരു പേജിൽ നിന്ന് അജീഷ് ഒരുപാട് സൈറ്റുകളിലേക്ക് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലേക്കുള്ള ലിങ്കൊന്നും ഇക്വിറ്റി പാസ് ചെയ്യുന്നത് അതുവഴി അജീഷിൻ്റെ പവർ പാസ് ചെയ്ത് പോകണ്ട. എന്താണ് ജ്യൂസ് പാസ് ചെയ്ത് പോകണമെങ്കിൽ അജീഷ് എന്ത് ചെയ്താൽ മതി? ഇതുപോലെ നോ ഫോളോ എന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? ആ വെബ്സൈറ്റിൻ്റെ ആ പേജിനകത്ത് നിന്ന് പോകുന്ന ഒരു ലിങ്കും അവരുടെ പേജിൻ്റെ ഇക്വിറ്റി പവർ അഥവാ പാസ് ചെയ്ത് പോകത്തില്ല. ക്ലിയർ ആയോ? അപ്പോൾ ഇതൊരു റോബോട്ട്സ് മെറ്റാ ടാഗ്. ഇനി ഇതിൻ്റെ തന്നെ വേറെ വേരിയൻ്റ് ഒരെണ്ണം കൂടെ പഠിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകട്ടോ. മെറ്റാ ടാഗ് ചോദിച്ചോ, ആരാണ് ചോദിച്ചോ? നമ്മുടെ ഇക്വിറ്റി പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റാങ്കിങ് മോശമാവാനല്ലേ ചാൻസ് കൂടുതൽ? നമ്മളുടെ പവർ നഷ്ടപ്പെടും. വെച്ചാൽ നമ്മളുടെ പവർ നമ്മളെ വിശ്വാസ്യത ഒക്കെ നമ്മൾ കാത്തു സൂക്ഷിക്കുന്നതിലേക്ക് വേണ്ടി നമ്മൾ അച്ചീവ് ചെയ്തിരിക്കുന്ന പവർ ഈ ലിങ്ക് വഴി പാസ് ചെയ്ത് പോകുമ്പോൾ നമ്മളെ വിശ്വാസം നഷ്ടപ്പെടുക. നേരത്തെ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയാം, പേജ് റാങ്ക് എന്ന് തന്നെ എടുത്തു പറയാം. ഇപ്പോൾ പേജ് റാങ്ക് നമുക്ക് കാണാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ നേരത്തെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഇപ്പം Radish.com എന്നുള്ള വെബ്സൈറ്റിന് 5 പേജ് റാങ്ക് ഉണ്ടെങ്കിൽ നമ്മൾ കുറേ ലിങ്ക് കൊടുക്കുകയും അതുവഴി ഇക്വിറ്റി പാസ് ചെയ്ത് പോവുകയും നമ്മളെ കഷ്ടകാലത്തിന് ആ ലിങ്ക് വഴി ഇക്വിറ്റി പാസ് ചെയ്ത് പോവുകയും ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 2 മാസം 3 മാസം കഴിയുമ്പോൾ നമ്മൾ 5 പേജ് റാങ്ക് നഷ്ടപ്പെട്ട് നമ്മൾ 3-ലോട്ടോ 2-ലോട്ടോ വരും. അത് നമ്മുടെ വെബ്സൈറ്റിൻ്റെ വിശ്വാസ്യതയെ ബാധിക്കും. പിടികിട്ടിയോ? നോ ഫോളോ കൊടുക്കുന്നില്ല അപ്പോൾ സേഫ്. നമ്മൾക്ക് കൊടുക്കുന്ന ലിങ്ക് എല്ലാം നോ ഫോളോ കൊടുക്കണം നിർബന്ധമില്ല. നമ്മൾ വിശ്വാസ്യതയുള്ള ട്രസ്റ്റ് വർത്തിയായിട്ടുള്ള പേജുകളിലേക്ക് കൊടുക്കും. ഉദാഹരണത്തിന് വിക്കിപീഡിയയിലേക്ക് Radish.com എന്ന് ഒരു ലിങ്ക് കൊടുക്കുകയാണ്. അവിടെ നോ ഫോളോ ആഡ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, ആഡ് ചെയ്താലും പ്രശ്നമൊന്നുമില്ല. അവിടെ ആഡ് ചെയ്തില്ലെങ്കിലും അവിടെ എന്താ സംഭവിക്കുക, നമ്മൾ 5 നില കെട്ടിടത്തിൻ്റെ മുകളിൽ ഇരിക്കുന്ന ടാങ്ക് ആണെങ്കിൽ വിക്കിപീഡിയ 500 നില കെട്ടിടത്തിൻ്റെ മുകളിൽ ഇരിക്കുന്ന ടാങ്കാണ്. നമ്മളെവിടെ നിന്ന് വെള്ളം മുകളിലോട്ട് കയറുമോ? 500 നിലയിലോട്ട് ഒരിക്കലും കയറും.
അപ്പം അവിടെ വിശ്വാസ്യത ഉള്ള വെബ്സൈറ്റുകളിലേക്കൊക്കെ ലിങ്ക് കൊടുക്കുമ്പോൾ നോ ഫോളോ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കുക. എന്നാൽ ട്രസ്റ്റ് വർത്തി അല്ലാത്ത വിശ്വാസ്യത ഇല്ലാത്ത ഏത് വെബ്സൈറ്റിലേക്ക് നിങ്ങൾ ലിങ്ക് കൊടുക്കേണ്ടി വന്നാലും നിങ്ങൾ എന്ത് കൊടുക്കണം? നോ ഫോളോ കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇക്വിറ്റി പാസ് ചെയ്ത് പോകും. പിടിയിട്ടിയല്ലോ, മുമ്പോട്ട് പോവാം ജതീഷ്. ഓക്കെ ഓക്കെ. അപ്പോൾ നിങ്ങളിങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴാണ് എനിക്ക് സമാധാനമുള്ളത്. നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് ഉൾക്കൊണ്ട് പോകാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം എനിക്ക് എപ്പോഴാണുള്ളത്. അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചു പോണത്. പിന്നെ നിങ്ങൾ ഇടയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ക്ലിയർ ആയിട്ട് ആൻസറൊക്കെ പറയുമ്പോൾ എനിക്കൊരു സന്തോഷം, പറയുന്നത് നിങ്ങൾക്ക് സന്തോഷം. ഓക്കെ, ഒരു കാര്യം കൂടി. പറഞ്ഞോ രൂപേഷ്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ്സ് ഇപ്പോൾ സാർ പറഞ്ഞു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് നമ്മൾ ഒരു വെബ്സൈറ്റിൽ ചെയ്തെന്ന് വെച്ചു, ഒരു മെറ്റ ടാഗ് ആഡ് ചെയ്യോ എന്തെങ്കിലും ഒരു അപ്ഡേഷൻ നമ്മൾ ചെയ്യുന്നു. ആ അപ്ഡേഷൻ നമ്മളെ റിസൾട്ടിലേക്ക് എത്താൻ ഒരു 24 hours ഒക്കെ എടുക്കും. നല്ല ക്വസ്റ്റ്യൻ, സൂപ്പർ ക്വസ്റ്റ്യൻ. ഓക്കെ, ചോദിച്ച ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. നമ്മളൊരു പേജിനെ ഇപ്പം പബ്ലിഷ് ചെയ്ത് ഗൂഗിൾ ക്യാച്ചൊക്കെ ചെയ്ത് കിടക്കുകയാണ്. എന്നാൽ ആ പേജിനകത്ത് നമ്മൾ മോഡിഫിക്കേഷൻ വരുത്തി. എപ്പോഴത് ഗൂഗിളിൻ്റെ റിസൾട്ടിനകത്ത് റിഫ്ലക്റ്റ് ചെയ്യും, ഇല്ലേ? റിസൾട്ടിനകത്ത് റിഫ്ലക്റ്റ് അത് നമ്മളെ പേജിൻ്റെ ക്രോൾ റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. ഒരു 2-3 കാര്യങ്ങളുണ്ട്. നമ്മളെ പേജിനെ നമ്മൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോൾ ക്രോൾ ചെയ്യും, എപ്പോൾ ക്രോൾ ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. എന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മോഡിഫൈ ചെയ്ത് കുറേ മോഡിഫിക്കേഷൻ നടത്തിയ ഒരു പേജിനെ നമുക്ക് ഗൂഗിളിനകത്ത് URL ഇൻസ്പെക്ഷൻ വഴി നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും, റീസബ്മിറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ റീസബ്മിറ്റ് ചെയ്താലും ചിലപ്പോൾ ഒരു 4 മണിക്കൂർ 5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഗൂഗിളിനകത്ത് ആ ക്യാച്ച് വരാനുള്ള സാധ്യത ഉള്ളത്. ചിലപ്പോൾ ഒരു ദിവസം വരെ എടുക്കാം. ഇനി നമ്മൾ അങ്ങനെ സബ്മിറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിനകത്ത് നമ്മൾ സൈറ്റ് മാപ്പ് എന്നുള്ള ഫയൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. ആ സൈറ്റ് മാപ്പിനകത്ത് ആ ലിങ്ക് അപ്ഡേറ്റ് ചെയ്ത ലിങ്കിൻ്റെ ഡീറ്റെയിൽസും അതിന് ലാസ്റ്റ് മോഡിഫൈഡ് ഡേറ്റും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ ഒന്നുകിൽ നല്ല രീതിയിൽ മോഡിഫിക്കേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ 1-2 ദിവസത്തിനുള്ളിൽ ആ പേജിനെ ഗൂഗിൾ നാച്ചുറലി ക്രോൾ ചെയ്യാൻ ചാൻസ്, നമ്മൾ സബ്മിറ്റ് ചെയ്തില്ലെങ്കിലും ക്രോൾ ചെയ്യാൻ സാധ്യത ഉണ്ടാകും. അങ്ങനെ ക്രോൾ ചെയ്ത് ചിലപ്പോൾ 2 ദിവസത്തിനുള്ള 3 ദിവസത്തിനുള്ള വരാം. ഇനി ചേഞ്ചസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പേജുകളെ ക്രോൾ ചെയ്യുന്ന പ്രയോറിറ്റി ഗൂഗിൾ നിശ്ചയിക്കാറുണ്ട്. ഹോം പേജിനായിരിക്കും ഏറ്റവും പ്രയോറിറ്റി ഉള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മൾ റെഗുലറായിട്ട് പേജിനകത്ത് മോഡിഫിക്കേഷനോ ബ്ലോഗ് പോസ്റ്റൊക്കെ പബ്ലിഷ് ചെയ്യുന്ന rubesh.com എന്നുള്ള വെബ്സൈറ്റിനെ ചിലപ്പോൾ ദിവസവും ഗൂഗിൾ ക്രോൾ ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ ഒരു ദിവസം 4-5 പ്രാവശ്യം ക്രോൾ ചെയ്യുന്നുണ്ടാവും റെഗുലറായിട്ട് അപ്ഡേഷൻ നടക്കുന്ന ഒരു വെബ്സൈറ്റിനെ. എന്നാൽ ക്രോൾ ചെയ്തെന്ന് പറഞ്ഞ് ക്യാഷ് എടുക്കണമെന്നില്ല. ക്രോൾ ചെയ്യുകയും ക്യാഷ് എടുക്കുകയും ചെയ്താൽ മാത്രമേ അത് റിഫ്ലക്റ്റ് ചെയ്യുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഉദാഹരണത്തിന് രൂപേഷിൻ്റെ ഒരു പേജിനകത്ത് പുതിയ ഒരു ചേഞ്ച് വരുത്തി, ഒരു പാരഗ്രാഫ് കണ്ടന്റ് കൂടെ ആഡ് ചെയ്തു, മെറ്റാ ഡിസ്ക്രിപ്ഷൻ മോഡിഫൈ ചെയ്തു, കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആക്കി, അത് ക്യാച്ച് ചെയ്യാൻ വേണ്ടി സബ്മിറ്റ് ചെയ്തു. പക്ഷേ ഗൂഗിൾ ക്രോൾ ചെയ്തു. പക്ഷേ ഗൂഗിളിൻ്റെ കാഴ്ചപ്പാടിൽ ഗൂഗിളിൻ്റെ കയ്യിൽ ഓൾറെഡി ആ പേജിൻ്റെ ഒരു സ്നാപ്ഷോട്ട് ഉണ്ടല്ലേ, നമുക്കറിയാം. ഗൂഗിൾ ക്രോൾ ചെയ്ത് ഒരു സ്നാപ്ഷോട്ട് എടുത്ത് സൂക്ഷിച്ച് വയ്ക്കും. ആ സ്നാപ്ഷോട്ടിനകത്തുള്ള കണ്ടന്റും രൂപേഷ് ചേഞ്ച് ചെയ്ത പുതിയ മോഡലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വലിയ സ്ഥായിയായിട്ടുള്ള മാറ്റമൊന്നും അതിനകത്ത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പുതിയ ക്യാച്ച് എടുക്കണമെന്നില്ല. ക്രോളിംഗ് പല രീതിയിൽ നടക്കാം. നമ്മുടെ പേജിനകത്ത് ക്രോളിംഗ് നടക്കാനുള്ള സാധ്യത, നമ്മുടെ പേജിനകത്ത് നിരന്തരം ചേഞ്ചസ് വരുന്നതുകൊണ്ട്, ഒരുപാട് വിസിറ്റ് വരുന്നതുകൊണ്ട്, നമ്മുടെ വെബ്സൈറ്റിനകത്തേക്ക് വേറെ വെബ്സൈറ്റുകളിൽ നിന്ന് ലിങ്ക് വരുന്നതുകൊണ്ട്, വേറെ വെബ്സൈറ്റ് വഴി നമ്മുടെ വെബ്സൈറ്റിലേക്ക് വിസിറ്റുകൾ വരുന്നതുകൊണ്ട്, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ക്രോളിംഗ് നടന്നെന്ന് വരാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, rubesh.com എന്നുള്ള ഒരു വെബ് പേജിലേക്ക് ചിലപ്പോൾ ഒരു ദിവസം ഒരു 10, 20, 30, 40 പ്രാവശ്യമൊക്കെ ചിലപ്പോൾ ക്രോൾ ചെയ്തെന്ന് വരാം. പക്ഷേ ക്യാച്ച് ഒരു പ്രാവശ്യമായിരിക്കും എടുക്കുക. എന്നാൽ രാവിലെ ക്യാച്ച് എടുത്തു, വൈകുന്നേരം ആയപ്പോഴത്തേക്ക് രൂപേഷിൻ്റെ വെബ്സൈറ്റിനകത്ത് ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നു. രൂപേഷ് കുറേ കണ്ടന്റ് ആഡ് ചെയ്തു. അന്നേരം അത് ഗൂഗിൾ ക്രോൾ ചെയ്തപ്പോൾ ചിലപ്പോൾ വലിയ മാറ്റം വന്നിട്ടുള്ളതുകൊണ്ട് ഗൂഗിൾ ഒരു പുതിയ ക്യാഷ് എടുത്തെന്ന് വരാം. അത് ചിലപ്പോൾ നമുക്ക് അന്ന് വൈകുന്നേരമോ അല്ലെങ്കിൽ 4 മണിക്കൂർ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ പിറ്റെന്നൊക്കെ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യാം. പക്ഷേ ഹോം പേജ് പോലെയല്ല ഇന്നർ പേജസ്. നമ്മളെ പേജിൻ്റെ പ്രയോറിറ്റി അനുസരിച്ച് നമ്മളെ വെബ്സൈറ്റ് rubesh.com/service എന്നുള്ള പേജ് സെക്കൻഡറി URL ആണ്. ആ URLൻ്റെ പ്രത്യേകത അത് ചിലപ്പോൾ ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ ആയിരിക്കും പുതിയ ക്യാച്ച് എടുക്കുക. അല്ലെങ്കിൽ അതിനകത്ത് ക്രോളിംഗ് പ്രോസസ്സ് തന്നെ 1.5 വിട്ടോ 3 ദിവസം ഇടവിട്ടോ 2 ദിവസം ഇടവിട്ടോ 3 ദിവസം ഇടവിട്ടൊക്കെ ആയിരിക്കും നടക്കുക. അപ്പോൾ നമ്മൾ ആ പേജിലേക്ക് ഗൂഗിൾ വെബ് ക്രോളേഴ്സ് വരാൻ വേണ്ടി തന്നെ 2-3 ദിവസം ഡിലേ ഉണ്ടാകും. ക്രോൾ റേറ്റ് കുറവായിരിക്കും. ഇനി ക്രോൾ റേറ്റ് കൂടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പേജിനകത്ത് നമ്മൾ നല്ല ക്വാളിറ്റി കണ്ടൻസ് ആഡ് ചെയ്യുകയോ അതിനെ നമ്മൾ ഇൻറ്റേർണലി നമ്മുടെ വെബ്സൈറ്റിനകത്തൊക്കെ ലിങ്ക് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ അതിനെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുകയോ നമ്മുടെ വെബ്സൈറ്റിലേക്ക് വേറെ വെബ്സൈറ്റുകളിൽ നിന്ന് ക്വാളിറ്റിയുള്ള കണ്ടൻറ്റ് ആയതുകൊണ്ട് കുറേ ലിങ്കുകൾ ഓട്ടോമാറ്റിക്കായിട്ട് നാച്ചുറലി വരികയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ക്രോളിംഗ് നടക്കും. ചേഞ്ചസ് അതിനനുസരിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ ക്യാച്ച് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ നമ്മൾ ചേഞ്ച് ചെയ്യുന്നതിൻ്റെ റിഫ്ലക്ഷൻ വരിക. ക്ലിയർ ആയോ രൂപേഷ്? ഓക്കെ, റൈറ്റ്.
ഓക്കെ, അപ്പോൾ നമുക്ക് തിരിച്ചു വരാം. ഒരു ഇതും അതിനോടനുബന്ധിച്ച് നമ്മൾ ഇതിപ്പോ ജസ്റ്റ് സൈറ്റ് നമ്മളെ സെർവറിലേക്ക് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ലല്ലോ. അത് നല്ല ക്വസ്റ്റ്യൻ. നമ്മൾ ചെയ്യുന്ന വെബ്സൈറ്റ് ഒരു HTML സൈറ്റ് ആണെന്ന് വിചാരിച്ചോ. അവിടെ HTML സൈറ്റാണ് rubesh.com. അതിനകത്ത് നമ്മൾ പുതിയൊരു പേജ് അപ്ഡേറ്റ് ചെയ്ത് അല്ലെങ്കിൽ മോഡിഫൈ ചെയ്തു. അവിടെ നിങ്ങൾക്ക് 2 ഓപ്ഷനുകളുണ്ട്. ഒന്നുകിൽ ആ പുതുതായിട്ട് മോഡിഫൈ ചെയ്ത പേജിൻ്റെ URL കോപ്പി ചെയ്ത് ഗൂഗിൾ സെർച്ച് കൺസോളിൽ പോയി നമ്മൾ എന്ത് ചെയ്യണം, URL ഇൻസ്പെക്ഷൻ ചെയ്യണം. അത് നമ്മൾ ഒരു 3-4 ക്ലാസ് കൂടെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ സെർച്ച് കൺസോൾ പഠിക്കുന്നുണ്ടാകും. അപ്പം ഇത് കുറച്ചുകൂടെ ക്ലാരിറ്റിയോട് കൂടി മനസ്സിലാക്കാം കേട്ടോ. ഗൂഗിൾ സെർച്ച് കൺസോളിനകത്ത് നമ്മൾ വെബ്സൈറ്റിനെ വെരിഫൈ ചെയ്യുകയും URL സബ്മിറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ പഠിക്കും. ആ URL സബ്മിറ്റ് ചെയ്യുന്ന പ്രോസസ്സിൽ പോയി നമുക്ക് വേണമെങ്കിൽ സബ്മിറ്റ് ചെയ്യാം. ഒന്ന്. രണ്ടാമത്തേത്, നിങ്ങൾക്ക് അവിടെ സൈറ്റ് മാപ്പ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. വെബ്സൈറ്റിനകത്തുള്ള എല്ലാ URLസും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു XML ഡോക്യുമെൻ്റാണ് സൈറ്റ് മാപ്പ്. ആ സൈറ്റ് മാപ്പ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ സൈറ്റ് മാപ്പിനകത്ത് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത അല്ലെങ്കിൽ മോഡിഫൈ ചെയ്ത സൈറ്റ് മാപ്പ് പുതിയ പേജിൻ്റെ അപ്ഡേഷൻ സൈറ്റ് മാപ്പിനകത്ത് ആഡ് ചെയ്താൽ മതി. അതായത് ഒന്നുകൂടെ HTML പേജ് ആണെങ്കിൽ ഒന്നുകൂടെ സൈറ്റ് മാപ്പ് ജനറേറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ മതി. അത് വർക്ക് ആയിക്കോളും, ഗൂഗിൾ ക്രോൾ ചെയ്തോളും. ഇനി നമ്മുടെ വെബ്സൈറ്റ് HTML സൈറ്റ് അല്ല, വേർഡ്പ്രസ് പോലെയുള്ള ഒരു സൈറ്റാണെന്ന് വിചാരിച്ചോ. ഉദാഹരണത്തിന് rubesh.com ഈസ് കൺസ്ട്രക്റ്റഡ് വിത്ത് വേർഡ്പ്രസ് എന്ന് പറയുന്നത് CMSലാണ് കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്. അവിടെ നമ്മുടെ വെബ്സൈറ്റിനകത്ത് നമ്മളൊരു മോഡിഫിക്കേഷൻ, ഒരു പേജിനകത്ത് ഒരു മോഡിഫിക്കേഷൻ വരുത്തുമ്പോൾ തന്നെ അതിൻ്റെ സൈറ്റ് മാപ്പ് XMLനകത്ത് അത് ലാസ്റ്റ് മോഡിഫൈഡ് ടൈമും ഡേറ്റും ഒക്കെ മാറിയിട്ടുണ്ടാവും. മനസ്സിലായി? അത് ഓട്ടോമാറ്റിക്കായിട്ട് വരും, ഡൈനാമിക് കൂടെ ആയിരിക്കും. അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നമ്മളെ സൈറ്റ് മാപ്പ് ഗൂഗിൾ ക്രോൾ ചെയ്ത് കഴിഞ്ഞാലോ നമ്മളെ URLിലേക്ക് ലിങ്ക് ചെയ്തേക്കുന്ന വേറെ ഏതെങ്കിലും പേജ് ക്രോൾ ചെയ്താലോ 99% നമ്മുടെ പേജ് ക്രോൾ ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. ഇനി അപ്പം വേർഡ്പ്രസിൻ്റെ പ്രത്യേകതകൾ പറയുമ്പോൾ നമുക്ക് അതൊക്കെ പറയാമെന്നുള്ള അഡ്വാൻറ്റേജ് പറയുമ്പോൾ അതൊക്കെ പറയാമെന്നുള്ള സംഗതിയാണ്. വേർഡ്പ്രസ് എന്നുള്ള സംഭവത്തിൻ്റെ അഡ്വാൻറ്റേജ് പറയുമ്പോൾ അതൊക്കെ ഇതിനകത്ത് ഉൾക്കൊള്ളുന്നതാണ്. അപ്പോൾ നമ്മുടെ പേജിലേക്ക് വേറെ പേജുകളിൽ നിന്ന് ലിങ്ക് വരുമ്പോൾ അത് ക്രോൾ ചെയ്യപ്പെടാൻ സാധ്യത കൂടും. രണ്ടാമത്തേത്, നമ്മൾ സൈറ്റ് മാപ്പിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേജിലേക്ക് വെബ് ക്രോളേഴ്സ് എത്താം. പിന്നെ നമ്മൾ ലാസ്റ്റ് മോഡിഫൈഡ് ഡേറ്റ് ഒക്കെ സൈറ്റ് മാപ്പിനകത്ത് കാണിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ മാനുവലി URL സബ്മിറ്റ് ചെയ്താലും ഗൂഗിൾ നമ്മളെ പേജിലേക്ക് എത്തുമ്പോൾ ക്രോളിംഗ് നടക്കുന്നുണ്ടാകും. ക്രോൾ ചെയ്തിട്ട് നമ്മളെ പേജ് പുതിയൊരു ക്യാച്ച് എടുക്കത്തെ രീതിയിലുള്ള ഒരു വലിയ മാറ്റം നമ്മൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഗൂഗിൾ അതിൻ്റെ ക്യാച്ച് എടുക്കുന്നുണ്ടാവുള്ളൂ. ഓക്കെ, മുമ്പോട്ട് പോകാം. ഓക്കെ, റൈറ്റ്. ഓക്കെ, ഫൈൻ. അപ്പോൾ നമ്മൾ ഇനി റോബോട്ട്സ് മെറ്റാറ്റാക്കിൻ്റെ കുറച്ച് കട്ടിയുള്ള ഒരു വേർഷൻ കൂടെ പറയാം, അല്ലെങ്കിൽ 2 വേർഷൻ പറയാം. ചില സ്ഥലങ്ങളിൽ മെറ്റാനെയിം ഈസ് ഈക്വൽ ടു റോബോട്ട്സ് കണ്ടന്റ് ഈസ് ഈക്വൽ ടു നോ ഇമേജ് ഇൻഡെക്സ് എന്ന് കൊടുത്തേക്കും. അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ? എന്തായിരിക്കും ആൻസി? നമ്മുടെ പേജിനകത്തുള്ള ഇമേജ് ഒന്നും ഗൂഗിളിനകത്ത് ഇൻഡെക്സ് ചെയ്യേണ്ട. ഉദാഹരണത്തിന് നമ്മൾ മെറ്റാനെയിം ഈസ് ഈക്വൽ ടു റോബോട്ട്സ്, ഓക്കെ, ഇങ്ങനെ കിടക്കുക. അപ്പോൾ അവിടെ നമുക്ക് നോ ഇമേജ് എന്നാണ് ഇങ്ങനെ കൊടുത്തത്. നോ ഇമേജ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു നിർദ്ദേശമാണ് നമ്മൾ പേജിനകത്ത് കൊടുക്കുന്നതെങ്കിൽ ഇങ്ങനെ ഒരു മെറ്റാറ്റാഗ് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ആ പേജിനകത്ത് കിടക്കുന്ന ഒരു ഇമേജും ഗൂഗിളിനകത്ത് ഇൻഡെക്സ് ചെയ്ത് വരത്തില്ല. നമുക്ക് അങ്ങനെ നിർദ്ദേശം ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. നമ്മളെ ഇമേജ് ഒന്നും ഗൂഗിളിനകത്ത് ഇൻഡെക്സ് ചെയ്ത് തരണ്ട. കാരണം നമ്മൾ വേറെ ഇടത്തു നിന്ന് അടിച്ചു മാറ്റിയ ഇമേജുകളാണ്. ഇനി ഗൂഗിളിനകത്ത് അത് കാണിച്ച് 4 ആൾ അറിഞ്ഞ് നമുക്ക് ഇനി കംപ്ലയിൻ്റ് ആകണ്ട എന്നുള്ളൊരു ധാരണയാണെങ്കിൽ നമുക്ക് നോ ഇമേജ് ഇൻഡെക്സ് കൊടുക്കാം. പക്ഷേ ഇത് കൊടുക്കുന്നത് നമ്മളെ കിടക്കുന്ന ഇമേജൊക്കെ ജെന്യുവിൻ നമ്മളതായിട്ടുള്ള ഇമേജാണ്. അതുവഴി ട്രാഫിക്കൊക്കെ വേണമെന്നുള്ള ആൾക്കാർക്ക്, പോപ്പുലാരിറ്റിയും ട്രാഫിക്കൊക്കെ വേണമെന്നുള്ള ആൾക്കാർ ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഏതെങ്കിലും മോഡൽസിൽ നമ്മുടെ പേജിനകത്ത് കിടക്കുന്ന ഇമേജ് ഗൂഗിളിനകത്ത് ഇൻഡെക്സ് ചെയ്ത് വരണ്ട എന്നാണ് നമ്മുടെ നിർദ്ദേശമെങ്കിൽ ഇതുപോലെ കൊടുക്കാം എന്നാണ് ഞാൻ പറഞ്ഞത്. ക്ലിയർ ആയല്ലോ? സിമ്പിൾ അല്ലേ? നോ ഇമേജ് ഇൻഡെക്സ്. ഇനി ചില സ്ഥലങ്ങളിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചില പേജുകളിൽ NOODP എന്ന് കിടക്കണ്ടാവും. NOODP ഇതല്പം കട്ടിയായിട്ടുള്ള സംഗതിയാണ്. NOODP നിങ്ങൾ പ്രത്യേകം എഴുതി വെച്ച് പഠിക്കേണ്ട കാര്യമാണ്. NODP സ്റ്റാൻഡ്സ് ഫോർ ഡു നോട്ട് യൂസ് ദി ഡിസ്ക്രിപ്ഷൻ പ്രൊവൈഡഡ് ഇൻ ഓപ്പൺ ഡയറക്ടറി പ്രോജക്റ്റ് എന്നാണ്. അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറച്ച് കട്ടിയായിട്ടുള്ള ഒരു സംഗതി ഇതിനകത്തുണ്ട്, അത് പഠിപ്പിക്കാനാണ് പോണത്. ഇത് വേറൊന്നുമല്ല, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ചില വെബ്സൈറ്റുകളിൽ നിന്ന് നമ്മളെ വെബ്സൈറ്റിലേക്ക് ലിങ്ക് വരുമ്പോൾ നമ്മളെപ്പറ്റി മെൻഷൻ അവിടെ ചെയ്തേക്കുമ്പോൾ BBC അല്ലെങ്കിൽ വലിയ വലിയ ന്യൂസ് വെബ്സൈറ്റുകളിലൊക്കെ നമ്മളെ വെബ്സൈറ്റിനെ പറ്റി മെൻഷൻ ചെയ്യുമ്പോൾ അവിടെ കൊടുത്തേക്കുന്ന ചില ഡിസ്ക്രിപ്ഷൻ നമ്മളെ പേജിൻ്റെ ഭാഗമായിട്ട് ഗൂഗിൾ എടുക്കാറുണ്ട്. എവിടെ കാണിക്കും? നമ്മളെ പേജിൻ്റെ സ്നിപ്പറ്റിനകത്ത് ഡിസ്ക്രിപ്ഷൻ കാണിക്കുന്ന സ്ഥലത്ത് ഗൂഗിൾ അത് കാണിക്കാറുണ്ട്. എപ്പോഴാണ് അത് കാണിക്കുക? നമ്മളെ പേജിനകത്ത് മെറ്റാ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടില്ലെങ്കിലോ കൊടുത്തിരിക്കുന്ന മെറ്റാ ഡിസ്ക്രിപ്ഷനകത്ത് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിലോ അത് റിലവൻ്റ് അല്ലെങ്കിലോ ഗൂഗിൾ അതിനെ അവഗണിച്ചിട്ട് നമ്മളെ പേജിനകത്തുള്ള കണ്ടന്റ് എടുക്കാൻ ശ്രമിക്കും. അങ്ങനെ എടുക്കത്തക്ക രീതിയിൽ ഒരു കണ്ടന്റും ഇല്ലെങ്കിൽ ചിലപ്പം നമ്മളെ പേജിനെ പറ്റി വിക്കിപീഡിയക്കകത്ത് അല്ലെങ്കിൽ BBCക്കകത്ത് എന്താണോ പറഞ്ഞേക്കുന്നത് അത് ഡിസ്ക്രിപ്ഷനായിട്ട് എടുക്കുന്ന ശീലം ഗൂഗിളിനുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. എന്നാൽ ചില സിറ്റുവേഷനിൽ നമ്മളെ വെബ്സൈറ്റിനെ പറ്റി ഓപ്പൺ ഡയറക്ടറി പ്രോജക്റ്റുകളിൽ നിർദ്ദേശിച്ചിട്ടുണ്ടാവും, നമ്മളെ വെബ്സൈറ്റിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും. എന്താണ് ഓപ്പൺ ഡയറക്ടറി പ്രോജക്റ്റ്? ബിസിനസ് ലിസ്റ്റിങ്ങുകൾ കാണിക്കുന്ന ഡയറക്ടറികളുണ്ടല്ലേ, നമുക്കറിയാം. ജസ്റ്റ് ഡയൽ ഈസ് എ ഡയറക്ടറി, ആസ്ക് ലേല ഈസ് എ ഡയറക്ടറി, അങ്ങനെ ക്യുക്കർ
OLX, അങ്ങനെ ഒരുപാട് ഡയറക്ടറികൾ നമുക്ക് ലോക്കൽ ഡയറക്ടറികളായിട്ടുണ്ട് ഇല്ലേ. ജസ്റ്റയിലാണ് അതിൽ ഏറ്റവും ഇപ്പോഴത്തെ കാലത്ത് വളരെ ഫേമസ്. ഒരുപാട് ഡയറക്ടറികളുണ്ട്, യെല്ലോ പേജസ്. അപ്പോൾ ഇങ്ങനെയുള്ള ഡയറക്ടറികളിൽ നമ്മുടെ വെബ്സൈറ്റിനെ നമുക്ക് സബ്മിറ്റ് ചെയ്ത് അവിടെ വിസിബിൾ ആക്കാനും നമ്മുടെ ബിസിനസ്സിനെ വിസിബിൾ ആക്കാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇതേ കാറ്റഗറിക്കകത്ത് എന്താ ഒരു പ്രോഫിറ്റ് മോട്ടീവ് അല്ലാത്ത തരത്തിലുള്ള ഡയറക്ടറികളാണ് ഓപ്പൺ ഡയറക്ടറി പ്രോജക്റ്റ്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ OLX-നകത്തൊക്കെ സബ്മിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ജസ്റ്റൈലിനകത്ത് സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിനകത്തുള്ള ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് ടീമൊക്കെ ആയിരിക്കും നമ്മുടെ സബ്മിഷനെ അപ്രൂവ് ചെയ്യുക, ചെക്ക് ചെയ്യുക, ക്രോസ് ചെക്ക് ചെയ്യുക, അപ്രൂവൽ കൊടുക്കുക. അങ്ങനെ ആയിരിക്കും അതിനകത്ത് പ്രോസസ്സ് നടക്കുക. ഉടനെ തന്നെ അവരെന്ത് ചെയ്യും, നമ്മളെ വിളിച്ചിട്ട് പെയ്ഡ് പാക്കേജ് വേണോ എന്നൊക്കെ ചോദിക്കുകയും ചെയ്യും. അങ്ങനെ എന്തെങ്കിലും സബ്സ്ക്രിപ്ഷൻ എടുക്കാനൊക്കെ അവർ ട്രൈ ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഒരു പ്രോഫിറ്റ് മോട്ടീവായിട്ടുള്ള ഡയറക്ടറിയാണ് നമുക്ക് ഈ അറിയാവുന്ന യെല്ലോ പേജസ്, ജസ്റ്റൈൽ, ഇങ്ങനെയുള്ള ഡയറക്ടറികളൊക്കെ. എന്നാൽ ഇതുപോലെ ബിസിനസ്സുകളെ ലിസ്റ്റ് ചെയ്യുന്ന ഓപ്പൺ ഡയറക്ടറി എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വെബ്സൈറ്റിനകത്ത് നമ്മുടെ വെബ്സൈറ്റിനെ പറ്റി നമുക്ക് ഓപ്പൺ ഡയറക്ടറി പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ അത് അപ്രൂവ് ചെയ്യുന്നത് ആ വെബ്സൈറ്റിലേക്ക് വരുന്ന അല്ലെങ്കിൽ ആ ഡയറക്ടറിയിലേക്ക് വരുന്ന വോളണ്ടിയേഴ്സാണ്. ഓപ്പൺ ഡയറക്ടറി പ്രോജക്റ്റ് എന്ന് പറഞ്ഞ കാറ്റഗറി നമുക്ക് നമ്മുടെ ബിസിനസ്സിന് നമുക്ക് സബ്മിറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ ഒരു ട്രാവൽ ഏജൻസി നടത്തുകയാണ്, നമുക്ക് ഓപ്പൺ ഡയറക്ടറി പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാം. പക്ഷേ ആ സബ്മിഷൻ ജസ്റ്റ് ഡയലൊക്കെ പോലെ വിസിബിൾ ആകുന്നത് പോലെ പെട്ടെന്ന് വിസിബിൾ ആകത്തില്ല. അവിടെ എന്ത് ചെയ്യും, ആ ഓപ്പൺ ഡയറക്ടറി പ്രോജക്റ്റിനകത്ത് വരുന്ന വോളണ്ടിയേഴ്സ് അതിനെ ആദ്യം ചെക്ക് ചെയ്യും. നമ്മളെ സബ്മിഷനൊക്കെ ചെക്ക് ചെയ്തിട്ട് അവരാണ് അപ്രൂവ് ചെയ്യുക. അങ്ങനെ വോളണ്ടിയേഴ്സ് അപ്രൂവ് ചെയ്യുന്ന ഓപ്പൺ ഡയറക്ടറി പ്രോജക്റ്റുകളെ ഗൂഗിൾ ഭയങ്കരമായിട്ട് വിശ്വസിക്കാറുണ്ട്. ഭയങ്കര ട്രസ്റ്റാണ് ഓപ്പൺ ഡയറക്ടറി പ്രോജക്റ്റുകൾക്ക് ഗൂഗിൾ കൊടുക്കുക. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിനെ പറ്റി ഓപ്പൺ ഡയറക്ടറി പ്രോജക്റ്റിനകത്ത് എന്തെങ്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡിസ്ക്രിപ്ഷൻ ഗൂഗിൾ ചില സമയങ്ങളിൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ സ്നിപ്പറ്റിനകത്ത് എടുത്ത് കാണിക്കും. എടുത്ത് ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്യുന്ന നമ്മളെപ്പറ്റി ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് ഡിസ്ക്രിപ്ഷനായിട്ട് നമ്മളെപ്പറ്റി ഓപ്പൺ ഡയറക്ടറി പ്രോജക്റ്റിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത് അത് എടുത്ത് കാണിക്കുന്ന ഒരു ശീലം ഗൂഗിളിനുണ്ട്. അങ്ങനെ നമ്മളെപ്പറ്റി ഓപ്പൺ ഡയറക്ടറി പ്രോജക്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്ന സംഗതി ഗൂഗിൾ എടുത്ത് കാണിക്കേണ്ട എന്നുള്ള നിർദ്ദേശമാണ് ഞാനിപ്പോൾ ലാസ്റ്റ് ലൈനിൽ എഴുതിയിരിക്കുന്ന ആ റോബോട്ട്സ് മെറ്റാ ടാഗിൻ്റെ ഉദ്ദേശം. ചെറിയൊരു കടുകട്ടിയായിട്ടുള്ള സംഗതിയാണ്. എന്താണ് മനസ്സിലാക്കണം, മെറ്റാ നെയിം ഈസ് ഈക്വൽ ടു റോബോട്ട്സ്, കണ്ടന്റ് ഈസ് ഈക്വൽ ടു NOODP. NODP സ്റ്റാൻഡ്സ് ഫോർ എന്താണ്, ഡു നോട്ട് യൂസ് ദി ഡിസ്ക്രിപ്ഷൻ പ്രൊവൈഡഡ് ഇൻ ഓപ്പൺ ഡയറക്ടറി പ്രോജക്റ്റ് എന്നാണ്. എന്താണ്, ഓപ്പൺ ഡയറക്ടറി പ്രോജക്റ്റുകളിൽ നമ്മളെ വെബ്സൈറ്റിനെ പറ്റി എന്തെങ്കിലും ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ വെബ്സൈറ്റിൻ്റെ ഡിസ്ക്രിപ്ഷനായിട്ട് കാണിക്കുന്ന ഒരു ശീലം ഗൂഗിളിനുണ്ട്. അങ്ങനെ നമ്മളെപ്പറ്റി ഓപ്പൺ ഡയറക്ടറി പ്രോജക്റ്റിനകത്ത് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഭാഗമായിട്ട് ഗൂഗിൾ കാണിക്കേണ്ട എങ്കിൽ അത് നമുക്ക് നിർദ്ദേശം കൊടുക്കണം. എന്തിനാണ് അത് കാണിക്കേണ്ട എന്നുള്ള നിർദ്ദേശം എന്നുള്ളത് ഞാൻ ഇനി പറഞ്ഞുതരാം. ഓക്കെ, jubesh.com എന്ന് പറയുന്ന വെബ്സൈറ്റ് രൂപേഷ് സ്റ്റാർട്ട് ചെയ്തത് കഴിഞ്ഞ മാസമാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ രൂപേഷ് കഴിഞ്ഞ 2-3 വർഷമായിട്ട് jubesh.com അവൈലബിൾ ആണെന്നൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോഴൊന്നും അവൈലബിൾ അല്ലായിരുന്നു. അത് വേറൊരു ബിസിനസ് ഒരാളുകൾ എടുത്തു വെച്ചിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ കുറേ വർഷമായിട്ട് jubesh.com എന്നുള്ള വെബ്സൈറ്റ് ഉണ്ടായിരുന്നു, അത് വേറെ ബിസിനസ്സായിരുന്നു. റീസെൻ്റ് ആയിട്ടാണ് രൂപേഷ് എന്ത് ചെയ്തത്, ആ ഡൊമൈൻ പർച്ചേസ് ചെയ്തത് അല്ലെങ്കിൽ സ്വന്തമാക്കിയത്. അവർ റിന്യൂ ചെയ്യാതിരുന്നപ്പോഴത്തേക്ക് രൂപേഷിന് അത് കരസ്ഥമാക്കാൻ പറ്റി. അത് ബുക്ക് ചെയ്തിട്ട് രൂപേഷ് എന്ത് ചെയ്തു, രൂപേഷിൻ്റെ കണ്ടന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റാണ് അവിടെ പബ്ലിഷ് ചെയ്തത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റുകൾ പബ്ലിഷ് ചെയ്ത് അതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി, അല്ലെങ്കിൽ അതിനെ SEO ചെയ്യാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ നമ്മുടെ വെബ്സൈറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കണ്ടൻറ്റ്, നമ്മളിടുന്ന കണ്ടൻറ്റ് അല്ല, കുറച്ച് നാൾ മുമ്പേ കിടന്ന കണ്ടൻറ്റ് അതെവിടെ കാണിക്കുന്നുണ്ട്, ഓപ്പൺ ഡയറക്ടറി പ്രോജക്റ്റിനകത്തുണ്ട്. ഉദാഹരണത്തിന് നേരത്തെ jubesh.com എന്ന് പറയുന്നത് ഡ്രസ്സൊക്കെ വിൽക്കുന്ന ഒരു വെബ്സൈറ്റ് ആയിരുന്നു. അത് കുറേ നാളുണ്ടായിരുന്നു. ആ ബിസിനസ് ഉണ്ടായിരുന്നപ്പോൾ തന്നെ അതിനെ എവിടെ വിസിബിലിറ്റി കിട്ടി, ഓപ്പൺ ഡയറക്ടറി പ്രോജക്റ്റിനകത്ത് വിസിബിലിറ്റി കിട്ടി. അപ്പോൾ അവിടെ പറയുന്നത് എന്താണ്, jubesh.com കൊച്ചിയിലുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റെഡിമെയ്ഡ് പ്രൊവൈഡേഴ്സാണ് എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പാരൽ ബിസിനസ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റാണ് jubesh.com എന്നാണ് ഓപ്പൺ ഡയറക്ടറി പ്രോജക്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ രൂപേഷ് എന്ത് ചെയ്തു, അവർ ബിസിനസ് നടത്തി അത് റിന്യൂവൽ ചെയ്യാതിരുന്നപ്പോൾ jubesh.comനെ സ്വന്തമാക്കി ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വേറൊരു കണ്ടൻറ്റ് രൂപേഷ് അതിനകത്ത് പബ്ലിഷ് ചെയ്ത് തുടങ്ങി. പക്ഷേ ഗൂഗിളിനകത്ത് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സംഗതിയാണ് നമ്മളെ വെബ്സൈറ്റിനെ പറ്റി ഓപ്പൺ ഡയറക്ടറി പ്രോജക്റ്റ് പറഞ്ഞിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ. കാരണം ഗൂഗിൾ ഓപ്പൺ ഡയറക്ടറി പ്രോജക്റ്റുകൾ എന്ത് ചെയ്യാറുണ്ട്, കൂടുതൽ ട്രസ്റ്റ് ചെയ്യാറുണ്ട്. അതിന് കാരണം എന്താ, ആർക്കും അറിയാം എന്തുകൊണ്ടാണ് ഓപ്പൺ ഡയറക്ടറി പ്രോജക്റ്റുകളെ ഗൂഗിൾ കൂടുതൽ വിശ്വസിക്കുക, ട്രസ്റ്റ് ചെയ്യാനുള്ള കാരണം? ഐശ്വര്യ പറഞ്ഞു നോക്കി. ഓപ്പൺ ഡയറക്ടറി പ്രോജക്റ്റുകൾ എന്തുകൊണ്ട് ഗൂഗിൾ കൂടുതൽ ട്രസ്റ്റ് ചെയ്യുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അംബരീഷ് പറഞ്ഞു നോക്കി. അംബരീഷ് ഉണ്ടോ അവിടെ? ഹലോ. അംബരീഷ് ക്വസ്റ്റ്യൻ കേട്ടാ?
വോളണ്ടിയേഴ്സ് ആണ് അത് അപ്രൂവ് ചെയ്യുന്നത്. അതെ, ആ വെബ്സൈറ്റിനകത്ത് ആരെങ്കിലും ആ വെബ്സൈറ്റിനകത്ത് അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിനെ പറ്റി ഓപ്പൺ ഡയറക്ടറി പ്രോജക്റ്റിനകത്ത് സബ്മിറ്റ് ചെയ്യുന്ന സബ്മിഷനൊക്കെ അപ്രൂവ് ചെയ്യുന്നത് അവിടെ വരുന്ന വോളണ്ടിയേഴ്സ് ആയതുകൊണ്ട് ഗൂഗിൾ എന്ത് ചെയ്യും? അതിനെ കണ്ണു അടച്ച് വിശ്വസിക്കുമെന്നോ അല്ലെങ്കിൽ അതിന് കൂടുതൽ ട്രസ്റ്റ് കൊടുക്കുമെന്നോ ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളെ വെബ്സൈറ്റ് നേരത്തെ rubesh.com എന്തായിരുന്നു? നേരത്തെ ഡ്രസ്സ് വിൽക്കുന്ന വെബ്സൈറ്റ് ആയിരുന്നു. അങ്ങനെയാണ് ആ ഓപ്പൺ ഡയറക്ടറി പ്രോജക്റ്റിനകത്ത് ഡിസ്ക്രിപ്ഷൻ കിടക്കുന്നത്. ആ ഡിസ്ക്രിപ്ഷൻ നമ്മളെ ഇപ്പോഴത്തെ rubesh.com ഡിസ്ക്രിപ്ഷനായിട്ട് ഗൂഗിൾ എടുത്ത് കാണിക്കാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ റോബോട്ട്സ് മെറ്റാ ടാഗ് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. മെറ്റാ നെയിം ഈസ് ഈക്വൽ ടു റോബോട്ട്സ്, കണ്ടന്റ് ഈസ് ഈക്വൽ ടു NODP എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ പേജിനകത്ത് നിന്ന് നമ്മളെ പേജിനെ പറ്റിയുള്ള ഡിസ്ക്രിപ്ഷനായിട്ട് ഓപ്പൺ ഡയറക്ടറി പ്രോജക്റ്റിനകത്ത് കൊടുത്തേക്കുന്ന ഡിസ്ക്രിപ്ഷൻ എടുക്കണ്ട. കാരണം എന്താണ്? ഇപ്പം നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന വെബ്സൈറ്റാണ് rubesh.com. ഓപ്പൺ ഡയറക്ടറി പ്രോജക്റ്റിനകത്ത് എന്താ പറഞ്ഞേക്കുന്നത്? ഇതൊരു റെഡിമെയ്ഡ് ഷോപ്പാണ് അല്ലെങ്കിൽ റെഡിമെയ്ഡ് അപ്പാരൽ ബിസിനസ് ചെയ്യുന്ന വെബ്സൈറ്റ് ആണെന്നാണ്. അത് എടുക്കണ്ട എന്നുള്ള നിർദ്ദേശം കൊടുക്കുന്നതാണ് NODP. അപ്പോൾ ഇത്രയാണ് ബേസിക്കായിട്ട് എന്താ റോബോട്ട്സ് മെറ്റാ ടാഗിനെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ റോബോട്ട്സ് മെറ്റാ ടാഗ് പറഞ്ഞോ ആരെ മൈക്ക് ഓൺ ചെയ്തു? സാർ ഒരു ഡൗട്ട്. ഇപ്പം സാർ ഇതിന്റെ ഭാഗമായിട്ട് പറഞ്ഞായിരുന്നല്ലോ, നമുക്ക് ഇപ്പം വേറെ ഏതെങ്കിലും വെബ്സൈറ്റിൽ നമ്മളെ കുറിച്ച് നല്ലൊരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ അത് നമ്മുടെ വെബ്സൈറ്റിന് ഗുണമായിരിക്കുമെന്ന്. അപ്പൊ അതുപോലെ തന്നെ നമ്മളെ കുറിച്ച് നെഗറ്റീവായിട്ട് ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ മെൻഷൻ ചെയ്താൽ അത് നമുക്ക് ഇത് നെഗറ്റീവായിട്ട് വരാനുള്ള സാധ്യതയുണ്ടോ? അവിടെ നിന്ന് വരുന്ന നെഗറ്റീവായിട്ട് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് യൂസർ സൈഡിനകത്തുനിന്ന് നോക്കുമ്പം വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുക. നെഗറ്റീവായിട്ട് പറഞ്ഞേക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളത് വലിയ പ്രശ്നമായിട്ട് എടുക്കാൻ സാധ്യതയില്ല. പക്ഷേ നെഗറ്റീവായിട്ട് പറഞ്ഞേക്കുന്ന സെൻറ്റൻസ് ആണ് ഗൂഗിൾ എടുക്കുന്നത് വെച്ചോ, മനസ്സിലായി? ഉദാഹരണത്തിന് നമ്മളെ വെബ്സൈറ്റിനെ പറ്റി ഇന്ന സൈറ്റിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്തെങ്കിലും മോശപ്പെട്ടതാണ്. ആ മോശപ്പെട്ട സംഗതി നമ്മളെ പേജിൻ്റെ ഡിസ്ക്രിപ്ഷന് പകരമായിട്ട് അത് ഏത് സിറ്റുവേഷനിലാണ് എടുക്കുക? നമ്മൾ മറ്റേ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ കൊടുത്തേക്കുന്ന മറ്റേ ഡിസ്ക്രിപ്ഷൻ മര്യാദയ്ക്ക് കൊടുക്കാതിരിക്കുക, അതുമായിട്ട് മാച്ചിങ് അല്ലാത്ത രീതിയിലുള്ള ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. അതിനകത്ത് എന്തെങ്കിലും വാലിഡിറ്റി ഇഷ്യൂസൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മളെ പറ്റി വേറെ വെബ്സൈറ്റിനകത്ത് കൊടുത്തേക്കുക. അത് മെയിനായിട്ട് എടുക്കാറുള്ളത് വലിയ വെബ്സൈറ്റുകൾ, വലിയ വെബ്സൈറ്റിനകത്ത് പറഞ്ഞേക്കാണ്. അപ്പോൾ BBC-ക്കകത്ത് നമ്മളെ വെബ്സൈറ്റിനെ പറ്റി ഒരു മോശം വാർത്തയാണ് വന്നത്, അത് ഗൂഗിൾ എടുത്ത് കാണിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സാധ്യത വളരെ കുറവാണ്. പക്ഷേ നമ്മളെ പേജിനകത്ത് മര്യാദയ്ക്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാതിരിക്കുന്ന സിറ്റുവേഷനിൽ, നമ്മളെ പേജിനകത്ത് നിന്ന് ഒരു മരുന്നിന് പോലും ഒരു സെൻറ്റൻസ് പോലും ഡിസ്ക്രിപ്ഷനായിട്ട് എടുക്കാനില്ലാത്ത സിറ്റുവേഷനിൽ, ഒരു മോശപ്പെട്ട സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു പ്രത്യേക നിമിഷത്തിൽ ഗൂഗിൾ എന്ത് ചെയ്യും? നമ്മളെ പറ്റി വിക്കിപീഡിയക്കകത്ത് അല്ലെങ്കിൽ BBC-ക്കകത്ത് പറഞ്ഞിരിക്കുന്ന ന്യൂസ് എടുത്ത് കാണിക്കാം. അത് വായിക്കുന്നത് കൊണ്ട് ആൾക്കാർ നമ്മളെ വെബ്സൈറ്റിലേക്ക് വരാതിരിക്കാം. മനസ്സിലായോ? അവിടെ അത്ര മാത്രമേ ഉള്ളൂ. അത് റാങ്കിങ്ങിനെ എങ്ങനെ സ്വാധീനിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് സ്വാധീനിക്കത്തില്ല, പക്ഷേ ഇൻഡയറക്റ്റായിട്ട് സ്വാധീനിക്കും. ഉദാഹരണത്തിന് നമ്മളെ വെബ്സൈറ്റിനെ പറ്റി BBC-ക്കകത്തൊരു മോശം അഭിപ്രായമാണ് ന്യൂസായിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, ആ മോശം അഭിപ്രായം നമ്മളെ വെബ്സൈറ്റിൻ്റെ ഡിസ്ക്രിപ്ഷനായിട്ട് ഗൂഗിൾ കാണിക്കുന്നുണ്ടെന്ന് വിചാരിച്ചു. ആ മോശം അഭിപ്രായം അങ്ങനെ തന്നെ അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഗൂഗിളിൽ ഒരാൾ സെർച്ച് ചെയ്തപ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷൻ വായിച്ചു നോക്കിയപ്പോൾ അയാൾ എന്ത് ചെയ്തു? അയാൾ ക്ലിക്ക് ചെയ്യണ്ടെന്ന് തീരുമാനിച്ചു. അപ്പോൾ നമുക്ക് ക്ലിക്ക് കിട്ടുന്നില്ല. അപ്പോൾ നമ്മളെ CTR റേറ്റ് കുറയും. എന്നാൽ അതിനേക്കാളും താഴെയുള്ള പേജുകൾക്കൊക്കെ ക്ലിക്ക് കിട്ടുകയും മുകളിലുള്ളയും താഴെയുള്ള പേജുകൾക്കൊക്കെ ഒരുപാട് ക്ലിക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് അത്ര ക്ലിക്ക് കിട്ടുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും? അതിന് ഇൻഡയറക്റ്റായിട്ട് യൂസറിൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അധികം ക്ലിക്ക് കിട്ടാതിരിക്കാനുള്ള ഒരു സാധ്യതയായിട്ട് മാറുകയും, ക്ലിക്ക് കിട്ടാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഗൂഗിൾ എന്ത് ചെയ്യും? നമ്മൾ ഡിമോട്ട് ചെയ്യുകയും ചെയ്യും. മനസ്സിലായോ? ഓക്കെ റൈറ്റ്. ഓക്കെ, എന്തായാലും നല്ല ക്വസ്റ്റ്യൻ. അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴേ നമുക്കത് പറഞ്ഞോ അടുത്ത ആൾ രതീഷ്. ഇതെല്ലാം കോമിറ്റ് ഇങ്ങനെ പോകാന്നാണല്ലോ അല്ലേ? അല്ലാണ്ട് ഒരു സെപ്പറേറ്റ് അതായത് ഞാൻ പറയുന്ന നോട്ട് നിങ്ങൾ എഴുതി വയ്ക്കുന്നതിനെ പറ്റിയാണ് ചോദിക്കുന്നത്. അതോ ഒരു പേജിനകത്ത് ആഡ് ചെയ്യുമ്പോഴോ? പേജിനകത്ത് ആഡ് ചെയ്യുമ്പോൾ അവിടെ കോമ എന്നുണ്ട്. പേജിൻ്റെ സോഴ്സിനകത്താണ് നമ്മൾ ഇങ്ങനെ വരുന്നത്. ഇപ്പോൾ ഈ ഒരു മെറ്റാ ടാഗ് കിട്ടും. ഈ മെറ്റാ ടാഗ് ഇവിടെ ക്ലോസ് ആവുന്നുണ്ട് കേട്ടോ. ഇത് ക്ലോസിംഗ് ആണ്. ഈ മെറ്റാ ടാഗിൻ്റെ സംഗതി ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടം വരെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സംഗതിയില്ല. അപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഈ എല്ലാ ഇൻസ്ട്രക്ഷനും ഒരിടത്ത് ഒരു വെബ്സൈറ്റിനകത്ത് കൊടുക്കണമെന്ന് വെച്ചാൽ കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതിനകത്ത് നിന്ന് ആവശ്യമുള്ള ഇൻഡെക്സ് ഫോളോ ആണ് ഡിഫോൾട്ട്. ഈ മെറ്റാ ടാഗ് ഒന്നും കൊടുത്തില്ലെങ്കിൽ ഈ കാര്യമാണ് അവിടെ വർക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ നോ ഇൻഡെക്സ് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇനി നോ ഇൻഡെക്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആകും. അതായത് നിങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിനകത്ത് എഴുതി വെച്ചിരിക്കുകയാണ്, ആരും ഇതിനകത്തേക്ക് കടന്നു പോകുക, ആദ്യം എഴുതി വെച്ചിരിക്കുകയാണ് സ്വാഗതം, എല്ലാവർക്കും സ്വാഗതം, വണക്കം എന്നൊക്കെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. എന്നാൽ ഗേറ്റ് തുറന്ന് അകത്ത് കയറുമ്പോഴത്തേക്ക് ഒറ്റ മനുഷ്യൻ ഈ ഭാഗത്തേക്ക് കടന്നു പോകരുത് എന്നൊക്കെ പറഞ്ഞിരിക്കില്ലേ? അതേപോലത്തെ ഒരു അവസ്ഥയാണ് ഉണ്ടാവുക. അതായത് ഗൂഗിളിനകത്ത് ഒരു നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് നോ ഇൻഡെക്സ്, അത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ എല്ലാ നിർദ്ദേശങ്ങളും ഒരു പേജിനകത്ത് ഒരിക്കലും ഒരുമിച്ച് വരില്ല. ഇതിലേതെങ്കിലും നിർദ്ദേശങ്ങൾ ഞാൻ ചോദിച്ചാൽ ഈ നോ ഇൻഡെക്സും നോ ഇമേജ് ഇൻഡെക്സും നോ ഡൂപ്പും ഒക്കെ കോമിറ്റ് കൊടുക്കാം. നോ ഇമേജ് ഇൻഡെക്സ്, നോ ഫോളോ അങ്ങനെയൊക്കെ ഉള്ളത് ഇവിടെ നിന്ന് കോമ അപ്പോൾ കോമ കൊടുക്കുമ്പോൾ ഒരു സ്പേസ് കൊടുത്തിട്ട് ചെയ്ത് പോയാൽ ഒരു കുഴപ്പമില്ല, എടുക്കാൻ. ഓക്കെ, അങ്ങനെയാണ് ചോദിച്ചോട്ടെ. എനിക്ക് ക്വസ്റ്റ്യൻ അങ്ങനെ ക്ലിയർ ആയില്ല.
ഓക്കെ, ഞാൻ എഴുതാപ്പുറം വായിച്ചു. ഓക്കെ ഓക്കെ, തിരിച്ചു. അപ്പം മെറ്റാ ടാഗുകൾ ഇങ്ങനെ നമുക്ക് എഴുതി പഠിക്കുന്നതിനകത്ത് ബേസിക് മെറ്റാ ടാഗുകൾ നമ്മൾ ഇതോടുകൂടി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. റോബോട്ട്സ് മെറ്റാ ടാഗ്, അതിനു മുമ്പേ കീവേഡ് മെറ്റാ ടാഗ് പഠിച്ചെങ്കിലും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടാവില്ല. മെറ്റാ ഡിസ്ക്രിപ്ഷൻ ടാഗ് സ്റ്റിൽ വളരെ യൂസ്ഫുള്ളാണ്, റാങ്കിങ്ങിനെ സ്വാധീനിക്കുന്നതാണ്, നമ്മുടെ പേജിനെ പറ്റിയുള്ള സ്നിപ്പറ്റിനകത്ത് കാണിക്കുന്നതാണ്. ആ അർത്ഥത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തന്നെ മനസ്സിലാക്കണം. ഇനി മെറ്റാ ടാഗുകളുടെ കാര്യത്തിനകത്ത് കാനോനിക്കൽ ടാഗ്, വേറെ സംഗതികളൊക്കെ പിന്നെ പഠിക്കുന്നുണ്ടാവും. ഇപ്പോൾ നമ്മൾ ബേസിക് മെറ്റാ ടാഗ് ഇത്ര മാത്രം ബേസിക് മെറ്റാ ടാഗായിട്ട് പഠിച്ചാൽ മതി. നമുക്ക് ഇനി നേരെ പോകാനുള്ളത് പേജിൻ്റെ ബോഡി പോർഷനകത്തുള്ള ചേഞ്ചസിനെ പറ്റിയാണ്. നമ്മൾ ബേസിക്കായിട്ട് പേജിൻ്റെ ഹെഡ് സെഷനകത്ത് വരുത്തുന്ന മാറ്റങ്ങളെ പറ്റിയാണ് ഏകദേശം പറഞ്ഞത്. ബോഡി പോർഷനിലകത്ത് ഉള്ള മാറ്റങ്ങളാണ് ഇനി പഠിക്കാനുള്ളത്. മെറ്റാ ടാഗുകളുടെ കോമൺ ആയിട്ടുള്ള പ്രത്യേകത നമ്മൾ ഡെവലപ്പറിന് അറിയായിരിക്കും. എന്താണ്, ഹെഡ് സെഷനകത്ത് വന്നാൽ മാത്രമേ മെറ്റാ ടാഗുകൾ വർക്ക് ചെയ്യത്തുള്ളൂ. അത് പിടിച്ച് നമ്മൾ ബോഡി പോർഷനകത്ത് എവിടെയും കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത് ഇൻവാൾഡ് ആയിരിക്കും. മെറ്റാ ടാഗുകൾ സ്റ്റൈൽ ഷീറ്റ് വിളിക്കുന്ന മെറ്റാ ടാഗ് ഉണ്ട്, അത് നമ്മളുമായിട്ട് ബന്ധപ്പെട്ടതല്ല, ഡെവലപ്പർമാർക്കുള്ളതാണ്. CSS സ്റ്റൈൽ ഷീറ്റൊക്കെ വിളിക്കുന്നത് മെറ്റാ ടാഗായിട്ട് നമ്മൾ എഴുതാറുണ്ട്. എന്താണ് ലിങ്ക് REL = എന്താണ് എഴുതുക, സ്റ്റൈൽ ഷീറ്റ് എന്ന് വിളിക്കുമോ? എന്താ എഴുതുക? സ്റ്റൈൽ ഷീറ്റ് വിളിക്കുന്ന ടാഗ് എങ്ങനെയാണ് അംബരീഷേ? അംബരീഷ് പോയി. അംബരീഷ് ഹേ ഉദർ പോയാ? അംബരീഷ് ഉണ്ടോ അവിടെ? അംബരീഷ് ഇല്ലേ? ഓക്കെ, തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ബേസിക് മെറ്റാ ടാഗുകളെ പറ്റിയാണ് പഠിച്ചു കഴിഞ്ഞത്. നമുക്കിനി ബോഡി സെഷനകത്തുള്ള ചേഞ്ചസിനെ പറ്റിയാണ് പഠിക്കാനുള്ളത്. ഒരു 1-2 പോയിന്റുകൾ പറഞ്ഞ് നമുക്ക് ക്ലാസ് നടത്താം കേട്ടോ. ഒരു പേജിൻ്റെ ബോഡി പോർഷനകത്ത് SEO ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സ്ഥലമാണ് H1 ടാഗ്. അപ്പോൾ നിങ്ങൾ ഒരു സബ് ഹെഡിങ് ആയിട്ട് ആ ബുക്കിനകത്ത് നോട്ട് എഴുതുന്നതിനകത്ത് എഴുതിക്കോളൂ ബോഡി പോർഷനകത്തുള്ള ചേഞ്ചസ്. അപ്പോൾ നമ്മൾ ഓൺ പേജിനെ പറ്റി ആർട്ടിക്കിൾ എഴുതുമ്പോൾ വേർതിരിച്ച് എഴുതി പോകാൻ പറ്റും. ഇതുവരെ നമ്മൾ പറഞ്ഞത് ഹെഡ് സെഷനകത്തുള്ള മോഡിഫിക്കേഷൻസ് ആണെങ്കിൽ ഇനി നമ്മൾ ബോഡി പോർഷനകത്ത് ചെയ്യുന്ന ഓൺ പേജ് SEO മോഡിഫിക്കേഷനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ് H1 ടാഗ്. ഒരു പേജിനകത്ത് നമ്മൾ H1 ടാഗ് കൊടുക്കുമ്പോൾ നമ്മൾ ഒരു പേജിനകത്ത് ഒരു H1 ടാഗാണ് കൊടുക്കേണ്ടത്. ഒന്നിൽ കൂടുതൽ H1 ടാഗ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒഫീഷ്യലി ഗൂഗിൾ പല സ്ഥലങ്ങളിൽ അത് നിർദ്ദേശിക്കുന്നുണ്ട്. H1 ടാഗ് എന്ന് പറയുന്ന ഒരു പേജിൻ്റെ ക്യാപ്ഷൻ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. ടെക്സ്റ്റ് ഏരിയയ്ക്കകത്ത് ഏറ്റവും വലുപ്പത്തിൽ കാണിക്കുന്ന സംഗതിയാണ്. പേജിൻ്റെ ബോഡി പോർഷനിൽ ഏറ്റവും വിസിബിൾ ആയിരിക്കുന്ന പോർഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ H1 ടാഗാണ്. ഒരു പേജ് ഓപ്പൺ ആക്കുന്ന ആളിൻ്റെ ശ്രദ്ധ ഏറ്റവും കൂടുതൽ പോകാൻ സാധ്യതയുള്ള ടെക്സ്റ്റ് ഏരിയയും വെച്ചുകൊണ്ടാണ്. കാരണം അതാണ് ഏറ്റവും വലുപ്പത്തിൽ കാണിക്കുന്ന ടെക്സ്റ്റ് ഹൈറാർക്കി, സൈസ് ഹൈറാർക്കിയിൽ ഏറ്റവും വലുപ്പത്തിൽ കാണിക്കുന്ന ടെക്സ്റ്റ് H1 ആണ്. അവിടേക്കാണ് ആൾക്കാരുടെ ശ്രദ്ധ പോകാൻ ചാൻസ് കൂടുതലുള്ളത്. അപ്പോൾ H1 നമ്മൾ എഴുതുമ്പോൾ ഒരു പേജിനകത്ത് ഒരു H1 കൊടുത്താൽ മതി. ഒന്നിൽ കൂടുതൽ H1 കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ പേജിൻ്റെ ടോപ്പിക്കിനെ കൃത്യമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്ന, സ്പെല്ലിംഗ് മിസ്റ്റേക്കൊന്നും ഇല്ലാത്ത, ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്കൊന്നും ഇല്ലാത്ത ഒരു H1 ആണ് കൊടുക്കേണ്ടത്. അവിടെ ഒരു 6, 7, 8 മാക്സിമം പോയി കഴിഞ്ഞാൽ 8 വേർഡ്സൊക്കെ കൊടുത്താൽ മതി. 9, 10, 12 കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമ്മുടെ H1 ടാഗ് നീളം കൂടിപ്പോയതായി പോകും. നമുക്കറിയാം H1 ടാഗ് വളരെ വലുപ്പമുള്ള ടെക്സ്റ്റാണ്. അപ്പോൾ വളരെ വലുപ്പമുള്ള ടെക്സ്റ്റ് ഒരുപാട് വലിച്ചു വാരി എഴുതുമ്പോൾ അത് നമ്മുടെ പേജിനെ വൃത്തികേടാക്കും എന്നുള്ളത് വലിയ സംഗതി. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ നോട്ടീസ് ബോർഡിനകത്ത് നോട്ടീസ് ഫോർ SEO സ്റ്റുഡൻസ് എന്ന് എഴുതിക്കുന്നു. അത് H1 ടാഗായിട്ടാണ് നമ്മൾ സങ്കല്പിക്കുക. അപ്പോൾ ആ നോട്ടീസ് കാണുന്ന ആളിന് എന്ത് ചെയ്യാം? ഓക്കെ, നമുക്കുള്ള എന്താ നോട്ടീസ് അവിടെ എഴുതിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. എന്നാൽ ഈ ഹെഡിങ് തന്നെ വലിച്ചു വാരി എഴുതിയിരിക്കുകയാണ്. ഒരു 3-4 ലൈനുള്ള ഹെഡിങ്ങാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ആ ഹെഡിങ് പോലും ആൾക്കാർ വായിച്ച് നോക്കത്തില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. അപ്പോൾ H1 ടാഗ് ഏറ്റവും വലുപ്പത്തിലുള്ളതുകൊണ്ട്, പിന്നെ അത് കൂടാഞ്ഞിട്ട് നമുക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ക്യാപ്ഷൻ ആയതുകൊണ്ട് ഒരു 6, 7 മാക്സിമം പോയി കഴിഞ്ഞാൽ 8 വേർഡ്സിലധികം ഒന്നും H1 ടാഗ് കൊടുക്കരുത്. 10, 12 കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ നിങ്ങൾ H1 ടാഗ് വളരെ മോശപ്പെട്ട രീതിയിൽ നിങ്ങളുടെ പേജിന് ഉള്ളതായിട്ടാണ് ഗൂഗിൾ കണക്കാക്കുക. അങ്ങനെ ഒരു പേജിന് വ്യൂവിൽ തന്നെ അല്ലെങ്കിൽ കാഴ്ചയിൽ തന്നെ ഒരു മോശപ്പെട്ട എക്സ്പീരിയൻസ് കൊടുക്കുന്ന പേജുകളൊന്നും ഗൂഗിൾ എന്ത് ചെയ്യത്തില്ല, പ്രൊമോട്ട് ചെയ്യത്തില്ല എന്നും മനസ്സിലാക്കുക. അപ്പോൾ H1 ടാഗ് ഒരെണ്ണമേ കൊടുക്കാൻ പാടുള്ളൂ. നമ്മുടെ പേജിനകത്ത് ബോഡി പോർഷനകത്ത് ഏറ്റവും വിസിബിൾ ആയിരിക്കുന്ന പോർഷനാണ്. ടെക്സ്റ്റ് ഹൈറാർക്കിയിൽ ഏറ്റവും വലുപ്പമേറിയ ടെക്സ്റ്റാണ് H1 ടാഗ്. നമ്മുടെ പേജിൻ്റെ ടോപ്പിക്കിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ക്യാപ്ഷനാണ് അവിടെ കൊടുക്കേണ്ടത്. അവിടെ ഒരു അഡീഷണൽ പോയിന്റ് പഠിക്കാനുള്ളതാണ്. ഒന്നിൽ കൂടുതൽ H1 ടാഗ് നമ്മൾ അറിയാതെ വന്നു പോയാലോ ആ ഒന്നിൽ കൂടുതൽ H1 ടാഗ് കൊടുക്കുന്നത് പരസ്പര വിരുദ്ധമാവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പേജിന് ഒരു ബാഡ് ഇമ്പാക്റ്റ് അതുണ്ടാക്കും. റിപ്പീറ്റ് ചെയ്യാം, അബദ്ധത്തിന് നമ്മൾ എന്ത് ചെയ്തു, ഒരു പേജിനകത്ത് ഒന്നിൽ കൂടുതൽ H1 ടാഗ് കൊടുത്തു. ഇത് പരസ്പര വിരുദ്ധമായി, കോൺട്രാസ്റ്റിംഗ് ആയിപ്പോയി. എന്താണ്, അവിടെ ഒരു H1 ടാഗിനകത്ത് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഇന്ന ആളാണ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ താഴെ വേറൊരു H1 ടാഗ് നമ്മൾ വേറൊരാളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്, വേറൊരു ഐഡൻറ്റിറ്റിയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്.
അങ്ങനെ പരസ്പര വിരുദ്ധമായി. ഉദാഹരണത്തിന് മോളി പറയാണ്, ഓക്കെ ഇതൊരു വെളുത്ത പൂവിനെ പറ്റിയുള്ള പേജ് ആകുന്നു എന്നാണ് നമ്മൾ H1 ടാഗ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളെന്താണ് ഗൂഗിൾ അതിനെ ക്രോൾ ചെയ്യുമ്പോൾ മനസ്സിലാക്കും ഈ പേജ് ഒരു വെളുത്ത പൂവിനെ പറ്റി പറയുന്ന ഒരു പേജാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി H1 ടാഗ് ഹെൽപ്പ് ചെയ്യും. എന്നാൽ അതിൻ്റെ താഴെയുള്ള കുറച്ച് കണ്ടന്റ് പോർഷനെ കഴിഞ്ഞിട്ട് വീണ്ടും ഒരു H1 ടാഗ് കൊടുത്തേക്കാണ്, ഇതൊരു കറുത്ത പൂവിനെ പറ്റിയുള്ളതാണ്. അപ്പോൾ എന്താണ് ഇത്? കോൺട്രാസ്റ്റിംഗ് ആണ് അല്ലേ, പരസ്പര വിരുദ്ധമാണ്. ഒന്നുകിൽ വെളുത്ത പൂ അല്ലെങ്കിൽ കറുത്ത പൂ. അപ്പോൾ അതിന് കോൺട്രാസ്റ്റിംഗ് ആകുന്നുള്ള രീതിയിൽ H1 ടാഗ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പേജിൻ്റെ സ്ഥാനം ടെമ്പററി ആയിട്ടൊക്കെ ഡേറ്റ സേവ് ചെയ്യുന്ന ടെമ്പററി ഡേറ്റാബേസിനകത്തായി പോകും. അതിനെ സാൻഡ് ബോക്സ് എന്ന് പറയും. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ എപ്പോഴോ ഇതിനെപ്പറ്റി ഒന്ന് മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. സാൻഡ് ബോക്സ് റിപ്പീറ്റ് ചെയ്യാം. നമ്മുടെ പേജിനകത്ത് നമ്മൾ കൊടുക്കുന്ന H1 ടാഗുകൾ ഒന്നിൽ കൂടുതൽ വരികയും അത് പരസ്പര വിരുദ്ധമാകുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ക്രോൾ ചെയ്യുന്ന ബോർഡ്സിന് കൺഫ്യൂഷൻസ് ഉണ്ടാക്കും. ഒരു സംശയകരമായിട്ടുള്ള രീതിയിൽ നമ്മുടെ പേജിനെ ഗൂഗിൾ നോക്കിക്കാണാൻ സാധ്യത ഉണ്ടായാൽ അത് നമ്മളെ പേജിൻ്റെ നമ്മുടെ പേജ് സാൻഡ് ബോക്സിനകത്തേക്ക് നമ്മൾ എൻട്രി വരാനുള്ള ഒരു സാധ്യതയായിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ പേജിൻ്റെ വിസിബിലിറ്റി നഷ്ടപ്പെടും. നമ്മുടെ പേജ് സാൻഡ് ബോക്സിനകത്തേക്ക് ടെമ്പററി ഡേറ്റാബേസിനകത്തേക്ക് പോകാൻ സാധ്യത വളരെ കൂട്ടും. ഓക്കെ, അപ്പം ഒരു H1 ടാഗ് ഒരു പേജിനകത്ത് ഒരു H1 ടാഗ് കൊടുക്കുക. ആ പേജിന് ഏറ്റവും റിലവൻ്റ് ആയിട്ടുള്ള രീതിയിൽ കൊടുക്കുക. സ്പെല്ലിംഗ് മിസ്റ്റേക്കും ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്കും വരാത്ത പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം എന്താണ്? പേജ് എടുക്കുന്ന ആൾക്കാരുടെ ശ്രദ്ധ ഏറ്റവും കൂടുതൽ പോകാൻ സാധ്യതയുള്ള ടെക്സ്റ്റ് ഏരിയ ആണ്. അവിടെ ചെല്ലുമ്പോൾ തന്നെ അവരുടെ ശ്രദ്ധയിൽ എന്താ കൊടുത്തേക്കണേ? ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കോ ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്കോ ആണെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ നമ്മളെ ഇംപ്രഷൻ പോയി. നമ്മുടെ വെബ്സൈറ്റിനെ പറ്റിയുള്ളവരുടെ ഒരു ട്രസ്റ്റ് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. ആൾക്കാർ അവിടെ നിലക്കില്ല, അവർക്ക് നമ്മളെ പറ്റി ഒരു മതിപ്പുണ്ടാകത്തില്ല. അപ്പോൾ നമ്മൾ മതിപ്പുണ്ടാക്കാനും വിശ്വാസം ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ് ഈ പ്രോസസ്സുകൾ ചെയ്യുന്നത് എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ H1 ടാഗ് കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബോഡി പോർഷനിൽ ഒരു യൂസറിൻ്റെ സൈഡിൽ വിസിബിൾ ആകുന്ന ഒരു പോർഷൻ എന്നുള്ള നിലയ്ക്ക്, അതുകൂടാഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ വലുപ്പമുള്ള ടെക്സ്റ്റ് ഏരിയ, ബോഡി പോർഷൻ്റെ ഏറ്റവും വലുപ്പത്തിലുള്ള ടെക്സ്റ്റ് ഏരിയ എന്നുള്ള നിലയ്ക്ക്, അതുകൂടാഞ്ഞിട്ട് പേജിനെ ക്രോൾ ചെയ്യുന്ന ബോർഡ്സിന് ഹെഡ് സെഷനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐഡൻറ്റിറ്റി ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. അവിടെ നമ്മൾ ഇന്നലെ പഠിച്ച ഒരു പോയിന്റ് കമ്പയർ ചെയ്യാം. ഏതെങ്കിലും കാരണവശാൽ നമ്മൾ ഒരു പേജിന് SEO ടൈറ്റിൽ കൊടുത്തില്ലെങ്കിൽ ഗൂഗിൾ എന്ത് ചെയ്യും? അംബരീഷ് പറഞ്ഞു നോക്കി, ഒരു പേജിന് SEO ടൈറ്റിൽ കൊടുത്തില്ലെങ്കിൽ അതിന് പകരം ഗൂഗിൾ സ്നിപ്പറ്റിനകത്ത് എന്താണ് കാണിക്കുക? ക്വസ്റ്റ്യൻ ഇന്നലെ പഠിപ്പിച്ച ക്വസ്റ്റ്യനാണ്. അംബരീഷ് ഉണ്ട് അവിടെ? അംബരീഷ് ക്വസ്റ്റ്യൻ കേട്ടാ? അംബരീഷ് പോയ അല്ല, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലേ? എല്ലാവരും ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. അപ്പൊ നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ, അംബരീഷിനടുത്ത് ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ആൻസർ തന്നെ ആൻസർ പറഞ്ഞേ. ഏതെങ്കിലും കാരണവശാൽ നമ്മൾ ടൈറ്റിൽ കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഗൂഗിൾ എന്ത് ചെയ്യും? H1 ടാഗാണ് എടുത്ത് കാണിക്കുക അല്ലേ? നമ്മുടെ പേജിനകത്ത് നമ്മൾ SEO ടൈറ്റിൽ കൊടുക്കാൻ വിട്ടുപോകുകയോ നമ്മൾ കൊടുത്തേക്കുന്ന SEO ടൈറ്റിൽ സ്വീകാര്യമല്ലാതെ വരികയോ റിലവൻ്റ് അല്ലാതെ വരികയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമ്മളെ പേജ് സ്നിപ്പറ്റിനകത്ത് കാണിക്കുമ്പോൾ ആ സ്നിപ്പറ്റിനകത്ത് ടൈറ്റിലിൻ്റെ സ്ഥാനത്ത് ഗൂഗിൾ എന്ത് കാണിക്കാനുള്ള സാധ്യതയാണുള്ളത്? SEO ടൈറ്റിലിന് പകരം H1 ടാഗ് കാണിക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ പേജിനകത്തുള്ള ബോഡി പോർഷനകത്തുള്ള ഓപ്റ്റിമൈസേഷൻ പഠിക്കുമ്പം ഏറ്റവും പ്രാധാന്യത്തോടുകൂടി പഠിക്കുന്ന ഒരു ഏരിയയാണ് H1 ടാഗ്. അതിനെപ്പറ്റിയാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇനി H2 ടാഗിലേക്ക് വന്നു കഴിഞ്ഞാൽ H2 ടാഗും വളരെ പ്രാധാന്യമുള്ളതാണ്. നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞായിരുന്നു അല്ലേ? ഏതെങ്കിലും രീതിയിൽ SEO ടൈറ്റിൽ ഇല്ലെന്നുണ്ടെങ്കിൽ H1 ടാഗ് എടുക്കും. H1 ഇല്ലെങ്കിൽ ആ സ്ഥാനത്ത് H2 ആണ് എടുക്കാൻ സാധ്യത അല്ലേ? അവിടെ H2 നമ്മൾ SEO ടൈറ്റിൽ പോലെ തന്നെ അല്ലെങ്കിൽ H1 പോലെ തന്നെ വളരെ പ്രാധാന്യമുള്ളതാണെന്ന് മനസ്സിലാക്കുക. ഏതെങ്കിലും രീതിയിൽ നമ്മൾ ഒരു പ്രോഡക്റ്റിനെ പറ്റിയോ അല്ലെങ്കിൽ ഒരു സർവീസിനെ പറ്റിയോ പറയുന്ന ഒരു ലാൻഡിംഗ് പേജാണ് നമ്മൾ ഓപ്റ്റിമൈസ് ചെയ്യുന്നതെങ്കിൽ, ഒരു സർവീസിനെ സ്പെസിഫൈ ചെയ്യുന്ന ഒരു ലാൻഡിംഗ് പേജാണ് നമ്മൾ ഓപ്റ്റിമൈസ് ചെയ്യുന്നതെങ്കിൽ ആ പേജിൻ്റെ ബോഡി പോർഷനകത്ത് ഒരു H2 ടാഗ് കൊടുക്കുന്നതാണ് ഉത്തമം. റിപ്പീറ്റ് ചെയ്യാം. നമ്മളൊരു പ്രോഡക്റ്റിനെ പറ്റിയുള്ള ലാൻഡിംഗ് പേജാണ് തയ്യാറാക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു സർവീസിനെ പറ്റിയോ പ്രോഡക്റ്റിനെ പറ്റിയുള്ള ലാൻഡിംഗ് പേജാണ് തയ്യാറാക്കുന്നതെങ്കിൽ ആ ലാൻഡിംഗ് പേജിനകത്ത് ഒരു H2 കൊടുക്കുന്നതാണ് ഉചിതം. ഇനി പേജ് ലാൻഡിംഗ് പേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരാം. ഒരു പ്രോഡക്റ്റിനെ പറ്റിയുള്ള ലാൻഡിംഗ് പേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പം ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് ആമസോണിനകത്തൊരു പ്രോഡക്റ്റ് പേജിലേക്കൊക്കെ പോകുമ്പം ആ പ്രോഡക്റ്റിനെ പറ്റി ഉള്ള ഡീറ്റെയിൽസ് ആയിരിക്കും ആ പേജിൻ്റെ വിസിബിൾ ആയിട്ടുള്ള പോർഷനിൽ കൂടുതൽ ഏരിയ വരുന്നത്. അങ്ങനെ ആ പ്രോഡക്റ്റിനെ പറ്റിയും ആ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് മാത്രമൊക്കെ കാണിക്കുന്ന പേജുകൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ലാൻഡിംഗ് പേജ് എന്ന് പറയാം. വിശദീകരിച്ച് വേണമെങ്കിൽ പറഞ്ഞുതരാം. ലാൻഡിംഗ് പേജ് എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് ഓക്കെ, ഈ ക്ലാസ്സിനകത്തുള്ള അൻസി ഒരു പുതിയ ലാപ്ടോപ്പ് വാങ്ങിക്കാൻ തീരുമാനിച്ചു. ഓക്കെ, അൻസി എന്ത് ചെയ്തു? അൻസിക്ക് പരിചയമുള്ള 1-2 ആൾക്കാർക്ക് ചോദിച്ചു, എനിക്കൊരു ലാപ്ടോപ്പ് വാങ്ങിക്കണം, ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ? ഏത് വാങ്ങിച്ചാലായിരിക്കും നന്നാവുക, ഏത് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അൻസിയുടെ ഫ്രണ്ട്സ് പറഞ്ഞെന്താ? ഓക്കെ, ഇന്ന ബ്രാൻഡ് കൊള്ളാം, ഇന്ന മോഡൽ കൊള്ളാം എന്നൊക്കെയാണ് പറഞ്ഞത്.
അപ്പോൾ ഏതെങ്കിലും ഒരു മോഡൽ നമ്മൾ പറഞ്ഞു, അപ്പോൾ ആ മോഡലിനെ പറ്റി ആൻസിക്ക് മനസ്സിലായി. ഓക്കെ, ആ ആൻസി വിചാരിച്ചെന്താ ആ ഒരു മോഡൽ മേടിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ വിലയൊക്കെ അന്വേഷിച്ചു, ബഡ്ജറ്റ് അന്വേഷിച്ചു, നമ്മുടെ ഉപയോഗം അല്ലെങ്കിൽ നമ്മുടെ എന്തൊക്കെ യൂട്ടിലിറ്റി നമുക്ക് വരുന്നുണ്ടാവും അതൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് ആൻസി ആ മോഡലിലേക്ക് തിരിഞ്ഞത്. അപ്പോൾ ആ പ്രോഡക്റ്റ് മേടിക്കാൻ വേണ്ടി ആൻസി ഏകദേശം സെറ്റായി, അതിൻ്റെ ബഡ്ജറ്റ് ഫണ്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ഏകദേശം അത് വാങ്ങിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ആൻസി എന്ത് ചെയ്തു, ഒരു പ്രോഡക്റ്റ് ഉദാഹരണത്തിന് എന്താണ് ഡെല്ലിൻ്റെ സ്റ്റുഡിയോ എന്നുള്ള ലാപ്ടോപ്പാണ് ആൻസി മേടിക്കാൻ. ആൻസി ഉപയോഗിക്കുന്ന ലാപ്ടോപ്പ് ഏത് ആൻസി? HP യുടെ പവലിയനാണ് ഉപയോഗിക്കണമെന്ന് വിചാരിച്ചോ? ഓക്കെ, അല്ല HP പവലിയനാണ് വാങ്ങിക്കാൻ പോകണമെന്ന് വിചാരിച്ചോ? കാരണം ഫ്രണ്ടിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞെന്താ HP പവലിയൻ വാങ്ങിച്ചോ, നല്ലതാണ്, അതിൻ്റെ ഇന്ന വേരിയൻ്റ് ഉണ്ട്, ഇന്ന മോഡലുണ്ട്, അത് വാങ്ങിച്ചോ നല്ലതാണ്, അതിനൊരു 8 GB അല്ലെങ്കിൽ 12 GB റാം ഉണ്ട്, അതിനകത്ത് ഇന്ന സാധനമുണ്ട്, അത് എന്താണ് 12th ജനറേഷനാണ്, വാങ്ങിച്ചോ, കണ്ണു അടച്ച് വാങ്ങിച്ചോ, ഒന്നും നോക്കാനില്ല എന്നൊക്കെ പറഞ്ഞു ഇല്ലേ, ഇത് ഇന്ന പ്രോസസ്സറാണ് അങ്ങനെയൊക്കെ പറഞ്ഞു. ഇതെല്ലാം കണ്ടിട്ട് ആ മോഡൽ ആൻസി വാങ്ങിക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, ആൻസി ഗൂഗിൾ എടുത്തിട്ട് ആ പ്രോഡക്റ്റ് മേടിക്കാൻ HP യുടെ പവലിയൻ എന്ന് പറഞ്ഞ മോഡലിന് വേണ്ടി സെർച്ച് ചെയ്തു. ആ മോഡൽ ഗൂഗിളിനകത്ത് ഇൻഡെക്സ് ചെയ്ത് കാണിച്ചപ്പോൾ അതൊരു ലാൻഡിംഗ് പേജ് ആണെങ്കിൽ ആൻസിക്ക് എന്ത് ചെയ്യാം, നേരെ ആ പേജിനകത്ത് പോകുന്നു, അവിടെ HP പവലിയനെ പറ്റി മാത്രമേ ഡീറ്റെയിൽസ് വിസിബിൾ ആയിട്ടുള്ള പോർഷനിലുണ്ടാവും. എബോവ് ദി ഫോൾഡ് കണ്ടന്റ് HP പവലിയനെ പറ്റി മാത്രമുള്ളതായിരിക്കും, അതിൻ്റെ സ്പെസിഫിക്കേഷനും അതിൻ്റെ വില വിവരങ്ങളും അതിൻ്റെ സ്റ്റൈലും കാര്യങ്ങളും അതിൻ്റെ പിക്ചേഴ്സും ഒക്കെ ആയിരിക്കും മാത്രം ഉണ്ടാവുക. എന്നാൽ ഇതേ കാറ്റഗറിക്കകത്ത് വരുന്ന വേറൊരു സംഗതിയാണ് ഓവർവ്യൂ പേജ്. ലാൻഡിംഗ് പേജ് ഇപ്പോൾ മനസ്സിലാക്കാമല്ലോ, ഒരു പ്രോഡക്റ്റിനെ പറ്റി കൂടുതൽ ആ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ വിശദാംശങ്ങളും ഒക്കെ മാത്രമുള്ള ഒരു പേജിനെ ലാൻഡിംഗ് പേജ് എന്ന് പറയാം. എന്നാൽ ഇതേ കാറ്റഗറിക്കകത്ത് വരുന്ന വേറെ ടൈപ്പ് പേജാണ് ഓവർവ്യൂ പേജ്. എന്താണ് ഓവർവ്യൂ പേജ്? ഓവർവ്യൂ പേജിൻ്റെ പ്രത്യേകത, അതിനകത്ത് ഒരു പ്രോഡക്റ്റ് ആയിരിക്കില്ല, പല പ്രോഡക്റ്റുകളെ പറ്റിയുള്ള വിശദീകരണങ്ങളും പല ബ്രാൻഡുകളെ പറ്റിയൊക്കെ ഉള്ള വിശദീകരണങ്ങളൊക്കെ ഉണ്ടാകും. ഉദാഹരണത്തിന് ആൻസി ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്തപ്പോൾ പോയത് ഒരു ലാൻഡിംഗ് പേജിനകത്തല്ല, ഒരു ഓവർവ്യൂ പേജിനകത്താണ് പോയതെന്ന് വിചാരിച്ചു. അപ്പോൾ ആ പേജിനകത്ത് പല മോഡൽസ് ഉണ്ട്. എന്താണ്, HP യുടെ ലാപ്ടോപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ഡെല്ലിൻ്റെ ലാപ്ടോപ്പുകളുണ്ട്, സോണി വയോ ഉണ്ട്, തോഷിബ ഉണ്ട്, ഏസർ ഉണ്ട്, പിന്നെന്താണ് അസ്യൂസ് ഉണ്ട്. അങ്ങനെ പല ബ്രാൻഡുകളുടെയൊക്കെ ലാപ്ടോപ്പുകളും അതിൻ്റെ പല മോഡൽസും പിക്ചറും ഒക്കെയാണ് അതിനകത്തുള്ളത്. അതിന് നമുക്ക് എന്ത് പറയാം, ഓവർവ്യൂ പേജ് എന്ന് പറയാം. പക്ഷെ അവിടെ എന്താ പറഞ്ഞോ, കേട്ടില്ല പേജിന്റെ പേരെന്താന്ന് പറഞ്ഞു? ഓവർവ്യൂ. നേരത്തെ ആദ്യം പറഞ്ഞത് ലാൻഡിംഗ് പേജും ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓവർവ്യൂ പേജ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്പെസിഫിക് ആയിട്ടൊരു സംഗതിയെ പറ്റി മാത്രമായിരിക്കത്തില്ല, കുറേ കാര്യങ്ങൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തില്ല. ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട് മനസ്സിലാകും. നിങ്ങൾക്ക് നോക്കിയേ, ആൻസി സെർച്ച് ചെയ്ത് എന്തിനാണ്, HP പവലിയന് വേണ്ടിയിട്ടാണ്. ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ ഓപ്പൺ ആയത് ഒരു ഓവർവ്യൂ പേജ് ആണെങ്കിൽ അവിടെ പല ബ്രാൻഡുകളുണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ ആൻസി എന്ത് ചെയ്യും, ആ ബ്രാൻഡുകളുടെയൊക്കെ പിക്ചറൊക്കെ നോക്കി പോവുകയാണ്. HP ഉണ്ട്, അതിൻ്റെ അടുത്ത് ഏസർ ഉണ്ട്, അതിൻ്റെ അടുത്ത് ഡെല്ലുണ്ട്, അതിൻ്റെ അടുത്ത് തോഷിബ ഉണ്ട്, സോണി വയോ ഉണ്ട്. സോണി വയോ, കരീന കപൂർ വളരെ കളർഫുള്ളായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് പല കളറിലൊക്കെ നമുക്ക് സ്കിൻ മാറ്റാൻ പറ്റുന്ന ലാപ്ടോപ്പുമായിട്ട് ഇതേ നിൽക്കുന്നു. മഞ്ഞ സ്കിൻ വേണോ, പിങ്ക് വേണോ, പിന്നെന്താ റെഡ് വേണോ, പല സ്കിന്നിനൊക്കെ സ്കിന്നിന് മാറ്റാൻ പറ്റുന്ന ഇത് അല്ലേ. കരീന കപൂർ റെഡ് കളർ ഡ്രസ്സ് ഇടുമ്പോൾ സ്കിന്നിൽ മാറ്റാൻ പറ്റുന്ന ലാപ്ടോപ്പ് സോണി വയോ. അതെന്താ, അടുത്ത ഒരു പിങ്ക് ഡ്രസ്സ് ഇടുമ്പോൾ പിങ്ക് കളറിൽ മാറ്റാം, അല്ലെങ്കിൽ എന്താണ് നീല കളറിടുമ്പോഴോ ഡ്രസ്സ് ഇടുമ്പോൾ അങ്ങനെ മാറ്റാൻ പറ്റുന്ന കുറേ കളറൊക്കെ കണ്ടപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ആര് വീണു, ആൻസിക്ക് അങ്ങോട്ടൊരു ചാഞ്ചാട്ടം ഉണ്ടായി. ആൻസി അതുവരെ എന്താ തീരുമാനിച്ചത്, HP പവലിയൻ വാങ്ങിക്കാം, അതിൻ്റെ വിലയും വിശദാംശങ്ങളൊക്കെ ഫ്രണ്ടൊക്കെ പറഞ്ഞനുസരിച്ച് റിവ്യൂ ഒക്കെ നടത്തി അതിൻ്റെ റിവ്യൂ വീഡിയോ ഒക്കെ കണ്ട് ആകെ കൂടെ സെറ്റായിരിക്കുകയാണ്. പക്ഷേ കഷ്ടകാലത്തിന് സെർച്ച് ചെയ്ത് ഓപ്പൺ ആക്കിയ പേജ് എന്താണ്, ലാൻഡിംഗ് പേജ് അല്ല, ഒരു ഓവർവ്യൂ പേജ് ആയിരുന്നു. ആ പേജിനകത്ത് എന്തൊക്കെയുണ്ട്, പല മോഡൽസ് ഉണ്ട്. അതിലൊരു മോഡലിലേക്ക് നമ്മൾ ആൻസിയുടെ കണ്ണുടക്കി സ്വാഭാവികമായിട്ട് എന്താണ് നടക്കാം. അപ്പോൾ തന്നെ ആൻസി അടുത്തൊരു ആ ഫ്രണ്ടിനെ വിളിച്ച് ചോദിക്കും, ഈ സോണി വേറെ ലാപ്ടോപ്പ് എങ്ങനെയുണ്ട്, നല്ലതാണോ എന്നൊക്കെ ചോദിക്കും. ചിലപ്പം പെട്ടെന്ന് ഈ HP പവലിയൻ വാങ്ങിക്കാൻ വേണ്ടി സെറ്റായി വന്ന ആൾ ചിലപ്പോൾ അന്നേരം വാങ്ങിക്കാതെ പോകാം. ആലോചിച്ച് നോക്കിയേ, കറക്റ്റല്ലേ? അപ്പം വേറൊരു മോഡൽ കണ്ടു, അതിൻ്റെ വിലയും ഇതും കൂടെ ആൻസി കമ്പയർ ചെയ്ത് നോക്കി. ഓക്കെ, നമ്മൾ പറഞ്ഞു തന്ന 45,000 രൂപ തന്നെയാണല്ലോ അതിനും, അല്ലെങ്കിൽ 50,000 രൂപ തന്നെയാണോ അതിനും. പക്ഷേ അതിനകത്ത് എന്ത് കാണിക്കുന്നു, ഇങ്ങനെ സ്കിന്ന് മാറ്റാം, വേറെ കളർഫുള്ള്, പിന്നെ അതിനകത്ത് വേറെ എന്തോ ഒരു ഫീച്ചർ കാണിക്കുന്നുണ്ട്, പിന്നെ അതിനകത്ത് എന്താ എന്ത് പറയാം, അതിൻ്റെ റാം ഇത്രയുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ പ്രോസസ്സർ കൊടുത്തത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിനകത്ത് ഒറിജിനൽ വോയിസ് ഉണ്ട്. ഇതിനകത്ത് ഒറിജിനൽ വോയിസ് ഉണ്ട്, പക്ഷേ ഇത് സ്റ്റുഡൻറ്റ് വെർഷനും മറ്റേത് പ്രൊഫഷണൽ വെർഷനും കിടപ്പുണ്ട്, പിന്നെ അതിനകത്ത് അപ്ഗ്രേഡ് ചെയ്യാം. അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ കണ്ടപ്പം ആൻസിക്ക് എന്ത് ചെയ്തി, ഒരു ചാഞ്ചാട്ടം ഉണ്ടായി. ഫ്രണ്ടിനൊക്കെ ചോദിച്ച് ഫ്രണ്ട്സൊക്കെ പറഞ്ഞ് സെറ്റായി നിൽക്കുകയാണ് എന്ത് വാങ്ങിക്കാൻ, HP പവലിയൻ. പക്ഷേ കഷ്ടകാലത്തിന് എത്തിയത് ഒരു ഓവർവ്യൂ പേജിനകത്ത് ആയതുകൊണ്ട്
ആൻസിയുടെ ശ്രദ്ധ വേറെ പല ലാപ്ടോപ്പുകളിലേക്ക് പോയത് കൊണ്ട് അവിടെ സെയിൽസ് നടക്കുന്നില്ല. അപ്പോൾ 2 പേജുകളുടെ തമ്മിൽ ഒരു വ്യത്യാസം മനസ്സിലായല്ലോ. ഓരോ പേജ് എന്ന് പറയുമ്പം പല പ്രോഡക്റ്റ്സ് ഉണ്ടാകാം, അവിടെ സെയിൽസ് നടക്കാനുള്ള സാധ്യത കുറച്ച് കുറവായിരിക്കും. എന്നാൽ ലാൻഡിങ് പേജ് ആകുമ്പം ആ പ്രോഡക്റ്റിനെ പറ്റി സെർച്ച് ചെയ്ത് വരുന്ന ആളിന് കൃത്യമായിട്ട് ആ ലാൻഡിങ് പേജിലാണ് എത്തുന്നതെങ്കിൽ അവർ പിന്നെ വേറെ ഒന്നും നോക്കുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ആൻസി ഗൂഗിളിനകത്ത് HP പവലിയൻ എന്ന് അടിച്ചു, സെർച്ച് ചെയ്ത് വന്ന പേജിനകത്ത് HP പവലിനെ പറ്റി മാത്രവും അതിൻ്റെ പല മോഡൽസിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ വിശദീകരിച്ച രീതിയും അതിൻ്റെ സ്പെസിഫിക്കേഷൻസും പിന്നെ ഒപ്പം തന്നെ അവിടെ ഒരു ഓഫറും കാണിക്കുന്നുണ്ട്. എന്താണ് നമ്മൾ ആമസോണിലൊക്കെ കാണുമ്പോൾ കണ്ടില്ലേ ഓഫർ, ഇതിൻ്റെ വില ഇത്ര രൂപയാണ്, പക്ഷേ എന്താണ് ഈ ഒരു സംഗതി പ്രമാണിച്ച് ഇത്ര ഓഫറുണ്ട്. അത് അവിടെ കൗണ്ട് ഡൗൺ കാണിക്കുന്നുണ്ടാവും. ഇനി 3 മണിക്കൂർ 40 മിനിറ്റ് 15 സെക്കൻഡൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഓഫർ നഷ്ടപ്പെടും. അത്ര സമയം മാത്രമേ ആ എമൗണ്ടിനുള്ളൂ. അപ്പോൾ നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ എന്ത് ചെയ്യും? പെട്ടെന്ന് ചാടി വീണ് വാങ്ങിക്കാൻ തോന്നും ഇല്ലേ? 3 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ദൈവമേ എൻ്റെ വില വീണ്ടും 5000 രൂപ കൂടും എന്നൊക്കെ പറഞ്ഞായിരിക്കും നമ്മൾ നോക്കുക. അപ്പോൾ നമ്മൾ കയ്യിൽ കാശ് ആയില്ലെങ്കിൽ കൂടി നമ്മൾ എന്ത് ചെയ്യും? ആയിരത്തിനെങ്കിലും കടം വാങ്ങിച്ച് അപ്പോൾ തന്നെ 3 മണിക്കൂറിൽ വാങ്ങിക്കണം എന്നുള്ളതായിരിക്കും നമ്മൾ മനസ്സിൽ സെറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ലാൻഡിങ് പേജൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? H2 ഒരെണ്ണം കൊടുക്കുന്നതാണ് ഉചിതം. എന്നാൽ ഒരു നീളം കൂടിയ ഒരു പേജ്, ഉദാഹരണത്തിന് ഒരു ടോപ്പിക്കിനെ ഒരുപാട് വിശദീകരിച്ച് പോകുന്ന ഒരു വലിയ ആർട്ടിക്കിൾ, അവിടെ നമുക്ക് H2 2 കൊടുക്കുന്നതിനകത്ത് തെറ്റില്ല. ഉദാഹരണത്തിന് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷനെ പറ്റിയുള്ള ഒരു ബൃഹത്തായ ഒരു ആർട്ടിക്കിൾ, അവിടെ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്ന വാക്ക് നമ്മൾ H1 ചേർത്ത് കൊടുത്തു, H1 കൊടുത്തു. അടുത്ത് നമ്മളെന്ത് പറയുന്നു? ഓൺ പേജ് ഒപ്റ്റിമൈസേഷനെ പറ്റി പറയുന്നു, അതൊരു H2 ആയിട്ട് കൊടുത്തു. അതിൻ്റെ ഓൺ പേജിനകത്ത് വരുന്ന ടൈറ്റിൽ ഒപ്റ്റിമൈസേഷൻ, മെറ്റാ ഡിസ്ക്രിപ്ഷൻ ഒപ്റ്റിമൈസേഷൻ, കണ്ടന്റ് ഒപ്റ്റിമൈസേഷൻ, സബ് ഹെഡിങ്ങുകൾ, അതുപോലെ തന്നെ ആങ്കർ ടെക്സ്റ്റ് ഒപ്റ്റിമൈസേഷൻ, ഇമേജ് ഒപ്റ്റിമൈസേഷൻ, ഇതൊക്കെ നമ്മൾ പഠിച്ച് എഴുതി പോവുകയാണ്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ അടുത്ത് എന്ത് കൊടുക്കുന്നു? ഓഫ് പേജ് SEO എന്ന് പറയുന്ന സെക്കൻഡറി കാറ്റഗറി കൊടുക്കുന്നു. അവിടെ നിങ്ങൾ ഓൺ പേജ് SEO ഒരു H2 ആയിട്ടും ഓഫ് പേജ് SEO വേറൊരു H2 ആയിട്ടും കൊടുക്കുന്നതുകൊണ്ട് തെറ്റില്ല എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഒരുപാട് നീളമുള്ള ഒരു ആർട്ടിക്കിളിനകത്ത് ടോപ്പിക് വൈസ് 2 ഏരിയക്കകത്തേക്ക് നമ്മൾ ടോപ്പിക്കിന് തരം തിരിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒരെണ്ണം H1 ഒരെണ്ണം H2 അടുത്തൊരു H2 ആക്കി കൊടുക്കുന്നതിനകത്ത് തെറ്റില്ല. പക്ഷേ ഒരു ലാൻഡിംഗ് പേജൊക്കെ ഒപ്റ്റിമൈസ് ചെയ്യുമ്പോൾ, ഒരു പ്രൊഡക്റ്റിനെ പറ്റിയുള്ള ഒരു ലാൻഡിംഗ് പേജ്, ഒരു പർട്ടിക്കുലർ സർവീസിനെ പറ്റി മാത്രമുള്ള ഒരു ലാൻഡിംഗ് പേജ് ഒപ്റ്റിമൈസ് ചെയ്യുമ്പോൾ അതിനകത്ത് എന്ത് കൊടുത്താൽ മതി? ഒരു H2 വരുന്നതാണ് നല്ലത്. ഒരു H1 പോലെ ഒരു H2 കൊടുക്കുന്നതാണ് നല്ലത്. അവിടെയും സ്പെല്ലിംഗ് മിസ്റ്റേക്കോ ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്കോ ഒന്നും വരാൻ പാടില്ല. കാരണം H1 കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാരുടെ ശ്രദ്ധ പോകാൻ സാധ്യതയുള്ള അതിൻ്റെ ഹൈറാർക്കി അനുസരിച്ച് ഇത്ര സൈസിൽ വരുന്ന ടെക്സ്റ്റൊക്കെ ആയിരിക്കും H2 വരിക. അപ്പോൾ നമ്മൾക്ക് ഇന്നത്തെ ക്ലാസ് രൂപേഷ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടോ? പറഞ്ഞോളൂ. രൂപേഷ് നേരത്തെ ഹാൻഡ് റൈസ് ചെയ്താണോ? നേരത്തെ ഹാൻഡ് റൈസ് ചെയ്ത. സോറി എനിക്ക് എന്താണെന്ന് അറിയില്ല, ഹാൻഡ് റൈസ് ചെയ്തതിൻ്റെ സൗണ്ട് ഇനി വന്നില്ല കേട്ടോ. ഞാൻ ഹെഡ്സെറ്റ് കുത്തിയിട്ടുണ്ടെങ്കിലും സൗണ്ട് വന്നില്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എല്ലാവരും ഒരു കാര്യം ചെയ്യുമോ? ഇതിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ ഉള്ള ആൾക്കാർ ആ ടെക്സ്റ്റ് നമ്മൾ മെസ്സേജ് അയക്കൂലേ വാട്സപ്പ് ഗൂഗിൾ മീറ്റിനകത്ത് മെസ്സേജ് അയക്കുന്നിടത്ത് നിങ്ങളുടെ പേരൊന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്തിട്ട് പോവുമോ? ജസ്റ്റ് പേര് ടൈപ്പ് ചെയ്തിട്ടാൽ അംബരീഷ് ഇപ്പം വന്നോ? അംബരീഷ് ഇത്ര നേരം നെറ്റ് കട്ടായി പോയാ? ഹലോ, നെറ്റ് കറണ്ട് പോയായിരുന്നു. വൈഫൈ ഇടയ്ക്ക് എന്തോ ഒരു ക്വസ്റ്റ്യൻ അംബരീഷിൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്ക് അംബരീഷ് മുങ്ങിയെന്നാണ് ഇവിടെയുള്ള ആൾക്കാർ പറഞ്ഞത്. ഞാനും അത് തെറ്റിദ്ധരിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് മനസ്സിലായി നെറ്റ് പോയതായിരുന്നു. ഓക്കെ, അപ്പം അംബരീഷ് ഇതിനകത്ത് പേരൊന്ന് ടൈപ്പ് ചെയ്തിടുമോ? ടെക്സ്റ്റ് ഈ ചാറ്റിനകത്ത്. അപ്പം 1 2 3 4 5 6 ആൾക്കാരാണോ ഉള്ളത്? 6 അല്ല 7 ആൾക്കാർ. ടൈപ്പ് ചെയ്ത് സേവ് ചെയ്തു. എങ്ങനെ ടൈപ്പ് ചെയ്യുന്നു? ആരാ ചോദിച്ചത്? രൂപേഷോ? മൊബൈലിലാണോ ലാപ്ടോപ്പിലാണോ അറ്റൻഡ് ചെയ്യണത്? ലാപ്ടോപ്പിനകത്താണെങ്കിൽ നമ്മൾ ലാപ്ടോപ്പിൻ്റെ സ്ക്രീനിൽ ഇപ്പം നമ്മളെ ലിസ്റ്റൊക്കെ കാണുന്ന റൈറ്റ് സൈഡിൽ താഴെ ഒരു ആൾക്കാർ 12 ആൾക്കാർ ഇരിക്കുന്നതായിട്ട് ഒരു പിക്ചർ കാണിക്കണം, പീപ്പിൾ. അതിന് തൊട്ടടുത്ത് ടെക്സ്റ്റ് ചെയ്യാനുള്ള ചാറ്റ് വിത്ത് എനിവൺ എന്ന് പറഞ്ഞ് കാണിക്കുന്ന അവിടെ ക്ലിക്ക് ചെയ്യുക. കണ്ടോ? റൈറ്റ് സൈഡിൽ താഴെ ഒരു ചാറ്റ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. പീപ്പിൾ കാണിച്ചിട്ടുണ്ടോ? 12 പേരുള്ളത് കാണിക്കുന്നുണ്ടോ? അതിൻ്റെ തൊട്ട് വലത് സൈഡിൽ റൈറ്റ് സൈഡിൽ ഒരു ഐക്കൺ ഉണ്ടാവും, അവിടെ ക്ലിക്ക് ചെയ്യുക. ചാറ്റ് വിത്ത് എനിവൺ എന്നാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാറ്റ് ആഡ് ചെയ്യാം. അതിനകത്ത് ആൾക്കാരൊക്കെ പേര് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എത്ര പേര് ആഡ് ചെയ്തു? നിതിൻ 1 2 3 4 5 6 7 8 പേരുണ്ട്. 8 പേര് ആഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത് രൂപേഷിനെ ആഡ് ചെയ്യാൻ രൂപേഷ് ആഡ് ആയല്ലോ. അംബരീഷ് ആഡ് ചെയ്തോ? അംബരീഷ് ആഡ് ചെയ്തു. ഓക്കെ, ഇനി ആരെങ്കിലും ഇതിനകത്ത് മാർക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് പേരൊന്ന് വായിക്കാമോ? ഇട്ട ആൾക്കാരുടെ പേര് ഓക്കെ, ഞാൻ വായിക്കാമല്ലോ. നിതിൻ ഹരിദാസ്, അജീഷ്, മിഷാൽ, ഫാത്തിമ, രതീഷ്,
ആൻസി, അംബരീഷ്, രൂപേഷ്. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? സർ എൻ്റെ പേര് വായിച്ചോ? ജോൺ ജോസഫ്. ജോൺ ജോസഫ്. ജോൺ ജോസഫ് ഞാൻ വായിച്ചില്ലേ? ഓക്കെ, ഞാൻ ഒരിക്കൽ കൂടെ വായിക്കാം. ഐശ്വര്യ ഇട്ടിട്ടുണ്ടോ ഇതിനകത്ത്? ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇവിടെ ചാറ്റിനകത്ത് ഐശ്വര്യ എന്ന് ടൈപ്പ് ചെയ്തിടൂ. നോക്കിയേ, ഒരിക്കൽ കൂടെ പേര് വായിക്കാം. നിതിൻ ഹരിദാസ്, അജീഷ്, മിഷാൽ, ഫാത്തിമ, രതീഷ്, ആൻസി, അംബരീഷ്, ജോൺ ജോസഫ്, രൂപേഷ്, ഐശ്വര്യ റായ്, ഐശ്വര്യ രാജ്. ഓക്കെ ഓക്കെ ഓക്കെ, തിരിച്ചു തരാം. അപ്പോൾ ഇനി വേറെ ആരെയും പേര് വിളിക്കാതില്ലല്ലോ, എല്ലാവരും പേര് വിളിച്ചല്ലോ. ഓക്കെ ഓക്കെ, അപ്പോൾ താങ്ക് യു. നമുക്ക് നാളത്തെ ക്ലാസ്സിൽ കാണാം. ബൈ ബൈ. താങ്ക് യു. ഓരോരുത്തരായിട്ട് ചോദിക്കും എന്താണ് ഈ ലിങ്ക് ഷെയർ ചെയ്യുമോ? ഇതിന്റെ ക്ലാസ് ഞാൻ പറഞ്ഞില്ല, ഒരു വ്യത്യസ്തമായിട്ടുള്ള ലാപ്ടോപ്പിലാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. ഇടയ്ക്ക് വെച്ച് അത് ഓഫായൊക്കെ പോയി. ഞാൻ റെക്കോർഡ് കൊടുത്തിട്ടുണ്ട്. ഞാനത് ചെക്ക് ചെയ്യുമ്പോൾ കുഴപ്പമൊന്നുമില്ല. ഒരു 99% ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് ലിങ്ക് അയക്കും, ഉറപ്പായിട്ട് ലിങ്ക് അയക്കും. നമ്മളെ ഗ്രൂപ്പിനകത്തായിരിക്കും, ഓൺലൈനുള്ള ആൾക്കാരുടെ ഗ്രൂപ്പിനകത്തായിരിക്കും ഇടുക. ഓൺലൈൻ ക്ലാസ്സുകൾ ആയിരിക്കും ഞാൻ ഇനി ക്ലാസ് എടുക്കുക. ഓൺലൈനകത്തുള്ള ആൾക്കാർക്ക് ഓൺലൈൻ ജോയിൻ ചെയ്ത ആൾക്കാർ പിന്നെ ഓഫ്ലൈനിൽ കയറ്റണ്ട എന്നൊക്കെയാണ് അവിടെ നിന്ന് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് അറിയാൻ മേല. എന്തായാലും നിങ്ങൾക്ക് ഹൈബ്രിഡ് എടുക്കുന്ന ആൾക്കാർക്ക് ചില ഹൈബ്രിഡിനകത്ത് ബാച്ച് ഹൈബ്രിഡ് അല്ല, ചില ക്ലാസ്സുകൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ചില ക്ലാസ്. ഉദാഹരണത്തിന് നിങ്ങൾ ഇൻറ്റേർണൽ എക്സാം എഴുതുമ്പോഴും ചില പ്രാക്ടിക്കലൊക്കെ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഇവിടെ വന്ന് അതിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതാണ് അവരുടെ ഹൈബ്രിഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുഴപ്പമില്ല, ഹൈബ്രിഡ് ക്ലാസ് ആണ്. അപ്പോൾ ഓൺലൈനായിട്ട് ചില ക്ലാസ്സുകൾ ഓഫ്ലൈൻ. പറഞ്ഞോ അംബരീശ്വരി കൂടെ പറഞ്ഞോ, കേട്ടില്ല. അല്ലാതെ റെഗുലർ ക്ലാസ് പോലെ ഇനി വരണ്ടെന്നാണോ? റെഗുലറായിട്ട്, അതായത് ഓൺലൈനിലോട്ട് നിങ്ങൾ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ നിങ്ങൾ റെഗുലർ ബാച്ചിനകത്ത് നിങ്ങൾ വരണ്ടെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞേക്കണം. ഓൺലൈനിൽ പോയവർക്ക് പിന്നെ ഹൈബ്രിഡ് ഇതിൽ കിട്ടൂലേ? അതായത് ഹൈബ്രിഡ് ക്ലാസ്സുകളിൽ ചില ആൾക്കാർക്ക് ഇടയ്ക്ക് ഓൺലൈൻ ക്ലാസ് അറേഞ്ച് ചെയ്യും. പ്രാക്ടിക്കൽസ്, അതുപോലെ തന്നെ ഇൻറ്റേർണൽ ക്ലാസ്, ഇൻറ്റേർണൽ എക്സാം ഒക്കെ ഉണ്ടല്ലോ, അതിന് അറേഞ്ച് ചെയ്യുമ്പോൾ മാത്രം നിങ്ങൾ വന്നാൽ മതി. ബാക്കിയെല്ലാം ക്ലാസ് നിങ്ങൾ ഓൺലൈൻ അറ്റൻഡ് ചെയ്താൽ മതി എന്നാണ്. അങ്ങനെ അറ്റൻഡ് ചെയ്യുന്ന രീതിയിലാണ് പറഞ്ഞത്. ഇതെന്നറിയോ, ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർ ഓൺലൈൻ ചൂസ് ചെയ്യുന്നത് വഴി ഓഫ്ലൈനിലുള്ള ആൾക്കാർ ഓൺലൈൻ ചൂസ് ചെയ്യുന്ന വഴി അവർ തീരെ ഫ്ലെക്സിബിൾ ആകുന്നു എന്നുള്ളതാണ് അവരുടെ ഒരു ആക്ഷേപം. അപ്പം ഇത് ഫസ്റ്റ് ടൈമാണ് ഒരു ഓൺലൈൻ ക്ലാസ് കൊടുക്കുന്നത് തന്നെ. CCKയുടെ ക്ലാസ് ആദ്യമായിട്ടാണ് ഓൺലൈൻ ക്ലാസ് കൊടുക്കുന്നത്. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിനകത്ത് ഒരുപാട് പോരായ്മകളുണ്ടെന്നും അങ്ങനെ വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് നേരെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റില്ലെന്നൊക്കെയാണ് അവരുടെ വിലയിരുത്തൽ. പക്ഷേ അവരൊരു സിസ്റ്റമാണ്. നമ്മളതിൻ്റെ ഒരു ക്യാമ്പസ് സെൻറ്ററിൻ്റെ ഒരു സബ് സെൻറ്റർ മാത്രമാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് അവർ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാനേ പറ്റത്തുള്ളൂ. വേറെ ഒന്നും നടപ്പിൽ വരത്തില്ല. സാറേ, ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. അപ്പൊ നമുക്ക് 3 ടൈപ്പ് ക്ലാസ് ഉണ്ടോ? അതായത് ഒന്ന് ഓഫ്ലൈൻ, ഒന്ന് ഓൺലൈൻ, ഒന്ന് ഹൈബ്രിഡ്, അങ്ങനെ 3 ടൈപ്പ് ഉണ്ടോ ക്ലാസ്? ഇല്ല. അവരിപ്പോ ബാച്ച് ആയിട്ട് തിരിച്ചേക്കണത് റെഗുലർ ബാച്ച്, സൺഡേ ബാച്ച്, ഓൺലൈൻ ബാച്ച്. അങ്ങനെയാണ് തിരിച്ചേക്കുന്നത്. സാർ, അടുത്ത ദിവസം ഈ തീരുമാനിക്കുന്ന ആൾക്കാരെ കൂടി ഒരു ദിവസം നമ്മുടെ ക്ലാസ്സിലേക്ക് വരാൻ പറഞ്ഞാൽ നന്നായിരുന്നു. നമ്മുടെ അഭിപ്രായം കൂടെ അവർ കേൾക്കാണ്ട് അവരുടെ രീതിയിൽ ഓരോ കാര്യങ്ങൾ. അത് ഞാൻ പറഞ്ഞു, ഹൈബ്രിഡ് എന്ന് പറഞ്ഞിട്ട് ഒരു അട്രാക്ഷൻ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ജോയിൻ ചെയ്തത്. അല്ല, ഹൈബ്രിഡ് എന്ന് പറയുന്നത് ഹൈബ്രിഡ് ബാച്ച് അല്ല, ഹൈബ്രിഡ് ക്ലാസ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. കാരണം അത് ഞാനത് അഡ്മിഷൻ എടുത്തപ്പോൾ ക്ലിയർ ആയിട്ട് ചോദിച്ചാണ്. അവർ ഇങ്ങോട്ടാണ് പറഞ്ഞതിനടുത്ത് നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നിങ്ങൾക്ക് ഒരു ദിവസം വരാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്യാം. അതല്ല, നിങ്ങൾക്ക് ഡെയിലി വന്ന് പഠിക്കുന്നതാണെങ്കിൽ വന്ന് പഠിക്കാം. അതാണ് ഹൈബ്രിഡ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തേ സാർ. അതെ സാർ, അങ്ങനെ എന്നോടും പറഞ്ഞത്. അപ്പം നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, ഇപ്പോൾ ഒരു ദിവസം ക്ലാസ്സിൽ പോയി അറ്റൻഡ് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു നെറ്റ്വർക്കിംഗ് കൂടെ ആകുമല്ലോ. നിങ്ങൾ അങ്ങനെ ആ രീതിയിലൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഓൺലൈനിലുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ നമുക്ക് ഒരു 2 ആഴ്ച കൂടുമ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ചേർത്തൊരു ഓഫ്ലൈൻ ക്ലാസ് വെക്കണമെങ്കിൽ ഞാൻ അറേഞ്ച് ചെയ്ത് തരാം. നിങ്ങൾ അതിനെക്കുറിച്ച് ബേജാറാവണ്ട. നിങ്ങൾക്ക് എന്തായാലും പ്രാക്ടിക്കലൊക്കെ പഠിപ്പിക്കുകയും പ്രാക്ടിക്കൽ ചെയ്യിക്കുകയും ചെയ്യുന്ന സമയത്ത് ഞാനിവിടെ നിങ്ങൾക്ക് വരാൻ പറയുന്നുണ്ടാവും. അങ്ങനെ നിങ്ങൾ വരാൻ ഓപ്ഷൻ ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് നെറ്റ്വർക്ക്, നിങ്ങളുടെ കണക്ഷനൊക്കെ വളരെ, എനിക്കത് മനസ്സിലാക്കാം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ബാച്ചിനകത്തുള്ള ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞിരിക്കുകയും പിന്നീട് നമ്മൾ ആരെ കൊണ്ടാണ് ആർക്കാണ് ഉപകാരപ്പെടുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ അതിനുള്ള അറേഞ്ച്മെൻറ്റ് ഉണ്ടാക്കാം. തൽക്കാലം ക്ലാസ് ഓൺലൈനിലുള്ള ആൾക്കാർ ഓൺലൈനും ഓഫ്ലൈനുള്ള ആൾക്കാർ ഓഫ്ലൈനും എന്നുള്ള രീതിയിൽ ചെയ്താൽ മതി എന്ന് നമ്മളിത് സ്ട്രോങ് നിർദ്ദേശം പറഞ്ഞൊക്കെയാണ്. എന്താണ് നമ്മൾ ഓൺലൈനും ഓഫ്ലൈനും കൂടെ മിക്സ് ചെയ്തെടുത്താൽ കുഴപ്പമെന്നൊക്കെ ഞാൻ പിന്നെ അവരുടെ തർക്കിക്കാനൊന്നും പോയില്ല. കാരണം അത് ഓൺലൈനായിട്ട് ആദ്യമായിട്ടാണ് ഒരു ക്ലാസ്. ഞങ്ങൾക്ക് തർക്കിക്കാമല്ലോ.
ഇപ്പൊ അവരെ കൂടെ വിളിക്കുകയാണെങ്കിൽ നമ്മളോട് ഇങ്ങനെ പറഞ്ഞതിന് ശേഷം അങ്ങനെ ഒരു ചേഞ്ച് എന്തോ ക്രിമിനൽ ടൈപ്പ് ഓഫ് ആയിട്ട് തോന്നുന്നുണ്ട്. കാരണം നമ്മളെന്തോ കള്ളത്തരം കാണിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. അയ്യോ, അങ്ങനെയൊന്നും ധരിക്കരുത്. നിങ്ങൾ തെറ്റിദ്ധാരണയാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ ധരിക്കുകയോ ചെയ്യരുത്. നിങ്ങളുടെ ഇന്ന് തന്നെ എനിക്കൊരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായി. നിങ്ങളുടെ സെന്ററിൽ നിന്ന് വിളിച്ചിട്ട് നിങ്ങൾ ഓൺലൈനിലാക്കുകയാണ്, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഓഫ്ലൈൻ ക്ലാസ്സിൽ വരാൻ പറ്റില്ല, പെട്ടെന്നൊരു ഡിസിഷൻ പറയണമെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ഫീസ് മേടിച്ച് എല്ലാം കഴിഞ്ഞിട്ട് ഇവരനുസരിച്ച് പോളിസി ഡെവലപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ ഗുഡ് പ്രാക്ടീസ്. ഈ പോളിസി ഇപ്പം നോക്കിയേ, എനിക്ക് എൻ്റെ ഒരു കണ്ടീഷൻ പറയണമെന്നുണ്ടെങ്കിൽ, ഇത് നമ്മൾ പഠിപ്പിക്കുന്ന ഒരു സബ് സെൻ്ററാണ്. ഒരു ക്യാമ്പസിനകത്ത് നിങ്ങൾ അഡ്മിഷൻ എടുത്ത്, നിങ്ങളെല്ലാം ആ കോളേജിൻ്റെ ഭാഗമായിട്ട് അഡ്മിഷൻ എടുത്തിരിക്കുന്ന കോളേജിലെ സ്റ്റുഡൻസാണ്. അതിൻ്റെ ക്ലാസ് അറേഞ്ച് ചെയ്ത് തരിക എന്ന് മാത്രമാണ് എൻ്റെ സൈഡിൽ നിന്നുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാതെ ഇപ്പൊ സാറിനോട് സംസാരിക്കുന്നത് എന്താന്ന് ചോദിച്ചാല്, സാറും നമുക്ക് സംസാരിക്കാൻ പറ്റിയ ഒരാള്, നമുക്കറിയാം ഡിസിഷൻ മേക്കർ സാർ അല്ല എന്നറിയാം. പക്ഷെ അവരുടെ മീറ്റിങ്ങുകളിൽ സാറുണ്ടെങ്കിൽ നമ്മുടെ പോയിന്റ് കൂടി ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ സംസാരിക്കുന്നത്. സാറല്ല ഡിസിഷൻ മേക്കർ എന്നറിയാം. പക്ഷെ ഇവിടെ നമ്മൾ അഡ്മിഷൻ വേണ്ടി ചെല്ലുമ്പോൾ ഹൈബ്രിഡ് ക്ലാസ് ഉണ്ട്. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇനി ഓഫ്ലൈനിൽ വരാൻ പറ്റിയില്ല. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഓൺലൈനിൽ ഇരുന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുക, പിന്നെ ഓഫ്ലൈനിൽ വരാൻ പറ്റുമ്പോൾ. അപ്പൊ അത് കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആണ്. അപ്പൊ ഈ ഫ്ലെക്സിബിലിറ്റി യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ ഉഴപ്പിപ്പോകുന്നുള്ളൊരു ചിന്തയാണെങ്കിൽ നമ്മൾ ഉഴപ്പാൻ വേണ്ടിയിട്ടല്ല ഇത്രയും കാശും കൊടുത്ത് പഠിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു തോട്ട്സ് അവരുടെ മനസ്സിലുണ്ടെങ്കിൽ, ഒന്നുമില്ലെങ്കിൽ അടുത്ത മീറ്റിംഗിൽ സാറൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക, അതല്ലെങ്കിൽ അവരെ ഇതുപോലുള്ള ക്ലാസ്സുകളിൽ ഒരു സെക്ഷൻ അറേഞ്ച് ചെയ്യാനും അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം സ്റ്റുഡൻസിനെ എന്നാ വരുന്ന ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം, കാരണം അവരൊരു ജില്ലയുടെ മൊത്തം ചാർജുള്ള ആൾക്കാരാണ്. അവരിപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്നിടത്തൊക്കെ പല കോഴ്സുകളുണ്ട്, അതിനൊക്കെ ഓടി നടക്കുന്ന ആൾക്കാരാണ്. അപ്പം ഇന്നലെ അവരിവിടെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ ഞായറാഴ്ചത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെറിയ ഡിസ്കഷൻ വന്നതുകൊണ്ട്, തിങ്കളാഴ്ച ചെറിയ ഡിസ്കഷൻ വന്നതുകൊണ്ട് അത് അവരെ അറിയിച്ചിട്ടേ കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവരെ അറിയിച്ചിട്ട് അവരെന്ത് ചെയ്തു, CCKലുള്ള ഓഫീസിൽ വിളിച്ചിട്ട് അവിടെ CCKലുള്ള ആൾക്കാരുമായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം അവർ ഇന്നലെ നമ്മളടുത്ത് വന്ന് അഭിപ്രായം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു കഴിഞ്ഞാൽ, വൺസ് ഒരാളിനെ ഓൺലൈനോട്ട് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവർ ഓൺലൈൻ സ്റ്റുഡൻറ്റ് തന്നെയായിരിക്കും. പിന്നെ അവർക്ക് ഓഫ്ലൈൻ നിങ്ങൾ ക്ലാസ് നമ്മൾ കൊടുക്കണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഹൈബ്രിഡ് ഓപ്ഷൻ അവർ ചൂസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ക്ലാസ് അതേപോലെ ഇന്ന് പറഞ്ഞതിൽ എനിക്കൊരു ക്ലാരിറ്റി വേണം. അതായത് സപ്പോസ് ഞാൻ ഇപ്പോൾ ഓൺലൈൻ അല്ല ചൂസ് ചെയ്യുന്നത്, ഓഫ്ലൈനെ ചൂസ് ചെയ്തത്. ഞാൻ റെഗുലർ ആയിട്ട് ക്ലാസ് വരാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ആളാണ്. ഇൻ കേസ് എനിക്കൊരു ദിവസം ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, അപ്പൊ എനിക്ക് ഓൺലൈനിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾ സെന്ററിൽ നിന്ന് പറഞ്ഞത്, അതെന്ത് ലോജിക്ക്? അതിൽ അവർ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മളും ചോദിച്ചായിരുന്നു. പക്ഷെ അവർ പറഞ്ഞതെന്നറിയോ, അങ്ങനെ ക്ലാസ് ഓഫ്ലൈനിനകത്ത് വന്നിരിക്കുന്ന 1-2 ആൾക്കാർക്ക് അർജൻസി കൊണ്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് സെപ്പറേറ്റ് ഒരു ദിവസം നിങ്ങൾ ഓൺലൈൻ ആ ക്ലാസ് കോമ്പൻസേറ്റ് ചെയ്ത് എടുത്താൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ രതീഷിന് വരാൻ പറ്റാത്തൊരു ക്ലാസ്, സാറേ എനിക്ക് ഈ ബുധനാഴ്ച എനിക്ക് ഇങ്ങനെ ഒരു അസൗകര്യം ഉണ്ടായിരുന്നുകൊണ്ട് എനിക്ക് ക്ലാസ്സിൽ വരാൻ പറ്റിയില്ല. സാറ് എൻ്റെ കൂടെ വേറൊരാൾ കൂടെ ഉണ്ട്, ഇപ്പോൾ ജോൺ ജോസഫ് കൂടെ എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒരു അഡീഷണൽ ആയിട്ട് ഈ ഒരു സെഷൻ, അതായത് മെറ്റാ ടാഗുകൾ പറഞ്ഞ് എനിക്ക് അങ്ങനെ ക്ലിയർ ആയില്ല, എനിക്ക് ഒരു സെപ്പറേറ്റ് ഒരു സമയം കണ്ടെത്തി സാറിൻ്റെ ഒരു സമയം കൂടെ നോക്കി എനിക്ക് 1 മണിക്കൂറത്തെ ക്ലാസ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു പിറ്റേ ദിവസമോ അല്ലെങ്കിൽ അതിരാവിലെയോ എപ്പോഴെങ്കിലും സാറിൻ്റെ കൺവീനിയൻറ്റ് ടൈമിൽ ഒരു മണിക്കൂറത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് അങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കണമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അതിന് ഞാൻ വില്ലിങ് ആണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യാം. ഞാൻ ഫ്രീ ആയിട്ടുള്ള ടൈമിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഞാൻ പറഞ്ഞില്ല, ഞാൻ പഠിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മെഷീനാണ്, നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിരിക്കും. നിങ്ങൾക്ക് ബാക്കി എല്ലാ സാഹചര്യങ്ങളും നിങ്ങൾ ഒത്തു വന്നാൽ മതി. ബാക്കി ഇത് മാനേജ് ചെയ്യുന്നതും ഇതിൻ്റെ ക്ലാസ് അറേഞ്ച് ചെയ്യുന്നതും ഇപ്പോൾ ഓൺലൈൻ വരണം ഓഫ്ലൈൻ വരണമൊക്കെ തർക്കത്തിലൊക്കെ ഞാൻ ഇടപെട്ട് കഴിഞ്ഞാൽ എൻ്റെ ക്ലാസ്സിനെ ഒരുപാട് ബാധിക്കും. ഞാൻ അതിലൊരുപാട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരാളല്ല. ഞാൻ ക്ലാസ് നിങ്ങളെ എങ്ങനെ പഠിപ്പിക്കും? എനിക്കിപ്പോഴുള്ള പറഞ്ഞോ അല്ലെങ്കിൽ ഇവരുടെ മീറ്റിംഗ് അറേഞ്ച് ചെയ്താലും മതിയായിരുന്നു സാറേ. അങ്ങനെയാണെങ്കിൽ ഞാൻ അത് ഞാൻ ഇവിടെ നിന്ന് നമ്മളെ കോർഡിനേറ്റർ അറിയിക്കാം. അപ്പം നമ്മൾ ഇവിടെ നിന്ന് സുനീൽ സാർ അവരെ വിളിച്ചിട്ട് ഏതെങ്കിലും ഒരു ദിവസം ഒരു ക്ലാസ് സെഷനകത്ത് ഈ മെമ്പേഴ്സ് ഇവിടെ കോർഡിനേറ്റർ കൂടെ വരുന്ന രീതിയിൽ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അന്ന് നേരത്തെ പറഞ്ഞിട്ട് അവരുടെ അടുത്ത് പറഞ്ഞ് അവരനുസരിച്ച് എല്ലാം കൂടെ നിങ്ങൾക്ക് ഓഫ്ലൈൻ തന്നെ വന്ന് ഡിസ്കസ് ചെയ്യണം. അത് ഓൺലൈനായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ട, നമ്മൾ ഓഫ്ലൈൻ തന്നെ വന്ന് ചർച്ച ചെയ്യാൻ നോക്കാം. ഓക്കെ ഞാൻ അതിന് വേണ്ടി ഞാൻ റിക്വസ്റ്റ് ചെയ്യാം. അതിന് ഞാനുള്ള സഹകരണങ്ങൾ സജ്ജീകരണങ്ങൾ ഏർപ്പാടാക്കാം. ഓക്കെ താങ്ക് യു. ഓക്കെ അപ്പോൾ ബൈ നമുക്ക് നാളെ കാണാം. ഓക്കെ.